പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിൻഡി നൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന കഥ 2020 വി.സി. പണിക്കർ എഴുതിയ കഴുകൻ എന്ന നോവലാണ്. കഥാകൃത്ത് വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയത്തെ വളരെ ഉദ്യോഗജനകമായി കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ചിലപ്പോൾ കൂട്ടുകാരിൽ ചിലർ ഈ നോവൽ വായിച്ചിരിക്കാം. എന്നിരുന്നാലും സമകാലീന പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടും വളരെ വ്യത്യസ്തമായ പ്രമേയം ആയതുകൊണ്ടും ഞാൻ ഈ കഥ വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. മദ്യത്തിന്റെയും രാസലഹരിയുടെയും കുത്തൊഴുക്കിൽ ജനിക്കുന്ന കൊടും ക്രൂരകൃത്യങ്ങളും മനോവൈകൃതങ്ങളും, പിന്നെ കഴുകന്റെ മുഖം മൂടി വെച്ച ഉന്നതന്മാരും കിങ്കരന്മാരും വിലസുന്ന ഈ കാലഘട്ടത്തിൽ ഈ കഥ വീണ്ടും ഞാനിവിടെ പറയുന്നു. വരൂ, നമുക്ക് കഥയിലേക്ക് പോകാം. രാത്രിയുടെ യാമങ്ങളിൽ ഒരു കഴുകൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇത്തിരി മാംസത്തിനായി അവൻ ശവശരീരങ്ങൾ തേടി അലഞ്ഞു തിരിഞ്ഞു നടന്നു. നിലാവെളിച്ചത്തിൽ അവനെ കണ്ട് ചിലർ ഭയന്നോടി. എന്നാൽ മറ്റു ചിലരാവട്ടെ അവനെ പിടിച്ചുകിട്ടിയേ തീരൂ എന്ന ദൃഢനിശ്ചയത്തോടെ അവന് പിന്നാലെ കുതിച്ചു. ഒരു പുതപ്പും തലയിലൂടെയിട്ട് നഗരങ്ങളിലൂടെ രാത്രികാലങ്ങളിൽ അവൻ ഇരതേടിയുള്ള സഞ്ചാരത്തിനിറങ്ങി. അവന് പ്രിയം ശവശരീരങ്ങളോടായിരുന്നു. അവന്റെ ഇഷ്ടവിഹാര കേന്ദ്രം ശവപ്പറമ്പുകളായിരുന്നു. പെട്ടെന്ന് അവൻ അടുത്തേക്ക് പാഞ്ഞു വന്നു. അവന്റെ മുഖം കാണുന്നതിനു മുന്നേ തന്നെ അവൻ എൻ്റെ തല കൊത്തി തിന്നാൻ തുടങ്ങി. പെട്ടെന്ന് ജേക്കബ് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ജേക്കബ് ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. ഓ എൻ്റെ കർത്താവേ, ഇപ്പോൾ വന്ന് വന്ന് ഉറക്കത്തിലും മനസമാധാനം കിട്ടാതായോ? ഈ നശിച്ചവന്റെ എന്തേലും ഒരു വിവരം തന്നേക്കണേ, ഇല്ലേൽ ശരിക്കും അവനെൻ്റെ തല കൊത്തി തിന്നും. കർത്താവിനോട് കിടക്കയിൽ വെച്ചു തന്നെ പ്രാർത്ഥന കഴിച്ചു. അമ്മച്ചി, ഇത്തിരി ചായ ഇങ്ങ് തന്നേ. അത് പറഞ്ഞുകൊണ്ട് അവൻ ഉമ്മറത്ത് ചെന്നിരുന്നു. ആകെ പ്രശ്നമാണ്. 29 വയസ്സുള്ള ജേക്കബ് എറണാകുളം സിറ്റിയിൽ ക്രൈംബ്രാഞ്ച് CI ചാർജ് എടുത്തിട്ട് ഒരു മാസമായി. ഇതുവരെയും ഒരു നല്ല കേസ് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇടുത്തി പോലെ ഒരു വള്ളിക്കെട്ട് കേസ് വന്നു കുടുങ്ങിയത്. യെസ്, ദ കേസ് ഓഫ് ദാറ്റ് വൾച്ചർ, ദാറ്റ് നെക്രോഫീലിയ. തനിക്കൊന്നും പറ്റിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടോ. മേലുദ്യോഗസ്ഥന്റെ ശകാരം കേട്ട് ജേക്കബിന് വല്ലാതെ ദേഷ്യം വന്നെങ്കിലും അതവൻ പ്രകടിപ്പിച്ചില്ല. മേലുദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കാൻ ഇത് സിനിമയല്ല എന്ന ബോധ്യവും ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഇവിടെ ഇരുന്നിങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ ഈ കഴുകനെ എവിടെ ഒന്ന് പിടിച്ചോണ്ട് വരാനാ? എല്ലാം കേട്ട് പുറത്തേക്കിറങ്ങിയ ജേക്കബ് മനസ്സിൽ തെറി വിളിച്ചു. പിരിച്ചുവെച്ച കട്ടിമീശയ്ക്കടിയിൽ ചുണ്ടുകളിൽ വെച്ച് ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ വരാന്തയിൽ നിന്ന് എല്ലാം ആദ്യം തൊട്ട് ഒന്നാലോചിച്ചു. കഴിഞ്ഞ ഒരു മാസമായി ഈ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത് അന്നു മുതൽ എന്താണ് തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. മികച്ച റെക്കോർഡുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ജേക്കബിന് CI ആയി പ്രമോഷൻ കിട്ടിയത്. അതും അവന് താല്പര്യമുള്ള ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ. അവൻ CI ആയി ചാർജ് എടുത്തപ്പോൾ ആദ്യം കിട്ടിയ കേസാണിത്. ആദ്യമൊക്കെ നിസാര കേസായിരുന്നു, ഒരു ശവഭോഗിയുടെ കേസ്. കൃത്യം 6 ആഴ്ച മുമ്പാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. ഒരു ഗാർഹിക പീഡനത്തിൽ മരണപ്പെട്ട വീട്ടമ്മയുടെ ശവശരീരം തോണ്ടിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനു വേണ്ടി കല്ലറ പൊളിച്ചപ്പോഴാണ് ഇതിനു മുന്നേ ആരോ കല്ലറ പൊളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ അത് ആ കേസുമായി ബന്ധപ്പെട്ട് അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ഒന്നുമുണ്ടായില്ല. പിന്നീട് ആ ശരീരത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ മരണപ്പെട്ടതിന് ശേഷവും ആ സ്ത്രീയുമായി ആരോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ സ്ത്രീയുടെ ഭർത്താവ് പിന്നീട് ഒരു കേസ് കൊടുക്കുകയും അതേ തുടർന്ന് സിമിത്തേരിയിലെ മറ്റ് 2 കല്ലറ കൂടി ഇതേപോലെ ഇളക്കപ്പെട്ടതായി കണ്ടുപിടിക്കുകയും ചെയ്തു. അവയുടെ ബോഡി കൂടി പരിശോധിച്ചപ്പോൾ അവരുടെയും മൃതദേഹം മരണശേഷം ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അനന്തരവളും പെടും. അതാണ് കേസിനെ ആകെ തകിടം മറിച്ചത്. അതോടുകൂടി മുകളിൽ നിന്നും വലിയ പ്രഷറാണ് ഉണ്ടായത്. അതേ തുടർന്ന് സിറ്റിയിൽ എവിടെയെങ്കിലും മറ്റു സെമിത്തേരികളിൽ ഇതുപോലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി മറ്റൊരു സ്ഥലത്തുകൂടി ഇതുപോലെ മറ്റ് 2 കല്ലറകൾ കൂടി കണ്ടെത്തി. അതിൽ നിന്നും ഈ സിറ്റിയിൽ പല സെമിത്തേരികളിലായി രാത്രി സഞ്ചാരം നടത്തി അന്നേ ദിവസം മരണമടഞ്ഞ സ്ത്രീകളുടെ കല്ലറ കുത്തി തുറന്ന് അവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന
ഒരു കുറ്റവാളിയുണ്ടെന്ന നിഗമനത്തിൽ എത്തുകയുണ്ടായി. എന്നാൽ ഇയാൾ വന്നു പോകുന്നതിന് യാതൊരു തെളിവുകളുമില്ല. അതേ തുടർന്ന് സാക്ഷികളാരെങ്കിലും ഉണ്ടോയെന്ന് പരിശോധിക്കുകയുണ്ടായി. അവിടെയും നിരാശയായിരുന്നു ഫലം. ഇപ്പോൾ സംശയത്തിലുള്ളത് ഒരു സിമിത്തേരിയുടെ അടുത്ത് താമസിക്കുന്ന കുടുംബത്തെയാണ്. ഇയാളുടെ വീടിനടുത്തുള്ള സിമിത്തേരിയിലാണ് കുത്തിത്തുറന്ന 3 കല്ലറയും ഉള്ളത്. കുടുംബം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഒരു കിളവനും അയാളുടെ ഒരു ഭാര്യയും മാത്രമേ ഉള്ളൂ. വർഷങ്ങളായി ആ പള്ളി സിമിത്തേരിയുടെ കാവൽക്കാരനും കുഴിവെട്ടുകാരനുമായിരുന്നു അയാൾ. ഒരു ആക്സിഡന്റിൽ ആകെയുണ്ടായിരുന്ന മകൻ മരിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ വന്നെത്തി നിൽക്കുന്നു കേസ്. ഇങ്ങനെ വന്നുപോകുന്ന ആ കഴുകനെ, ആ നെക്രോഫീലിയാക്കിനെ ആരും കാണുന്നുമില്ല. ഒരു വീഡിയോയിലും കിട്ടുന്നുമില്ല. അതിനുശേഷം സിമിത്തേരിയിൽ CCTV സ്ഥാപിച്ചു. ഡ്യൂട്ടിക്ക് പോലീസുകാരെയും നിർത്തി. അതുകൊണ്ടാണോ എന്തോ ഒരാഴ്ചയായി അവന്റെ യാതൊരു അനക്കവുമില്ല. അവൻ രക്ഷപ്പെട്ടതാണോ എന്ന ചോദ്യവും അതിന്റെ ഒരു പ്രഷറും വേറെ. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ അവന് വേണ്ട ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ ആഴ്ചയിലെ ഒരു വെള്ളിയാഴ്ച, സിറ്റിയിലെ 3 സിമിത്തേരികളിൽ ഏതെങ്കിലും ഒന്നിൽ വന്ന് അന്നേ ദിവസം മരിച്ച ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കല്ലറ തുറന്ന് അവൻ മതിയാകും വരെ ഭോഗിച്ച് മടങ്ങുന്നു. ഇതായിരുന്നു അവന്റെ ഇതുവരെയുള്ള പതിവ്. ഇതിൻ പ്രകാരം അവന്റെ ചെയ്തികളിൽ നിന്നും കണ്ടെത്തിയ അവന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഇതിൽ മാറ്റം വന്നതുകൊണ്ടാണോ എന്തോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അവന്റെ സ്വഭാവം അങ്ങനെ മാറുന്ന ഒന്നായി തോന്നുന്നില്ല. എല്ലാ ആഴ്ചയും അവന് ഇതൊരു ലഹരിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളാരും അറിയാതെ അവൻ മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഒരു മൃതദേഹത്തെ ഭോഗിച്ചിട്ടുണ്ടാവണം. പക്ഷേ എവിടെ? എങ്ങനെ? അവൻ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? കഴിഞ്ഞ ഒരു മാസം മുമ്പ് മാത്രം അവനിത് തുടങ്ങാൻ കാരണം? തുടർ പരിശോധനകളിൽ ഈ 5 കല്ലറകളിൽ മാത്രമേ ഇപ്രകാരം അവൻ ഉപയോഗിച്ചിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പോൾ അവനൊരു സൈക്കോ ആവാൻ സാധ്യതയില്ല. പിന്നെ പിന്നെ അവൻ ഇതൊക്കെ എന്തിനു ചെയ്യുന്നു? ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഈ സിറ്റിയിലും മറ്റൊരു സിറ്റിയിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അവൻ എവിടെ നിന്ന് വന്നു? തുടർച്ചയായ 5 വെള്ളിയാഴ്ചയിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം അത് സംഭവിച്ചതായി ഈ സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി അവൻ ഈ സിറ്റി വിട്ട് പോയിരിക്കുമോ? കഴിഞ്ഞ ഒരാഴ്ചയായി അവൻ എങ്ങോട്ട് പോയി? ഇനി ഈ മരിച്ച സ്ത്രീയുമായി അവനെന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ? പക്ഷേ മരിച്ച സ്ത്രീകൾ തമ്മിൽ ഒരു ബന്ധവും ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, ജേക്കബ് അലറി. വീണ്ടും വീണ്ടും ഫയൽ പരിശോധിച്ച ശേഷം ജേക്കബ് തന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അത് കാണുന്ന ആർക്കും അവനൊരു ഭ്രാന്തനാണെന്ന് തോന്നും. ഒന്നും മനസ്സിലാവാതെ ജേക്കബ് തന്റെ കൈകൊണ്ട് തല മുഴുവനായി ശക്തിയിൽ തഴുകി. ജേക്കബ് മുഖം കൈപ്പത്തി കൊണ്ട് മറച്ച് കൈമുട്ടുകൾ മുന്നിലിരുന്ന മേശയുടെ മുകളിൽ കുത്തി ആകെ തല പുകഞ്ഞിരുന്നു. അപ്പോഴാണ് SI ഗിരീഷ് ഓടിവന്നത്. സർ! ഗിരീഷിന്റെ വിളികേട്ട് ജേക്കബ് ഞെട്ടി. എന്താടോ? സർ, പുതിയൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെല്ലൊന്ന് കിതച്ചും ധൃതിയിൽ തന്നെ അയാളത് പറഞ്ഞൊപ്പിച്ചു. വാട്ട്? എന്താടോ ഇത്? നമ്മൾ ഇത്രയും സെക്യൂരിറ്റി കൊടുത്തിട്ടും എങ്ങനെ? വാക്കുകൾ പാതി മുറിഞ്ഞു. ജേക്കബിന് തന്നോട് തന്നെ ദേഷ്യം തോന്നി. ഈ കേസിന്റെ ചുമതല കിട്ടിയിട്ട് ഇപ്പോൾ 2 ആഴ്ച കാലമേ ആയി കാണൂ. സത്യത്തിൽ ജേക്കബ് കേസെടുത്തിട്ട് ഇതാദ്യത്തെ സംഭവമാണ്. ഏതു സിമിത്തേരിയിലാടോ ഇത്തവണ അവൻ കയറി നിരങ്ങിയത്? സിറ്റിയിൽ നിന്നും കുറച്ചു മാറിയാണ് സാർ. നമ്മുടെ സ്റ്റേഷൻ പരിധിയല്ല. നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം. ഇല്ലേലെന്താടോ, ശവം എണീറ്റ് ഓടിപ്പോവോ? അതല്ല സാർ, ഇത്തവണ ഒരു പ്രശ്നം കൂടിയുണ്ട്. കേസ് കുറച്ച് സീരിയസ് ആണ്. എന്താടോ? ഞെട്ടലോടെ ജേക്കബ് ചോദിച്ചു. പിന്നെ ജീപ്പുകൾ തൊട്ടടുത്ത സ്റ്റേഷൻ പരിധിയിലെ ഒരു സിമിത്തേരിയിലേക്ക് പറന്നു. ഗിരീഷിന്റെ വാക്കുകൾ ഒരു ഉൽക്ക പോലെയാണ് ജേക്കബിന്റെ കാതുകളിൽ പതിച്ചത്. അത് കേട്ടതും ആകെ ഒരു പെരുപ്പായിരുന്നു. സമയം ഉച്ച കഴിഞ്ഞു കാണും. മറ്റു വാഹനങ്ങളെ പിന്നിലാക്കി പോലീസ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു. ജീപ്പിന്റെ മുൻസീറ്റിൽ ഇരിപ്പുറക്കാതെ ജേക്കബ് ഇരുന്നു. അപ്പോഴും ജേക്കബിന്റെ മനസ്സിൽ ഗിരീഷിന്റെ വാക്കുകൾ കിടന്ന് അലയടിക്കുകയായിരുന്നു. ആ കല്ലറയിൽ 2 ശരീരമുണ്ട് സാർ. 2 ശരീരങ്ങൾ? അതെങ്ങനെ? അപ്പോ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയെന്നാണോ? കല്ലറയിലുള്ള ശരീരത്തിനു പുറമെ മറ്റൊരു ശരീരം.
അതെവിടുന്ന് വന്നു? ഓ മൈ ഗോഡ്! കല്ലറയിലേക്ക് നോക്കിയതും ജേക്കബ് നടുങ്ങി. പെട്ടെന്നൊന്നും മായാത്ത വിധം ആ കാഴ്ച അയാളുടെ മനസ്സിൽ പതിഞ്ഞു. ഹോ, വിചാരിച്ച പോലെയല്ല. ഒരു ശരീരമേ അവൻ ഭോഗിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രശ്നം ഗുരുതരമാണ്. കഴുകൻ ഭോഗിച്ച ശരീരം ഈ കല്ലറയിലല്ല അടക്കം ചെയ്തത്. ജേക്കബ് സ്വയം പറഞ്ഞു. താൻ പോലും അറിയാതെ കേസ് തന്റെ കയ്യിൽ നിന്നും പിടിവിട്ടു പോകുന്നതായി അവന് തോന്നി. കല്ലറയിൽ അവൻ കണ്ട കാഴ്ച ഒരേ സമയം അവന്റെ അനാവശ്യ ചിന്തകൾ മായ്ച്ചു കളയുകയും കുഴപ്പം പിടിച്ച മറ്റൊരു സംശയലോകത്തേക്കുള്ള വാതിൽ അവനു മുന്നിൽ തുറന്നിടുകയും ചെയ്തു. ജേക്കബിന്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ആ കല്ലറയുടെ ഇരുളിൽ ഒളിപ്പിച്ചു വെച്ചായിരുന്നു കഴുകൻ പകൽ വെളിച്ചത്തിൽ മറഞ്ഞത്. കല്ലറയിലേക്ക് നോക്കി നിന്നിരുന്ന ജേക്കബ് തല ഉയർത്തി കല്ലറയ്ക്ക് മുകളിലായി എഴുതി വച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു. ത്രേസ്യാമ പൗലോസ്, 78 വയസ്സ്, ജനനം 1947, മരണം 2025. കല്ലറയിലെ എഴുത്ത് കണ്ടപ്പോൾ ജേക്കബിന്റെ മനസ്സിൽ സംശയങ്ങൾ തലപൊക്കി. പള്ളിയിൽ നിന്നും കിട്ടിയ പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രേസ്യാമയുടെ അടക്കം വെള്ളിയാഴ്ച വൈകുന്നേരം കഴിഞ്ഞതേയുള്ളൂ. എന്നിട്ടും അവൻ ആ ശരീരത്തിലൊന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. അവന് പഴക്കമില്ലാത്ത ശരീരമാണ് വേണ്ടത്. വെള്ളിയാഴ്ച അടക്കം ചെയ്ത ശവശരീരം മാത്രമേ അവൻ ഭോഗിക്കൂ. എന്നിട്ടും എന്നിട്ടും അവൻ ത്രേസ്യാമയുടെ ശരീരം ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള കഴുകന്റെ പ്രവൃത്തിയിൽ നിന്നും അവന് 18 മുതൽ 35 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ ശവശരീരത്തോടാണ് താല്പര്യമെന്ന് ജേക്കബ് കണക്കുകൂട്ടി. പക്ഷേ 70 മുകളിൽ പ്രായമുള്ള സ്ത്രീയുടെ കല്ലറയിൽ എങ്ങനെ ഒരു ചെറുപ്പക്കാരിയുടെ ശരീരം വന്നു? ഹോ! ജേക്കബ് ഒരു ദീർഘനിശ്വാസം വിട്ടു. അധികം ആലോചിക്കാതെ തന്നെ ജേക്കബ് ഒരു നിഗമനത്തിലെത്തി. വെള്ളിയാഴ്ച അടക്കം കഴിഞ്ഞ ത്രേസ്യാമയുടെ കല്ലറ മറ്റൊരു ശരീരം ഭോഗിക്കുന്നതിനായി ആ കഴുകൻ ഉപയോഗിച്ചിരിക്കുകയാവാം. പക്ഷേ പ്രശ്നം അതല്ല. ഈ പെൺകുട്ടി ഏതാണ്? എവിടെയുള്ളതാണ്? പെൺകുട്ടിയുടെ ശവശരീരം ത്രേസ്യാമയുടെ കല്ലറയിൽ കൊണ്ടുവന്നിട്ടത് അവൻ തന്നെയാണോ? ഈ ചോദ്യങ്ങൾ ജേക്കബിന്റെ ഉള്ളിൽ പ്രതിധ്വനിച്ചു. അതിനുള്ള മറുപടി എന്നോണം അവൻ കല്ലറയിൽ കിടക്കുന്ന പെൺകുട്ടിയെ ഒന്ന് നോക്കി. കഴുകൻ കുത്തി തുറന്ന എല്ലാ കല്ലറയിലേതും പോലെ തന്നെ ഭോഗിച്ച ശവശരീരത്തിൽ ഒരു വസ്ത്രവും അവശേഷിപ്പിക്കാതെയാണ് അവൻ പോയത്. കല്ലറയുടെ പുറത്ത് ഒരു ഭാഗത്തായി ശവശരീരത്തിലെ വസ്ത്രം മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചതെന്ന് കരുതുന്ന കുറച്ചു ചാരവും കാണാനുണ്ട്. അത് മുൻപ് അവൻ കയറിയിറങ്ങിയ മറ്റു കല്ലറകളുടെ പരിസരത്തും കണ്ടിരുന്നു. ആയതിനാൽ തന്നെ അത് അവന്റെ ഒരു കയ്യൊപ്പായോ സ്ഥിരം പ്രവൃത്തിയായോ പരിഗണിക്കാമെന്ന് കണക്കാക്കിയിരുന്നു. അതും അവൻ തെറ്റിച്ചിട്ടില്ല. ശരീരത്തിൽ പല്ലുകൊണ്ടും നഖങ്ങൾ കൊണ്ടുമുണ്ടായ പാടുകളും ഉണ്ടായിരുന്നു. അവയെല്ലാം കഴുകൻ ഭോഗിച്ച ശവശരീരങ്ങളിൽ സാധാരണ കാണാറുള്ളവയായിരുന്നു. എന്നാൽ പതിവില്ലാത്ത ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നു. കല്ലറയിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ ചുണ്ടുകൾ കടിച്ചു പൊട്ടിച്ചിട്ടുള്ളതായി കാണപ്പെട്ടു. ചിലപ്പോൾ അന്നേ ദിവസം അവന് കാമാർത്തി കൂടുതലായിരുന്നിരിക്കാം. ഇതുവരെ അവൻ ഭോഗിച്ചതായി കണ്ടെത്തിയ ശവശരീരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ശരീരം ഈ പെൺകുട്ടിയുടേതാണ്. ബോഡി കണ്ടിട്ട് വെള്ളിയാഴ്ച തന്നെയാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഒരുപക്ഷെ അടക്കം കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ഈ ശരീരം മോഷ്ടിച്ചിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് അവൻ ഈ ശരീരം ഇങ്ങോട്ട് കൊണ്ടുവന്നു? അപ്പോൾ ഈ പെൺകുട്ടിയുടെ കല്ലറ എവിടെയായിരിക്കും? അവിടെ നിന്നും ശവശരീരം ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാവും? ജേക്കബിന്റെ ശൈലിയിൽ സ്വയം ചോദ്യങ്ങൾ ചോദിച്ച് തലപുകച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പതിവിൽ വിപരീതമായ മറ്റൊന്നുകൂടി ജേക്കബിന്റെ കണ്ണിൽപ്പെട്ടത്. ഇത്തവണ കഴുകൻ കൊത്തിവലിച്ച ശവശരീരത്തിൽ കഴുത്തിൽ കയർ മുറുകിയതിന്റെ പാടുകൾ കാണപ്പെട്ടു. അപ്പോൾ അപ്പോൾ ഇതൊരു സാറേ, ഇതിപ്പോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ വന്നത്. ഗിരീഷിന്റെ വാക്കുകളായിരുന്നു ജേക്കബിനെ കല്ലറയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. കാണാൻ സുഖമുള്ള കാഴ്ചയല്ലാഞ്ഞിട്ടും ജേക്കബ് കല്ലറയിലേക്ക് തന്നെ നോക്കി നിന്നു. സർ, സ്ഥലം SI ആയിരുന്നു അത്. വയറു ചാടിയ നരച്ച മുടിയുള്ള, കണ്ടാൽ മധ്യവയസ്കനെന്ന് തോന്നിക്കുന്ന അയാൾ വന്നപാടെ കനത്തിലൊരു സല്യൂട്ട് അടിച്ചു. ആ, എടോ താനല്ലേ ഈ സ്റ്റേഷനിൽ SI? അതെ സർ. സിമിത്തേരികളിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നും രാത്രി പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്നൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാടോ ഇത് സംഭവിച്ചത്? സാറേ, ഇവിടെ ജീവിക്കുന്നവരുടെ കേസുകൾ തീർക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. പിന്നെ രാത്രി ഈ വഴിയൊന്നും ആരും വരാറുമില്ല.
അപ്പോ പിന്നെ ഇങ്ങനെയൊരു സ്ഥലത്ത് ഇത് തീരെ പ്രതീക്ഷിച്ചില്ല സാർ. പിന്നെ എവിടാടോ പ്രതീക്ഷിച്ചേ? ഒരു വെടിയൊച്ച പോലെ ജേക്കബിന്റെ ശബ്ദമുയർന്നു. സിമിത്തേരിയുടെ അരികിലുണ്ടായിരുന്ന മരത്തിൽ നിന്നും കിളികൾ പറന്നു. അയാളുടെ ഉത്തരവാദിത്തമില്ലായ്മയും അലസമായ സംസാരവും ജേക്കബിനെ ചൊടിപ്പിച്ചു. പിന്നെ ജേക്കബിന്റെ സ്വരം കടുത്തു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടൊരുമാതിരി മറ്റിടത്തെ വർത്താനം പറയരുത്. തനിക്കിതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവുന്നില്ലേ? അപ്പോഴേക്കും ജേക്കബിന്റെ ഫോൺ റിങ് ചെയ്തു. ഫോൺ അടിച്ചപ്പോൾ SIയോട് അവിടെ നിന്നും പോയിക്കൊള്ളാൻ ജേക്കബ് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. കിട്ടിയ തക്കത്തിന് SI ജേക്കബിനടുത്ത് നിന്നും തടിയൂരി. ഫോണിൽ നോക്കിയ ജേക്കബ് ഫോണിന്റെ മറുതലയ്ക്കിലുള്ള DYSPയോടുള്ള ദേഷ്യം മണ്ണിൽ ചവിട്ടിയരച്ചു കളഞ്ഞിട്ട് അവൻ ഭവ്യതയിൽ ഫോണെടുത്തു. സിമിത്തേരിയിലെ പോലീസ് ബഹളങ്ങൾക്ക് ഇടയിൽ നിന്നും ജേക്കബ് അല്പം മാറി നിന്നു. സർ. അതെ സർ, ഞാനിപ്പോ ഇവിടെ എത്തിയുള്ളൂ. ഓക്കെ സർ, ഞാൻ വന്ന് കാണാം. ജേക്കബ് ഫോൺ കട്ടാക്കി പോക്കറ്റിലിട്ടു. ഹേയ്, ഇയാൾക്കിതെന്തു പറ്റി? ജേക്കബിൽ നിന്നും ഒരു ആത്മഗതമുയർന്നു. പതിവിൽ നിന്നും വ്യത്യാസമായി മേലുദ്യോഗസ്ഥൻ സൗമ്യമായി സംസാരിച്ചപ്പോൾ തന്നെ ജേക്കബിന് പാതി ആശ്വാസമായി. ഗിരീഷേ. സർ. ഫോറൻസിക്കിന്റെ പണി കഴിഞ്ഞോ? ഇപ്പോ കഴിയും സർ. എന്നാൽ നീ പോയി ഇൻക്വസ്റ്റ് റെഡിയല്ലേ എന്ന് ചെക്ക് ചെയ്യേ. ഇയാളെ മാത്രം വിശ്വസിച്ചാൽ അവസാനം യാതൊരു തുമ്പും കിട്ടില്ല. സിമിത്തേരിയുടെ ഒരു ഭാഗത്തെ തണലിൽ മൊബൈലിൽ നോക്കി മാറി നിൽക്കുന്ന സ്ഥലം SIയെ നോക്കി ജേക്കബ് പറഞ്ഞു. ഓക്കെ സർ. മാറി നിൽക്കുന്ന SIയെ ഒരു പരിഹാസ ചിരിയോടെ നോക്കിക്കൊണ്ട് ജേക്കബിന്റെ നിർദ്ദേശമനുസരിച്ച് ഗിരീഷ് കല്ലറയുടെ അടുത്തേക്ക് നീങ്ങി. ഗിരീഷ് ആളുമിടുക്കനാണ്. അത് ഒപ്പം കൂട്ടിയ അന്ന് തന്നെ മനസ്സിലായതാണ്. കാണാൻ ജിമ്മൻ ശരീരവും അതിനൊത്ത അന്വേഷണ ബുദ്ധിയുമുള്ള ഗിരീഷിന് 25 വയസ്സേ ഉള്ളൂ. ക്രിമിനൽ കേസ് അന്വേഷിക്കുന്നതിലുള്ള ബുദ്ധിവൈഭവമാണ് പെട്ടെന്ന് തന്നെ അവനെ ക്രൈംബ്രാഞ്ചിലെത്തിച്ചത്. എന്തായാലും അവൻ കേസന്വേഷണത്തിൽ വലിയ സഹായം തന്നെയാണ്. മനസ്സിൽ ഗിരീഷിനെക്കുറിച്ച് ചിന്തിച്ച് ജേക്കബ് കേസിന്റെ ടെൻഷൻ അല്പം ഒന്ന് കുറച്ചു. പിന്നെ സിമിത്തേരിയുടെ അറ്റത്തുള്ള തണൽ മരത്തിന്റെ ചുവട് ലക്ഷ്യമാക്കി നടന്നു. ആ തണൽ മരത്തിന്റെ ചുവട്ടിൽ നിന്നും നോക്കിയാൽ സിമിത്തേരി മുഴുവനായും കാണാം. വന്നപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ തോന്നിയിരുന്നില്ല. മനസ്സ് മുഴുവൻ കഴുകനെക്കുറിച്ചുള്ള കത്തുന്ന ചോദ്യങ്ങളും ഇരുട്ടിൽ പുകയുന്ന കല്ലറയുമായിരുന്നു. കിട്ടിയ സമയം കൊണ്ട് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജേക്കബ് പള്ളിയും പരിസരവും ആകെയൊന്ന് നിരീക്ഷിച്ചു. അതൊരു വലിയ സിമിത്തേരിയാണ്. അവിടെ ഒരുപാട് കല്ലറകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അതിനൊത്ത നടുക്കായാണ് ത്രേസ്യാമ്മയുടെ കല്ലറ. മാർബിൾ തറകൾക്കും കോൺക്രീറ്റ് കുരിശുകൾക്കുമിടയിൽ അങ്ങിങ്ങായി പച്ചപ്പ് തലപൊക്കി നിൽക്കുന്നുണ്ട്. വശങ്ങളിലായി വലുതും ചെറുതുമായ കുറച്ച് തണൽമരങ്ങളുണ്ട്. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ കല്ലറയിൽ മെഴുകുതിരി കത്തിക്കാനെത്തിയ ത്രേസ്യാമ്മയുടെ മക്കൾ തന്നെയാണ് സംഭവം ആദ്യമായി കണ്ടത്. കുർബാന കഴിഞ്ഞ് വിവരമറിഞ്ഞ ചില വിശ്വാസികൾ വീട്ടിൽ പോകാതെ സിമിത്തേരിക്ക് ചുറ്റും അങ്ങിങ്ങായി കൂട്ടം കൂടി നിൽക്കുന്നുമുണ്ട്. രാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ ഈ സിമിത്തേരി ആരെയും ഭയപ്പെടുത്തുമെന്ന് അവന് തോന്നി. സിമിത്തേരിയോട് ചേർന്നായി വലിയൊരു പള്ളിയുമുണ്ട്. സമ്പന്നമായ പ്രാചീന രൂപകൽപ്പനയിൽ ഭീമാകാരമായ പള്ളി. ആ കുന്നിൻ മുകളിൽ ആകാശത്തെയും വെല്ലുവിളിച്ചങ്ങനെ നിൽപ്പാണെന്ന് തോന്നും. ചുറ്റും നോക്കിയാൽ വിശേഷ ദിവസമോ പള്ളിസമയത്തോ അല്ലാതെ അടുത്തെങ്ങും ഒരു മനുഷ്യജീവിയെ കണ്ടെത്താനാകില്ല. അടുത്തുള്ള വീട് 3 കിലോമീറ്റർ അപ്പുറത്താണ്. പള്ളിയിലച്ഛനും കപ്പ്യാരുമെല്ലാം കുറച്ചകലെ മഠത്തിനടുത്തുള്ള സഭാ കെട്ടിടത്തിലാണ് താമസം. എല്ലാം കൊണ്ടും ഇതൊരു ഒറ്റപ്പെട്ട ഇടമാണ്. സിറ്റിയിൽ നിന്നും മാറി കുറച്ചുള്ളിലോട്ടാണ് പള്ളിയിരിക്കുന്ന കുന്ന്. ഒരു ഹൈറേഞ്ച് പോലെ തന്നെ. പള്ളിയിരിക്കുന്ന കുന്നിനു ചുറ്റും പള്ളിവക റബ്ബർ തോട്ടമാണ്. കാലത്ത് ടാപ്പിങ്ങിന് വരുന്നവർ മാത്രമേ ആ വഴി പോവാറുള്ളൂ. എല്ലാം കൊണ്ടും ആളനക്കമില്ലാത്ത ഇടം. സർ. ഗിരീഷിന്റെ വിളി കേട്ട് ജേക്കബ് ചിന്തയിൽ നിന്നും തിരിഞ്ഞു നോക്കി. ആ, പറയടോ. വല്ല തുമ്പുമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട കണ്ടെത്തലുകളുണ്ട് സർ. ഒന്ന്, പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണ് സർ. അത് കേട്ടതും ജേക്കബ് ഒന്ന് പതറി. 2, ബോഡിയിൽ നിന്നും നമുക്ക് കുറച്ച് മുടിനാരുകൾ കിട്ടിയിട്ടുണ്ട് സർ. വാട്ട്? യെസ് സർ, 3 മുടിനാരുകൾ. ഗിരീഷ് തുടർന്നു. ഒരു സാധാരണ കറുത്ത മുടിയും ഒരു നരച്ച മുടിയും പിന്നെ ഒരു ചെമ്പിച്ച നീളമുള്ള മുടിയും. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും തന്നോട് തന്നെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ
ജേക്കബിന്റെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുകയായിരുന്നു. അപ്പോ ഈ 3 മുടിനാരുകൾ അത് അതാ നെക്രോഫിലിക്കിന്റെ തന്നെയാകുമോ? അങ്ങനെയാണെങ്കിൽ 3 മുടിനാരുകളും വ്യത്യസ്തമായതെങ്ങനെ? ഇനി ഈ നെക്രോഫീലിയ ഒന്നിൽ കൂടുതൽ പേരുണ്ടാകുമോ? പക്ഷേ ശവശരീരം ഒരാൾ മാത്രമേ ഭോഗിച്ചിട്ടുള്ളൂ. എങ്കിൽ പിന്നെ സഹായിയാവുമോ? ഏയ്, അങ്ങനെ അങ്ങനെ വരുമോ? ഇതുവരെ അവശേഷിപ്പിക്കാത്ത തെളിവ് അവനീ 6-മത്തെ കല്ലറയിൽ ഇട്ടിട്ട് പോവോ? ജേക്കബിന്റെ ചിന്തകൾ കാടുകയറി. പിന്നെ അവൻ ഇടറിയ സ്വരത്തിൽ ഗിരീഷിനോട് ചോദ്യഭാവത്തിൽ പറഞ്ഞു. ഇതുവരെയുള്ള അവന്റെ ചെയ്തികളിൽ നിന്നും മനസ്സിലാക്കിയത് വെച്ച് ശവം കൊത്തിത്തിന്നുകയല്ലാതെ അവനൊരിക്കലും കൊന്നു തിന്നില്ല. ഇനി ഇതൊരു കൊലപാതകമാണെങ്കിൽ അവനെക്കുറിച്ച് പഠിക്കുന്നതിൽ നമുക്കെവിടെയോ തെറ്റുപറ്റിയിരിക്കുന്നു. അല്ലേ ഗിരീഷേ? സംശയങ്ങൾ മിന്നിമറയുന്ന മുഖത്തോടെ ജേക്കബിനെ നോക്കി നിൽക്കുകയല്ലാതെ ഗിരീഷ് ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അവർക്കിടയിൽ നിശബ്ദത കടന്നു വന്നിരുന്നു. സിമിത്തേരിയുടെ അറ്റത്തെ തണൽമരത്തിനു താഴെ ഇളം കാറ്റും കൊണ്ട് ഒരെത്തും പിടിയുമില്ലാതെ അവർ നിന്നു. പക്ഷേ ഇതുവരെയുള്ള 5 കല്ലറകൾക്കുമില്ലാത്ത നിഗൂഢതകൾ ഈ കല്ലറയ്ക്കുള്ളിലുണ്ടെന്ന് ജേക്കബിന് തോന്നി. അപ്പോഴേക്കും അവന്റെ തല പുകയാൻ തുടങ്ങിയിരുന്നു. ഇനി ഇനി ഇതൊരു കൊലപാതകമാണോ? ആണെങ്കിൽ കേസ് വിചാരിച്ചിടത്തൊന്നും നിൽക്കില്ല. ഇനിയെങ്ങാനും അവന് പറ്റിയ ശവം കിട്ടാഞ്ഞപ്പോൾ അവനൊരു പെൺകുട്ടിയെ കൊന്ന് ആ ശവത്തെ ഭോഗിച്ചിരിക്കുമോ? അവന്റെ ചിന്തകൾ ഇരുട്ടിൽ തപ്പി. ചിന്തിക്കും തോറും അവന്റെ ഉള്ളിൽ സംശയങ്ങളും ഭയവും ഉടലെടുത്തിരുന്നു. അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം എന്തോ മനസ്സിൽ ഉറപ്പിച്ചെന്ന പോലെ മരച്ചുവട്ടിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. കല്ലറയിലെ കൊലപാതകവും 3 മുടിനാരികളും പിന്നെ മേഘങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയ കഴുകനും. അത് പറഞ്ഞു തീർത്തപ്പോഴേക്കും തലച്ചോറിൽ നിന്നും തൊടുത്തുവിട്ട ചോദ്യശരങ്ങൾ തറച്ച് ജേക്കബിന്റെ മനസ്സ് തളർന്നിരുന്നു. സർ, കാലത്ത് റബ്ബർ ടാപ്പിങ്ങിന് വരുന്ന പണിക്കാർ വന്നിട്ടുണ്ട്. ആ, അവരെ ഇങ്ങ് വിട്ടേക്ക്. എന്നിട്ട് നീ ആ ഫോറൻസിക്കിനോട് വേഗം പണി തീർക്കാൻ പറ. ഓക്കെ സർ. ഗിരീഷ് ത്രേസ്യാമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കുറച്ചു സമയം കൊണ്ട് തന്നെ ടാപ്പിംഗ് തൊഴിലാളികളും മൊഴി രേഖപ്പെടുത്താൻ ഫയലുമായൊരു പോലീസുകാരനും തണൽമരച്ചോട്ടിൽ നിൽക്കുന്ന ജേക്കബിനടുത്തേക്ക് എത്തിയിരുന്നു. അവർ വന്നപ്പോൾ തന്നെ ജേക്കബ് അവരെ അടിമുടിയൊന്ന് നോക്കി. മോശമല്ലാത്ത ആരോഗ്യമുണ്ട്. കറപിടിച്ച ബനിയനും കൈലിയും ഉടുത്ത് 2 പേർ ജേക്കബിന് മുന്നിൽ നിൽക്കുന്നു. അതിലൊരാൾക്ക് 50-ലേറെ പ്രായം തോന്നിക്കും. തല കുറച്ച് നരച്ചിട്ടുണ്ട്. മറ്റേയാൾ ചെറുപ്പമാണ്. ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തിൽ ഏറ്റവും അടുത്തുള്ള വീട് ഇയാളുടേതാണെന്ന് കിട്ടിയ വിവരം. ജേക്കബ് കയ്യിലിരുന്ന സിഗരറ്റ് കുറ്റി നിലത്തിട്ട് ചവിട്ടി അരച്ചു. എന്താ നിങ്ങളുടെ പേര്? പ്രായം തോന്നിക്കുന്ന ആളോട് ജേക്കബ് ചോദിച്ചു. ഞാൻ ബെന്നി. ഇതിന്റെ മോന ബിനോയ്. ചോദ്യം ചെയ്യൽ തുടങ്ങിയതും കോൺസ്റ്റബിൾ ഫയലിലെല്ലാം രേഖപ്പെടുത്താൻ തുടങ്ങി. ഓ, നിങ്ങൾ അച്ഛനും മോനും ഒറ്റയ്ക്കാണോ ഈ തോട്ടം മുഴുവൻ നോക്കുന്നത്? അല്ല സാറേ, കുറച്ച് ബംഗാളികൾ കൂടെയുണ്ട്. അവർ നാട്ടിലേക്ക് പോയതാ. ഇനി കുറച്ചുനാൾ കഴിഞ്ഞേ വരൂ. അപ്പോ ശനിയാഴ്ച രാവിലെയും നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നോ? അതെ സാറേ. ശനിയാഴ്ച രാവിലെ ഈ സിമിത്തേരിയിലോ പള്ളി പരിസരത്തോ ആരെയെങ്കിലും സംശയിക്ക വിധത്തിലോ അല്ലെങ്കിൽ അസമയത്തോ മറ്റോ കണ്ടോ? ഇല്ല സാറേ, അങ്ങനെ ആരെയും കണ്ടില്ല. ആരും അങ്ങനെ ഈ വഴി വരാറില്ല. അതിന് മറുപടി പറഞ്ഞത് പ്രായമുള്ള ആളായിരുന്നു. അല്ല അപ്പച്ചാ, അന്ന് കാലത്തല്ലേ നമ്മൾ ആ വക്കച്ചനെ കണ്ടത്? മകൻ ബിനോയ് എന്തോ ഓർത്തെടുത്തെന്ന പോലെ അപ്പച്ചനോട് പറഞ്ഞു. ആ, നേരാ സാറേ, അന്ന് ആ ഭ്രാന്തൻ വക്കച്ചനെ കണ്ടായിരുന്നു കേട്ടോ. എടോ ബിനോയ്, ഇത് ഇത്രയും ഓർത്തിരിക്കാൻ കാരണം? സാറേ, അയാള് കാലത്ത് കുന്നിറങ്ങി വന്ന് പെട്ടത് എന്റെ മുന്നിലാ. വെളിച്ചം വരുന്നേയുണ്ടായിരുന്നുള്ളൂ. ആ ഇരുട്ടിൽ അയാളെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി. മുടിയൊക്കെ നീട്ടി വളർത്തി നീണ്ട താടിയുമായി മുഷിഞ്ഞ ഒരു ഷർട്ടും പാൻറ്റും ഇട്ട് വരുന്ന അയാളെ പകൽ വെളിച്ചത്തിൽ കണ്ടാൽ തന്നെ പേടിയാകും. പിന്നെ അപ്പോഴത്തെ കാര്യം പറയണോ? എന്റെ നിലവിളി കേട്ടാണ് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന അപ്പച്ചൻ ഓടി വന്നത്. അപ്പോ അയാളെ നിങ്ങൾ വ്യക്തമായി കണ്ടോ? കണ്ടു സാറേ. ആദ്യം കണ്ടപ്പോൾ പേടിച്ചത് ശരിയാ. പക്ഷേ പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഭ്രാന്തൻ വക്കച്ചനാണെന്ന്.
ആ വട്ടനെന്താ അവിടെ? ജേക്കബിന്റെ സംശയങ്ങൾ ചോദ്യങ്ങളായി പുറത്തുവന്നു. അത് അവൻ സിമിത്തേരിയിൽ നിന്നും പോകുന്ന സമയമാണ് സാറേ. അതെന്തിനാ അവൻ രാത്രി നേരത്ത് സിമിത്തേരിയിൽ വരുന്നത്? അതെനിക്ക് കേട്ടറിവേയുള്ളൂ. അയാൾക്ക് ഇടയ്ക്ക് ഭാര്യയുടെ കല്ലറയുടെ അടുത്ത് വന്ന് കിടക്കുന്ന ഒരു സ്വഭാവമുണ്ടെന്ന്. അത് പറഞ്ഞപ്പോൾ ജേക്കബ് ബെന്നി ചേട്ടനെ ഒന്ന് നോക്കി. നോട്ടത്തിൽ പേടിച്ച ബെന്നി പരുങ്ങിക്കൊണ്ട് പറഞ്ഞു, അല്ല, ഇടവകക്കാരൊക്കെ അങ്ങനാ പറയുന്നത്. ആ. ജേക്കബ് ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ബെന്നിയുടെ തോളിൽ കൈയിട്ട് അല്പം മാറി നിന്നു. ഇങ്ങനെ പറഞ്ഞാ പോരാ. ആ വട്ടനെക്കുറിച്ച് ബെന്നിച്ചേട്ടന് അറിയാവുന്നതൊക്കെ വ്യക്തമായി പറയണം. ജേക്കബ് അല്പം പോലീസ് മുറയിൽ തന്നെ ചോദിച്ചു. അത് കേട്ടതും ഒന്ന് പരിങ്ങിയ ബെന്നിച്ചേട്ടൻ ഭ്രാന്തൻ വക്കച്ചനെക്കുറിച്ച് പറയാൻ തുടങ്ങി. വക്കച്ചൻ എന്നാ സാറേ അവന്റെ പേര്. പള്ളിവക അനാഥാലയത്തിലായിരുന്നു അവൻ വളർന്നത്. അനാഥാലയത്തിൽ തന്നെ ഒരു പെങ്കൊച്ചിനെ പ്രേമിച്ചു കെട്ടി. ഇവിടെ അടുത്തൊരു പള്ളിവക കെട്ടിടത്തിൽ തന്നെയായിരുന്നു അവരുടെ താമസവും. ഈ പള്ളിവക തോട്ടത്തിന്റെയും മറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവനായിരുന്നു. അവനും ആ പെങ്കൊച്ചും ഈ പള്ളിക്കും ഇടവകക്കാർക്കും വലിയ സഹായമായിരുന്നു. ആരെക്കൊണ്ടും ഒരു മോശം വാക്ക് പറയിപ്പിക്കാത്തവനായിരുന്നു സാറേ. അവർ രണ്ടുപേരും നല്ല ഭക്തിയുള്ളവരായിരുന്നു. പക്ഷേ അവന്റെ കെട്ടിയോക്ക് എന്തോ വലിയ ദീനം വന്നു. പിന്നെ അവൻ അതിന് കുറേ കാശ് ചെലവാക്കി നടന്നു. അവസാനം ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥനയും മറ്റുമായി പിന്നെയും കുറെ അവളെയും കൊണ്ട് നടന്നു. പിന്നെ ആരോ അവന് വേണ്ടാത്ത ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. സാത്താൻ സേവ. അത് കുറച്ച് പതിഞ്ഞ സ്വരത്തിലാണ് ബെന്നി പറഞ്ഞത്. ബെന്നി വീണ്ടും തുടർന്നു. സാത്താൻ സേവ നടത്തിയാൽ അവന്റെ കെട്ടിയോളുടെ ദീനം മാറുമെന്നായിരുന്നു അവന്റെ ധാരണ. രാത്രികാലങ്ങളിൽ അവൻ ഈ സിമിത്തേരിയിൽ വെച്ച് വരെ കർമ്മം ചെയ്തിട്ടുണ്ട് സാറേ. അത് കേട്ടതും ഉള്ളിലൊരു ഭയം തട്ടിയ പോലെ ജേക്കബ് ആ സിമിത്തേരി ആകെയൊന്ന് നോക്കി. സാറേ. ബെന്നിച്ചേട്ടന്റെ വിളി ജേക്കബിന്റെ നോട്ടത്തെ തട്ടിത്തെറിപ്പിച്ചു. ജേക്കബ് അതൊന്നും പുറത്തു കാണിക്കാതെ അയാളോട് പറഞ്ഞു, ആ, താൻ പറ. എന്തു പറയാനാ സാറേ. പള്ളിക്കാരും ഇടവകക്കാരും വിവരങ്ങളൊക്കെ അറിഞ്ഞു. ആകെ പ്രശ്നായി. പള്ളിക്കാര് അവനെയും ഭാര്യയും വിലക്കി. വീട് വിട്ടു പോകാനും പറഞ്ഞു. ഈ ഇടവകക്കാരും അവനെ സഹായിക്കാതെയായി. എന്നിട്ടും അവൻ സേവ നിർത്തിയില്ല. പക്ഷേ അധിക ദിവസം കഴിയും മുന്നേ അവന്റെ കെട്ടിയോളുടെ ദീനം കൂടി. 2 ദിവസം സർക്കാർ ആശുപത്രി കിടന്നു. പിന്നെ ചത്തു. അതോടെ അവൻ സാത്താൻ സേവയൊക്കെ നിർത്തി. പിന്നെ കുറച്ചുകാലം അവനെ ഇവിടെ ആരും കണ്ടിട്ടില്ല. സാത്താൻ സേവ നിർത്തിയതുകൊണ്ടാണോ അവന്റെ കെട്ടിയോൾ ചത്തോണ്ടാണോ എന്നറിയില്ല. പിന്നെ അവനെ കാണുമ്പോൾ അവന് നല്ല മുഴുത്ത വട്ട. ബെന്നി പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ജേക്കബിന്റെ ഉള്ളിൽ ആശയക്കുഴപ്പങ്ങൾ ഉടലെടുത്തു. കേട്ട കഥകളുടെ ഞെട്ടലിൽ നിന്നും രക്ഷപ്പെടാൻ എന്നോണം അവൻ ബെന്നിയോടായി ഒരു ചോദ്യം കൂടി ചോദിച്ചു. നിങ്ങൾ ആ സമയത്ത് ഇതിനു മുമ്പ് ആ വട്ടനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ഉണ്ട് സാറേ. വക്കച്ചന് വട്ടായേൽ പിന്നെ പലപ്പോഴും അവൻ ആ നേരത്ത് സിമിത്തേരിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. മുൻവശത്തൂടെ വഴിയുണ്ടെങ്കിലും ഞാൻ കാണുമ്പോഴൊക്കെ അവൻ സിമിത്തേരിയുടെ പിന്നിലെ കാടുപിടിച്ച വഴിയിലൂടെ കുന്നിറങ്ങിയാണ് പോകാറ്. അവൻ എപ്പോഴാ സിമിത്തേരിയിലേക്ക് വരുന്നതെന്ന് തനിക്കറിയോ? അതൊന്നും ഞാൻ കണ്ടിട്ടില്ല സാറേ. പാതിരാത്രിയാണ് അവന്റെ സിമിത്തേരി സന്ദർശനം എന്ന് മാത്രം അറിയാം. പാതിരാത്രി സിമിത്തേരിയിൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് താൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏയ് ഇല്ല സാറേ. ആ നേരത്ത് സിമിത്തേരിയിൽ പോവാനൊക്കെ എനിക്കിത്തിരി പേടിയാ സാറേ. അതിത്തിരി ശബ്ദം താഴ്ത്തിയാണ് ബെന്നിച്ചേട്ടൻ പറഞ്ഞത്. അയാളുടെ സംസാരം കേട്ട് ജേക്കബ് ചെറുതായൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കോൺസ്റ്റബിളിനെ നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ കോൺസ്റ്റബിൾ മൊഴി രേഖപ്പെടുത്തിയ ഫയൽ അവർക്ക് നേരെ നീട്ടി ഫയലിൽ 2 പേരുടെയും ഒപ്പ് വാങ്ങി. ഇനി ഈ പരിസരത്ത് ആരെയെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ ഉടൻ സ്റ്റേഷനിൽ അറിയിക്കണം. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും. ശരി സാറേ. എടോ, വേണ്ടതെല്ലാം എഴുതിയെടുത്തില്ലേ? ഉവ് സാർ. എന്നാ ഇവരെയും കൂട്ടി പൊക്കോ. ജേക്കബ് അവർക്ക് പോവാനുള്ള നിർദ്ദേശം കൊടുത്ത് വീണ്ടും ആ തണൽമരച്ചോട്ടിൽ അയാൾ ഒറ്റയ്ക്ക് നിന്നു. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ബെന്നിയും മകൻ ബിനോയിയും അവിടെ നിന്നും ആശ്വാസത്തിൽ നടന്നകന്നു. ഒപ്പം കയ്യിൽ മൊഴി രേഖപ്പെടുത്തിയ ഫയലുമായി കോൺസ്റ്റബിളും.
ബെന്നിച്ചേട്ടന്റെ വാക്കുകൾ ജേക്കബിന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. മനസ്സിൽ അയാളുടെ രൂപം തെളിഞ്ഞു വരും പോലെ തോന്നി. ചുറ്റും ഇരുട്ടു പരക്കുന്നു. അങ്ങകലെ സിമിത്തേരിയുടെ നടുവിലായി ഒരാൾ നിൽക്കുന്നു. അവിടെ തീ കൂട്ടിയതിന്റെ വെളിച്ചം മാത്രം. ആ വെളിച്ചത്തിലകലെ ഒരാളെ കാണുന്ന പോലെ. അകലെ നിന്ന് നോക്കുമ്പോൾ ആ ചുവന്ന വേട്ടത്തിൽ ഒരു ഇരുണ്ട രൂപം മാത്രം വ്യക്തമാകുന്നു. അട്ടഹസിക്കുകയും കൂവി വിളിക്കുകയും ചെയ്യുന്ന ഒരു ഇരുണ്ട രൂപം. ജേക്കബിന്റെ ഉള്ളിൽ അനാവശ്യ ചിന്തകൾ കടന്നുവരാൻ തുടങ്ങി. ജേക്കബ് സ്വയം നിയന്ത്രിച്ചു. അയാൾ ചിന്തകളിൽ നിന്നും ഉണർന്നു. ശരീരത്തിൽ അങ്ങിങ്ങായി വിയർപ്പ് തുള്ളികൾ മുട്ടിട്ടിരിക്കുന്നു. പോക്കറ്റിൽ നിന്നും ടവലെടുത്ത് വിയർപ്പ് തുടച്ചപ്പോഴും അവന്റെ ചിന്തകൾ അനുസരണക്കേട് കാട്ടി. അവനെ തനിച്ചാക്കി ചിന്തകൾ പലയിടത്തുകൂടി പരക്കം പാഞ്ഞു. ഇനി അയാൾ ആ ഭ്രാന്തനാകുമോ? ഇത്രയും നാൾ തേടി നടന്ന പ്രതി. ഈ ശവഭോഗങ്ങളൊക്കെയും അയാളുടെ സാത്താൻ സേവയുടെ ഭാഗമാകുമോ? അല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ ആ സമയത്ത് ആ ഭ്രാന്തൻ ഇവിടെ എന്തിനു വരുന്നു? നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന ഭ്രാന്തൻ വക്കച്ചനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ജേക്കബിന് ജിജ്ഞാസ തോന്നി. എന്തായാലും അയാളെ ഒന്ന് തേടിപ്പിടിക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. സർ, വിളികേട്ട് തിരിഞ്ഞു നോക്കിയതും ജേക്കബ് കണ്ടത് തന്നെ വിളിച്ചുകൊണ്ട് ഓടിവരുന്ന ഗിരീഷിനെയാണ്. എന്താടോ? ആകാംക്ഷ നിറഞ്ഞ ചോദ്യമായിരുന്നു അത്. സർ, ഒന്നിങ്ങ് വന്നേ. ഗിരീഷിന്റെ കിതച്ചുകൊണ്ടുള്ള സംസാരത്തിൽ നിന്നും ഒന്നും പിടികിട്ടാതെ ജേക്കബ് ഗിരീഷിനൊപ്പം കല്ലറയുടെ അടുത്തേക്ക് പാഞ്ഞു. കോൺക്രീറ്റ് കുരിശുകളെയും കല്ലറയും പിന്നിലാക്കി ചെറിയ പച്ചപ്പുല്ലുകൾ ചവിട്ടിയരച്ച് അവർ ത്രേസ്യാമ്മയുടെ കല്ലറയ്ക്ക് അടുത്തെത്തി. പരിശോധനകൾ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാനായി ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ അവിടെ കല്ലറയ്ക്കടുത്തായി നിൽക്കുന്നു. ജേക്കബും ഗിരീഷും അവർക്കടുത്ത് കിതച്ചുകൊണ്ട് നിന്നു. സാർ, കല്ലറയിൽ വിരലടയാളം കാണാനുണ്ട്. അതും പലയിടങ്ങളിലായി. തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് അവ കാണപ്പെടുന്നത്. ഫോറൻസിക് ഉദ്യോഗസ്ഥരാണ് അത് പറഞ്ഞത്. അത് കേട്ടതും ജേക്കബിന്റെ ഉള്ളിൽ പിന്നെയും സംശയങ്ങൾ മുളപൊട്ടി. ഇനിയൊരു പക്ഷേ ആ വട്ടൻ തന്നെയാകുമോ നമ്മൾ തേടുന്ന കഴുകൻ? അങ്ങനെയെങ്കിൽ മറ്റുള്ള കല്ലറകളിലൊന്നും ഉണ്ടാവാത്ത വിരലടയാളങ്ങൾ ഈ കല്ലറയിൽ എങ്ങനെ വന്നു? ഇതുവരെ പിഴവുകൾ സംഭവിക്കാത്ത അവന് ഇവിടെ പിഴച്ചതാണോ? അതോ നമ്മളെ വട്ടം കറക്കാനുള്ള അവന്റെ കളിയാണോ ഇത്? ഇത് ചെകുത്താന്റെ വിരലടയാളമാണോ അതോ ദൈവത്തിന്റെ കയ്യൊപ്പോ? അവന് പെട്ടെന്നൊരു നിഗമനത്തിലെത്താൻ സാധിച്ചില്ല. സർ, ഇപ്പോൾ ആവശ്യത്തിന് തെളിവായില്ലേ? ഇനി ആ കഴുകനെ പൂട്ടാൻ എളുപ്പമായിരിക്കും. ഒരുപാട് നാളായി കഷ്ടപ്പെട്ടിട്ടും കിട്ടാതിരുന്ന തെളിവുകൾ കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു ഗിരീഷിന്റെ ആ വാക്കുകൾക്ക്. അത് കേട്ടപ്പോൾ ഒരു ചെറിയ നിശബ്ദതയ്ക്ക് ശേഷം ഒന്ന് ആലോചിച്ചിട്ടെന്ന പോലെ ജേക്കബ് പറഞ്ഞു. അതൊക്കെ ഉറപ്പിക്കാൻ വരട്ടെ. ഇതിന്റെ സാമ്പിളെല്ലാം എടുത്തില്ലേ? ഉവ് സർ, ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഉം. ജേക്കബ് നീട്ടിയൊന്ന് മൂളി. പിന്നെ എന്തോ ആലോചിക്കുന്ന പോലെ കല്ലറയിലേക്ക് നോക്കി നിന്നു. ജേക്കബിന്റെ മനസ്സിൽ മറ്റെന്തെല്ലാമോ ആയിരുന്നു. ഒരു നൂല് പൊട്ടിയ പട്ടം പോലെ അവന്റെ മനസ്സ് പാറി നടന്നു. അവർ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. ജേക്കബ് ഡിവൈഎസ്പിയെ കാണാൻ മുറിയിലേക്ക് കയറി. ആ, കേറി വാടോ. എന്താണ് പുതിയ കല്ലറയുടെ അവസ്ഥ? വല്ല തുമ്പുമുണ്ടോ? വാതിക്കൽ നിന്ന് അകത്തേക്ക് കയറാൻ അനുവാദം ചോദിച്ച ജേക്കബിനെ കണ്ടതും ഡിവൈഎസ്പി മനോജ് സൗഹൃദ ഭാഷ്യത്തോടെ അനുവാദം നൽകി. രാവിലെ ചൂടായി ഇറങ്ങിപ്പോവാൻ പറഞ്ഞയാൾ വൈകുന്നേരം സൗമ്യമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ജേക്കബ് അത്ഭുതപ്പെട്ടുപോയി. പക്ഷേ അതൊന്നും പുറത്തു കാണിക്കാതെ ജേക്കബ് അകത്തേക്ക് കയറി. അപ്പോൾ തന്നെ മനോജ് കസേരയിൽ ഇരിക്കാനായി തലകൊണ്ട് ആംഗ്യം കാണിച്ചു. കസേരയിൽ ഇരിക്കുന്നതിനോടൊപ്പം തന്നെ ജേക്കബ് പറഞ്ഞു, സർ, ഇന്നത്തെ കല്ലറയിൽ നിന്നും നമുക്ക് സംശയിക്കത്തക്ക വിധത്തിൽ കുറച്ച് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഓ, ഗുഡ് ന്യൂസ്. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട് സർ. അത് ശരിയാണെങ്കിൽ കേസ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ജേക്കബ് അല്പം കനത്തിലാണ് മനോജിനോട് സംസാരിച്ചത്. സംസാരത്തിലെ വ്യത്യാസം തിരിച്ചറിഞ്ഞ മനോജ് ജേക്കബിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. എന്താടോ ശബ്ദത്തിനൊരു കനം? രാവിലെ ഞാൻ ചൂടായതുകൊണ്ടാണോ? ഏയ്, അങ്ങനെയൊന്നുമല്ല സർ. ജേക്കബ് ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. എനിക്കറിയാടോ തന്റെ അവസ്ഥ. പിന്നെ
തനിക്ക് എന്റെ തെറി മാത്രം കേട്ടാൽ പോരെ? എനിക്ക് മോളീന്ന് പലരുടെയും തെറി കേൾക്കണം. ആ ഒരു അവസ്ഥയിൽ അറിയാതെ പറഞ്ഞു പോകുന്നതാടോ. വിട്ടുകളാ. ഏയ്, അതൊന്നും സാരമില്ല സാർ. അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു. മനോജിന്റെ സൗമ്യമായ സംഭാഷണം കേട്ടപ്പോഴേ ജേക്കബ് മനസ്സിൽ നിന്നും രാവിലെ നടന്നതെല്ലാം മായ്ച്ചു കളഞ്ഞിരുന്നു. പിന്നീട് അന്നേ ദിവസം ത്രേസ്യാമ്മയുടെ കല്ലറയിലെയും ആ സിമിത്തേരിയിലെയും കണ്ടതും അറിഞ്ഞതുമായ മുഴുവൻ കാര്യങ്ങളും, അതോടൊപ്പം അയാളുടെ നിഗമനങ്ങളും കണ്ടെത്തലുകളും എല്ലാം വിശദമായി മനോജിനോട് പറഞ്ഞു. ജേക്കബിന്റെ കുഴപ്പം പിടിച്ച കണ്ടെത്തലുകളും സംശയവും കൂടി ആയപ്പോൾ മനോജിനും തല പെരുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മനോജ് കോൺസ്റ്റബിളിനോട് കൊണ്ടുവരാൻ പറഞ്ഞ 2 ചായയും മേശപ്പുറത്തെത്തിയിരുന്നു. എടോ, താൻ എന്താടോ ഈ പറയുന്നേ? ഇതുവരെ ശവത്തിന്റെ കാര്യത്തിൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു. ഇനിയിപ്പോ കൊലപാതകത്തിനും കൂടി സമാധാനം പറയേണ്ടി വരുമല്ലോ. ശവശരീരത്തിന് പോലും സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഈ പോലീസ് എങ്ങനെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്നാണ് ഇപ്പോൾ തന്നെ എല്ലാവരുടെയും ചോദ്യം. ഇനി ഇതെങ്ങാനും കൊലപാതകമാണെന്ന് വന്നാൽ അതോടെ എല്ലാം തികഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അല്പം ഭയത്തോടെ തന്നെ മനോജ് പറഞ്ഞു. അല്ല, ഏതാടോ ആ പെൺകുട്ടി? വല്ല വിവരവും കിട്ടിയോ? ഇല്ല സാർ, അന്വേഷിക്കുന്നുണ്ട്. ഉം. മനോജ് അല്പം ആശങ്കയിലൊന്ന് നീട്ടിമൂളി. പക്ഷേ ഇതെല്ലാം മനോജ് സമാധാനത്തിൽ കേട്ടതിന്റെ ആശ്വാസത്തിലായിരുന്നു ജേക്കബ്. എടോ ജേക്കബേ, ഇന്ന് SP വിളിപ്പിച്ചിരുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കേസ് തന്നെ തീർക്കാനുള്ള സമയം നമുക്കില്ല. കൊലക്കേസും പീഡനക്കേസും തന്നെ ഇവിടെ പെൻഡിംഗ് ആണ്. പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ശവത്തെ മാത്രം ഉപയോഗിക്കുന്ന ആ നെക്രോഫീലിയാക്കിന്റെയൊക്കെ പിന്നാലെ പോയാൽ ഒരു കാര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് ശവം തോണ്ടുന്നവന്റെയൊക്കെ പിന്നാലെയൊന്നും പായാൻ നിൽക്കണ്ട എന്നാണ് SP പറയുന്നത്. അതെന്താ സാർ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം? മുന്നേ പറഞ്ഞത് ഇങ്ങനെയൊന്നുമല്ലല്ലോ. ജേക്കബിന്റെ സ്വരത്തിൽ സംശയം കലർന്നു. അതെന്താന്ന് അങ്ങേരോട് തന്നെ ചോദിക്കണം. അത് പറഞ്ഞ് മനോജ് കൈമലർത്തി. പിന്നെ ഒരു കവിൾ ചായ കൂടി കുടിച്ചിറക്കിയിട്ട് പറഞ്ഞു. നമുക്ക് ഒരു അവസാന അവസരമെന്ന നിലയിൽ കിട്ടിയിരിക്കുന്നത് 7 ദിവസമാണ്. അതായത് ഇനിയൊരു കല്ലറ കൂടി തുറക്കുന്നതിന് മുന്നേ തന്നെ ആ നെക്രോഫീലിയാക്കിനെ പിടിച്ചിരിക്കണം. ഇന്ന് ഞായർ. അടുത്ത ഞായറാഴ്ച ഈ കേസ് ക്ലോസ് ചെയ്തിരിക്കണം. ഈ കേസിലെ ഇരകൾ മരിച്ചവരായതുകൊണ്ടും ചൂഷണം ചെയ്യപ്പെട്ടത് വെറും ശവശരീരങ്ങൾ ആയതുകൊണ്ടും പത്രക്കാർക്കും പരാതിക്കാർക്കും വലിയ ഉഷാറൊന്നുമില്ല. അപ്പോ പിന്നെ ആർക്കും വലിയ താല്പര്യമില്ലാത്ത ഈ കേസ് പതുക്കെ നമ്മളങ്ങ് മൂടിവെക്കും. നമ്മളത്ര പബ്ലിസിറ്റി കൊടുത്തില്ലേൽ പിന്നെ ഈ കേസിനെക്കുറിച്ചും വിവരമൊന്നും ആരും അറിയില്ലടോ. ആർക്കാ കല്ലറ കുത്തി തുറക്കാനും ചത്തവരുടെ കാര്യങ്ങൾ നോക്കാനും നേരം? എന്താടോ ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലായി സർ. പതിവ് പോലീസ് നയം അല്ലേ? ജേക്കബിന്റെ സംസാരത്തിൽ നീരസം കലർന്നതും മനോജ് അനുനയിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. എടോ, താനിങ്ങനെ ഡെസ്പാവല്ലേ. എനിക്കറിയാം കുറച്ച് സമയമെടുത്താലും താൻ ആ കഴുകനെ പിടിക്കുമെന്ന്. അതുകൊണ്ടാണ് ഈ 7 ദിവസമെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് ചോദിച്ചു വാങ്ങിയത്. അല്ലേൽ ഇന്ന് തന്നെ കേസന്വേഷണം നിർത്തിക്കോളാൻ മോളീന്ന് ഉത്തരവ് വന്നേനെ. ഇനി നമ്മുടെ മുന്നിൽ ആകെ 7 ദിവസമേയുള്ളൂ. അതിൽ ഒരു വെള്ളിയാഴ്ചയും. ഈ 7 ദിവസത്തിനുള്ളിൽ കേസ് തെളിയിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. മതി സർ, എനിക്ക് ഈ ഒരാഴ്ച മതി. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഞാൻ ആ കഴുകനെ കണ്ടുപിടിക്കും. ഞാൻ മുൻപ് പല കേസുകളും അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കേസ്. അതിന്റെ ഒരു പ്രശ്നമുണ്ടെന്നേയുള്ളൂ. പക്ഷേ ഞാൻ അവനെ പൂട്ടും സാർ. അതും പറഞ്ഞുകൊണ്ട് ജേക്കബ് കയ്യിലിരുന്ന ചായ ഗ്ലാസ്സിലെ ചൂടാറിയ ചായ ഒറ്റവലിക്ക് അകത്താക്കി. അല്ല, തനിക്ക് സംശയത്തിന്റെ നിഴൽ കൂട്ടിലിടാനെങ്കിലും ആരെങ്കിലും കിട്ടിയോ? ജേക്കബിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അല്പം ആകാംക്ഷയോടെ തന്നെ മനോജ് അത് ചോദിച്ചു. സംശയിക്കാനാണെങ്കിൽ ഒരുത്തനുണ്ട് സർ, ഒരു കിഴവൻ. പക്ഷേ അയാളെ കൊണ്ട് ഒരിക്കലും ഇതൊന്നും ഇത്ര സൂക്ഷ്മമായി തെളിവൊന്നും അവശേഷിപ്പിക്കാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അതെനിക്ക് ഉറപ്പാ. എന്നാ പിന്നെ എന്തേലും പുതിയ വിവരം കിട്ടിയാൽ അറിയിക്ക്. യെസ് സർ. അതും പറഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു സല്യൂട്ട് അടിച്ച് ജേക്കബ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. രാത്രിയുടെ നിഴൽ വീണ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ നിന്നുകൊണ്ട് ജേക്കബ് മനസ്സിൽ പലതും കുറിച്ചിട്ടു. വരാന്തയിലെ ട്യൂബിലെ മങ്ങിയ വെളിച്ചത്തിൽ
ജേക്കബിന്റെ ആത്മവിശ്വാസത്തിനും മങ്ങലേറ്റ പോലെ കാണപ്പെട്ടു. അവിടെ നിന്നും ജേക്കബ് നേരെ പോയത് ജനറൽ ആശുപത്രിയിലേക്കാണ്. അവിടെ ആശുപത്രിയുടെ പുറത്ത് ജേക്കബിന്റെ വരവും കാത്ത് ഗിരീഷ് നിൽപ്പുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ ജേക്കബിനെ കണ്ടതും ഗിരീഷ് അടുത്തേക്കെത്തി. എന്തായി ഗിരീഷേ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? ഇല്ല സാർ, കുറച്ചുകൂടി സമയമെടുക്കും. സമയം ഇരവിഴുങ്ങിയ പാമ്പിനെ പോലെയാണ് നീങ്ങുന്നതെന്ന് ജേക്കബിന് തോന്നി. എങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്ത സർജനെ കാണാൻ ജേക്കബും ഗിരീഷും കാത്തുനിന്നു. സാർ, കൃത്യമായ തെളിവൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് കിട്ടിയ തെളിവിൽ നിന്നും അവനെ പിടിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടും. ഗിരീഷ് ഒരു പ്രാർത്ഥന പോലെയാണ് അത് പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞാണെങ്കിലും കാത്തിരിപ്പിന് വിരാമമിട്ട് സർജൻ പുറത്തേക്ക് വന്നു. ചോദ്യങ്ങളും തലയിൽ ചുമന്ന് ജേക്കബ് ഡോക്ടറുടെ അടുത്തെത്തി. തൊട്ടു പിന്നാലെയായി ഗിരീഷും. ഈ ഡോക്ടർ തന്നെയാണ് കഴിഞ്ഞ 5 ബോഡികളും പോസ്റ്റ്മോർട്ടം ചെയ്തത്. അതിനാൽ മറ്റു മുഖവുരകളൊന്നും വേണ്ടി വന്നില്ല. അവരുടെ വരവ് എന്തിനെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവർ വരുന്നത് ഒരേ ആവശ്യത്തിനായിരുന്നു. കൈ സാനിറ്റൈസർ കൊണ്ട് വൃത്തിയാക്കി ഡോക്ടർ കുശലം ചോദിച്ചു. ഹായ് ജേക്കബ്, വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നും ഓർക്കും നിങ്ങളിനി എന്നാണാവോ അടുത്ത ബോഡിയുമായി വരുന്നതെന്ന്. ഓ, ഡോക്ടർക്ക് ബോഡി വരാത്തതുകൊണ്ട്. ഞങ്ങളോ ഈ ശവങ്ങൾ കാരണം കുടുങ്ങിയിരിക്കുന്നു. മറുപടി പറഞ്ഞത് ഗിരീഷാണ്. ഗിരീഷിന്റെ മറുപടി കേട്ടതും അതിന് ഡോക്ടർ നല്ലൊരു ചിരിയും പാസാക്കി. പക്ഷേ വിവരങ്ങൾ അറിയാനുള്ള ധൃതിയായിരുന്നു ജേക്കബിന്. അവൻ മറ്റു കുശലാന്വേഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ ചോദിച്ചു. പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളില്ലാതെ ഡോക്ടർ പറഞ്ഞു. താൻ പേടിക്കുന്ന പോലെ ഒന്നുമില്ലടോ. ആ പെൺകുട്ടിയുടേത് കൊലപാതകമാകാൻ സാധ്യതയില്ല. അതെന്താ ഡോക്ടർ? ഗിരീഷ് ആശ്ചര്യത്തോടെ ചോദിച്ചു. പിടിവലിയോ മറ്റു ബലപ്രയോഗങ്ങളോ നടന്നതിന്റെ പാടുകളൊന്നും ശരീരത്തിലില്ല. കൂടാതെ ബോധം കെടുത്തുന്ന വസ്തുക്കളുടെ സാന്നിധ്യവുമില്ല. അപ്പോൾ കഴുത്തിൽ കണ്ട പാട്? ഡോക്ടറുടെ നിഗമനം കേട്ടതും ജേക്കബ് ചോദിച്ചു. യെസ്, അത് കയർ മുറുകിയപ്പോൾ ഉണ്ടായ പാട് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഇതൊരു കൊലപാതകം ആവണമെന്നുണ്ടോ? ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് സ്വബോധത്തിലിരിക്കെ മരിക്കാൻ, അതായത് വ്യക്തമായി പറഞ്ഞാൽ ആത്മഹത്യക്ക് ആ പെൺകുട്ടി സ്വയം തീരുമാനിച്ച പോലെയാണ്. ജേക്കബിന് അത് കേട്ടപ്പോഴേക്കും പാതി ആശ്വാസമായി. കണക്കുകൂട്ടലുകൾ പിഴച്ചെന്ന് കരുതി ഭയന്ന ജേക്കബിനും ഗിരീഷിനും അത് ആശ്വാസമേകി. പിടിവിട്ടു പോയെന്ന് കരുതിയ കേസ് വീണ്ടും കൈപ്പിടിയിൽ വന്നൊതുങ്ങുന്നത് ആശ്ചര്യത്തോടെ ജേക്കബ് അനുഭവിച്ചറിഞ്ഞു. എങ്കിലും അതൊന്നുകൂടി ഉറപ്പാക്കണമെന്നോണം വീണ്ടും ചോദിച്ചു. അപ്പോ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇതൊരു ആത്മഹത്യയാണെന്നാണോ? ആവാം, ആവാതിരിക്കാം. പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് 95% ഇതൊരു ആത്മഹത്യ ആവാനാണ് സാധ്യത എന്നാണ്. ഓ, ജേക്കബ് ഒരു ആശ്വാസം നിറഞ്ഞ ദീർഘനിശ്വാസം വിട്ടു. അപ്പോഴേക്കും ഗിരീഷ് തന്റെ ഉള്ളിലെ സംശയം പ്രകടിപ്പിച്ചു. അല്ല ഡോക്ടർ, ഒരാൾ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ചോ ആത്മഹത്യ ചെയ്യിപ്പിച്ചതാണെങ്കിലോ? അതെന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ കണ്ടെത്തേണ്ടത് നിങ്ങളല്ലേ. ഓ, സോറി. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. ഗിരീഷ് തന്റെ സംശയം മടികൂടാതെ ചോദിച്ചത് ജേക്കബിന്റെ മനസ്സിലെ ആശ്വാസത്തിന്റെ തിരിനാളം ഊതിക്കെടുത്തിക്കൊണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞതും ജേക്കബ് അടുത്തു നിൽക്കുന്ന ഗിരീഷിനെ ഒന്ന് നോക്കി. ആ സമയം ഡോക്ടർ തുടർന്നു. അല്ല, വേണമെങ്കിൽ അങ്ങനെയും ആവാം. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഡോക്ടർ, അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ? ജേക്കബ് സ്വയം സമാധാനിക്കാൻ എന്നോണം മറ്റു വിവരങ്ങൾ ചോദിച്ചു. അതൊക്കെ പഴയതുപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. മരണശേഷം ശരീരം ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു ശവശരീരങ്ങളിൽ കണ്ട പോലുള്ള പാടുകളും മറ്റും ശരീരത്തിൽ അവിടെ ഇവിടെയായി കാണാനുമുണ്ട്. പിന്നെ കീഴ്ചുണ്ട് കടിച്ച് പൊട്ടിച്ചതല്ലാതെ പുതുതായി പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിശദമായി അറിയണമെങ്കിൽ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കണം. ഓക്കെ ഡോക്ടർ, ഇന്ന് തന്നെ ഇത്രയും വിവരങ്ങൾ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഡോക്ടറെ പിന്നെ വന്ന് കണ്ടോളാം. എന്റെ കണ്ടെത്തലുകൾ ശരിയാണ്. കഴുകനൊരിക്കലും കൊന്നു തിന്നില്ല.
ശവം കൊത്തി തിന്നുകയുള്ളൂ. ജേക്കബ് ചെറിയ സന്തോഷത്തോടെ തന്നെ ഉള്ളിൽ പറഞ്ഞു. കഴുകനെക്കുറിച്ചുള്ള തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാത്തത് ജേക്കബിൽ ആത്മവിശ്വാസം നിറച്ചു. ഇതിലൂടെ കല്ലറയിൽ നിന്നും ഉയർന്ന സംശയങ്ങളിൽ പലതും കല്ലറയിലേക്ക് തന്നെ മടങ്ങി. എങ്കിലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പിന്നെയും അവശേഷിച്ചു. ഇത് ആത്മഹത്യയാണെങ്കിൽ കല്ലറയിൽ എങ്ങനെയാണ് ശവശരീരം എത്തിയത്? ഈ പെൺകുട്ടി എവിടെ വെച്ചാകും ആത്മഹത്യ ചെയ്തത്? ഇതിന്റെ പ്രേരണ എന്താകും? ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ ആ കഴുകന് പങ്കുണ്ടാവുമോ? തലയിൽ തിരതല്ലുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ജേക്കബും ഗിരീഷും യാത്ര പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും ഡോക്ടർ എന്തോ ഓർമ്മ വന്ന പോലെ ജേക്കബിനെ വിളിച്ചു. ജേക്കബ്, ഒരു മിനിറ്റ്. പോകാൻ രണ്ടടി വെച്ച ജേക്കബ് വിളി കേട്ട് പുറകിലേക്ക് തിരിഞ്ഞപ്പോൾ ഡോക്ടർ അടുത്തേക്ക് വന്നു പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് കേട്ടതും ജേക്കബിന്റെയും ഗിരീഷിന്റെയും മുഖത്ത് ആശങ്ക നിഴലിച്ചു. അതിനുള്ള മറുപടി എന്ന പോലെ ഡോക്ടർ തുടർന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുവരെയുള്ള 6 ബോഡികളുടെയും പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താണ് ഡോക്ടർ? ഗിരീഷ് അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു. അത് കേൾക്കാനായി ജേക്കബും കാതു കൂർപ്പിച്ചു. അത്ര വലിയ കണ്ടുപിടുത്തമൊന്നും അല്ലെങ്കിലും ആ പ്രതിയുടെ കുറ്റകൃത്യങ്ങളിലെല്ലാം ഒരു ചെറിയ സാമ്യം. അവൻ ഉപയോഗിച്ച ഒരു ശവശരീരവും വിർജിൻ ആയിരുന്നില്ല. അതായത് മരണത്തിന് മുമ്പ് ഏതെങ്കിലും പുരുഷനുമായി ഒന്നോ അതിൽ കൂടുതലോ തവണയോ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട സ്ത്രീ ശരീരം മാത്രമേ അവൻ ഇതുവരെയും ഭോഗിച്ചിട്ടുള്ളൂ. അവൻ ഇത്തരം സ്ത്രീകളെ മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണോ അതോ യാദൃശ്ചികമായി സംഭവിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു കണ്ടെത്തൽ പറഞ്ഞെന്ന് മാത്രം. ഡോക്ടർ പറഞ്ഞു നിർത്തിയിടത്തു നിന്നും ജേക്കബ് ചിന്തിച്ചു തുടങ്ങി. ആശുപത്രിയിൽ നിന്നും പോകുന്ന വഴി റോഡരികിലെ ഒരു തട്ടുകടയുടെ മുന്നിൽ തിരക്കിൽ നിന്നും മാറി മുന്നോട്ട് വണ്ടി നിർത്തി. പോലീസ് ജീപ്പിന്റെ മുന്നിൽ ചാരി നിന്നുകൊണ്ട് ജേക്കബ് ഒന്ന് ചിന്തിച്ചു. ശരിയാണ്, ഇതുവരെ കണ്ടെത്തിയ ഒരു മൃതദേഹവും വെർജിൻ ആയിരുന്നില്ല. ഇപ്പോഴിതാ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയും. അവളും മരണത്തിനു മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ യാദൃശ്ചികമായി സംഭവിക്കുമോ? ജേക്കബിന്റെ തല പെരുത്തു തുടങ്ങിയിരുന്നു. ഇന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ അവന്റെ ചിന്തകളിലൂടെ മിന്നിമറഞ്ഞു. മൊത്തത്തിലൊരു ദുശകുനം പിടിച്ച ദിവസം തന്നെ. കാലത്ത് ആ മുഖമില്ലാത്ത കഴുകന്റെ രൂപം സ്വപ്നത്തിൽ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ കഷ്ടപ്പാടാണ്. പിന്നെ അങ്ങോട്ട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. ത്രേസ്യാമ്മയുടെ കല്ലറയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ അജ്ഞാത ശവശരീരം കിട്ടുന്നു. അതിനു പുറമെ അത് കൊലപാതകമാണെന്ന് കൂടിയൊരു സംശയവും. ഒപ്പം ആരുടേതെന്നറിയാത്ത ഒരു 3 മുടിനാരികളും. ഭ്രാന്തൻ വക്കച്ചനെക്കുറിച്ചും സാത്താൻ സേവയെക്കുറിച്ചും കൂടി ആയപ്പോൾ ഒരു ദിവസത്തെ പൈശാചികമാക്കാൻ വേണ്ടതെല്ലാമായി. എങ്കിലും വിരലടയാളങ്ങളും മുടിനാരികളും അടക്കം കിട്ടിയ തെളിവുകളൊന്നും ഒട്ടും ചെറുതല്ലതാനും. മനോജ് സാറിന്റെ സ്നേഹസംഭാഷണത്തിൽ പൊതിഞ്ഞ അവസാന തീരുമാനങ്ങളും. ഒടുവിൽ ഇനിയുള്ള 7 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ നിർത്തുകയോ വേണമെന്ന മേലുദ്യോഗസ്ഥരുടെ ഉത്തരവും കൂടിയായപ്പോൾ ഒരു ദിവസം പൂർത്തിയായി. എന്തായാലും കൊലപാതകമാണെന്ന് പേടിച്ചത് ആത്മഹത്യയാണെന്ന് ഉറപ്പായത് നല്ല സൂചനയാണെന്ന് ജേക്കബിന് തോന്നി. മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ദിവസങ്ങളായി. കേസ് ഇത്രയും ആയപ്പോൾ തന്നെ ഒരു വഴിക്കായെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും? 7 ദിവസം കൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണം പോലും. ഈ 7 ദിവസം കൊണ്ട് ആ കഴുകനെ പിടിക്കാൻ പറ്റുമോ? ആകാശത്തൊളിച്ചിരിക്കുന്ന അവനൊന്ന് ഭൂമിയിൽ ഇറങ്ങിയിട്ട് വേണ്ടേ പിടിക്കാൻ? അവനാണെങ്കിൽ വെള്ളിയാഴ്ച മാത്രമേ നിലത്ത് കാലുകുത്തുള്ളൂ. ഞാനിനി എന്തു ചെയ്യാനാണ് എൻ്റെ കർത്താവേ? ജേക്കബ് വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ മനസ്സിൽ ചിലത് കണക്കുകൂട്ടി. സാർ, ചായ. ചായ വാങ്ങാൻ പോയ ഗിരീഷ് കുറച്ച് സമയമെടുത്താണ് തിരിച്ചു വന്നത്. ആ, എത്ര നേരായടോ? സാർ, ചായ വാങ്ങാൻ പോയപ്പോൾ ആ സ്റ്റേഷൻ എസ് ഐ വിളിച്ചിരുന്നു. എന്നിട്ട്? ജേക്കബ് ചായ കുടിച്ചിറക്കിക്കൊണ്ട് ചോദിച്ചു. മരിച്ച പെൺകുട്ടിയുടെ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അയാളുടെ സ്റ്റേഷൻ പരിധിയിൽ തന്നെയാണ്. ബോഡി അങ്ങനെ കണ്ടതുകൊണ്ടാണ് മനസ്സിലാകാഞ്ഞത് എന്നാണ് അയാൾ പറയുന്നത്. അത് പറഞ്ഞു നിർത്തിയ ഗിരീഷ് കുറച്ചു ചായ കുടിച്ചിറക്കിയ ശേഷം വീണ്ടും തുടർന്നു. സർ, പേര് ദേവിക, 21 വയസ്സ്, നേഴ്സിംഗ് വിദ്യാർത്ഥിനി. സിറ്റിയോടടുത്ത് തന്നെയാണ് വീട്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഒറ്റ മോളാണ് സർ. വേറെ വിവരങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ച അവർ ഒരു പരാതി കൊടുത്തിരുന്നു. മകൾ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് വീട് വിട്ടു പോയെന്ന്.
ആ മിസ്സിംഗ് കേസുമായി ഒത്തുനോക്കിയപ്പോഴാണ് പോലീസുകാർക്ക് കാര്യങ്ങൾ പിടികിട്ടിയത്. എന്നാൽ നാളെ രാവിലെ തന്നെ നമുക്ക് ദേവികയുടെ വീട് വരെ ഒന്ന് പോണം. ജേക്കബ് ചായ കുടിച്ചു തീർത്തുകൊണ്ട് ഗിരീഷിനോട് പറഞ്ഞു. രാവിലെ നേരം വെളുത്തപ്പോൾ ജേക്കബ് ധൃതിയിലെല്ലാം ചെയ്തു തീർത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി. ഗിരീഷാണ് വണ്ടിയുമായി വന്ന് ജേക്കബിനെ കൂട്ടിക്കൊണ്ടു പോയത്. വണ്ടിയിൽ പോകുമ്പോൾ ജേക്കബ് ഒന്നുകൂടി കണക്ക് കൂട്ടി. ഡോക്ടർ പറഞ്ഞ പോലെ വെർജിൻ അല്ലാത്ത പെൺകുട്ടിയുടെ ശവം മാത്രമേ അവൻ ഉപയോഗിക്കൂ എന്ന നിഗമനത്തോടൊപ്പം അവൻ ജാതി, മതം എന്നിവ നോക്കാതെയാണ് ശവങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുകൂടി ജേക്കബ് മനസ്സിൽ കുറിച്ചിട്ടു. യാത്രയിൽ ജേക്കബും ഗിരീഷും അധികമൊന്നും സംസാരിച്ചില്ല. മനസ്സ് മുഴുവൻ കഴുകൻ പറന്ന വഴികളിലൂടെ ഓടുകയായിരുന്നു. അവർ നേരെ സ്റ്റേഷനിൽ പോയി കേസ് ഫയലും വാങ്ങി ആ വഴി ദേവികയുടെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് പോകും വഴി ജേക്കബ് ഫയലും അവിടെ നിന്നും കിട്ടിയ മറ്റെവിഡൻസും ഒന്നുകൂടി പരിശോധിച്ചു. എന്തോ ഭാഗ്യത്തിന് ആ SI ഈ കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിൽ കൊലക്കയർ കെട്ടി ഒരു ആത്മഹത്യാക്കുറിപ്പും എഴുതിവെച്ചാണ് ദേവിക വീട് വിട്ടു പോയത്. അങ്ങനെ പോവേണ്ട ആവശ്യമുണ്ടോ? വീട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്യാമായിരുന്നല്ലോ. അതിനുള്ള തയ്യാറെടുപ്പും നടത്തിയതാണ്. പിന്നെ എന്തിന് അവൾ വീട് വിട്ടു പോയി? ഇത്തവണ ജേക്കബ് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയല്ല ചെയ്തത്. പകരം സ്റ്റേഷനിൽ നിന്നും ദേവികയുടെ വീട് വരെയുള്ള യാത്രയിൽ ഉടനീളം ഗിരീഷിനോട് ജേക്കബ് ചോദ്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഒക്കെ കേട്ടിരുന്നെങ്കിലും ജേക്കബിനെ പോലെ തന്നെ ഗിരീഷിന്റെ കയ്യിലും പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അവൾ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നിന്നും ഒരുപക്ഷെ ആ കഴുകൻ ദേവികയുടെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയതാവാനാണ് സാധ്യത. ഗിരീഷിനോട് ഇത്രയും പറഞ്ഞ് ആത്മഹത്യാക്കുറിപ്പ് വായിക്കാനെടുത്തപ്പോഴേക്കും വണ്ടി ദേവികയുടെ വീടിന്റെ മുറ്റത്ത് ചെന്ന് കയറി. അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവിടെ ആകെയൊന്ന് നിരീക്ഷിച്ചു. അത്ര വലിയ വീടല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ചെറിയ ഓടുവീട്. മുറ്റത്തിനരികിൽ ചെറിയൊരു പൂന്തോട്ടം കാണാനുണ്ട്. ആ മുറ്റത്താകെ ഒരു വണ്ടിയിടാനുള്ള സൗകര്യമേയുള്ളൂ. പോലീസ് ജീപ്പ് ചെന്നു കയറിയപ്പോഴേക്കും അവിടെ നിറഞ്ഞു കവിഞ്ഞു. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും അകത്തുനിന്നും ദേവികയുടെ അച്ഛനും അമ്മയും ഇറങ്ങി വന്നു. മധ്യവയസ്കരായ ദമ്പതികൾ. അവരുടെ മുഖം ആകെ വിഷാദത്തിൽ മുങ്ങിയിരിക്കുന്നു. ദിവസങ്ങളായി കാണാതിരുന്ന മകൾ മരിച്ചെന്ന് അറിഞ്ഞതിൻ്റെയാകണം. സമയം ഉച്ചയോടടുക്കാനായിരിക്കുന്നു. ഇന്നലെ രാത്രി ജേക്കബും ഗിരീഷും പോയ ശേഷം പോലീസിന്റെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ വന്ന് ബോഡി ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ജേക്കബും ഗിരീഷും വന്നപ്പോഴേക്കും മറ്റു ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു. വീട്ടുമുറ്റത്ത് കെട്ടിയ ടർപ്പായ മാത്രം അവിടെ അവശേഷിച്ചിരുന്നു. അല്പം വിഷമത്തോടെ തന്നെയാണ് അവരും അങ്ങോട്ട് ചെന്നത്. പ്രതിയെ എത്രയും വേഗം കണ്ടുപിടിക്കണം. അതിന് ദേവികയുടെ മരണത്തിന്റെ സത്യാവസ്ഥകൾ കൂടി അറിയേണ്ടതുണ്ട്. ആ ഒരു കാര്യമാണ് അവരെ ആ സാഹചര്യത്തിലും അങ്ങോട്ട് പോകാൻ പ്രേരിപ്പിച്ചത്. ദേവികയുടെ അച്ഛന്റെ അനുവാദത്തോടെ വീടിനകത്തേക്ക് കയറിയിരുന്ന ജേക്കബ് മയത്തിൽ അച്ഛനോട് ചോദിച്ചു, ദേവിക വീട് വിട്ടു പോയെന്ന് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ജേക്കബ് സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ചോദിച്ചു. ഞങ്ങളൊരു ബന്ധുവീട് വരെ പോയതായിരുന്നു സർ. അവൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. മിക്ക വെള്ളിയാഴ്ചയും വൈകുന്നേരം ആവുമ്പോഴേക്ക് അവൾ വരാറുണ്ട്. ഇത്തവണ വരുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തിയില്ലെങ്കിൽ അകത്തു കയറാൻ താക്കോൽ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ വന്ന് നോക്കുമ്പോൾ അകത്ത് റൂമിൽ കയറ് തൂങ്ങിക്കിടക്കുകയായിരുന്നു. തൂങ്ങാൻ പാകത്തിന് കുടുക്കിട്ട കയറ്. അത് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ വിതുമ്പിയിരുന്നു. ദേവികയുടെ അച്ഛനമ്മമാരെ അധികം വിഷമിപ്പിക്കാതിരിക്കാൻ ജേക്കബ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അത്യാവശ്യമായ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രമേ അയാൾ അവരോട് ചോദിച്ചുള്ളൂ. പക്ഷെ വീണ്ടും ദേവികയുടെ അച്ഛൻ തുടർന്നു. ഞങ്ങൾ വീട് മുഴുവൻ നോക്കിയതാ സാറേ, എവിടെയും കണ്ടില്ല. വീട്ടിലേക്ക് വരുന്നത് കണ്ടെന്ന് അയൽക്കാർ പറഞ്ഞു. പക്ഷേ എങ്ങോട്ട് പോയെന്ന് മാത്രം ആർക്കും അറിയില്ല. പിന്നെ പോവാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു. എവിടെയും ചെന്നിട്ടില്ല. വീടിന്റെ താക്കോൽ വയ്ക്കുന്ന സ്ഥലം അറിയാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ജേക്കബിന്റെ സംശയങ്ങൾ തുടർന്നു. ഇല്ല സാറേ, അങ്ങനെ ആരുമില്ല. അപൂർവമായേ ഞങ്ങൾ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാറുള്ളൂ. അന്ന് ഞങ്ങൾ പോയിരുന്നില്ലെങ്കിൽ. ആ വിതുമ്പലിൽ അച്ഛൻ അത് പറഞ്ഞൊപ്പിച്ചെങ്കിലും വാക്കുകളുടെ അവസാനമുള്ളിലെ സങ്കടം കണ്ണുകളുടെ കെട്ടുറപ്പ് തകർത്ത് പുറത്തേക്കൊഴുകി. അത് കണ്ടതും ജേക്കബ് കാണാതെ ഗിരീഷ് തന്റെ കണ്ണുകൾ ഒപ്പി. ജേക്കബ് അയാളെ അതിൽ നിന്നും മോചിപ്പിക്കാനെന്നോണം ദേവികയുടെ റൂം കാണണമെന്ന് പറഞ്ഞ് അകത്തേക്ക് നടന്നു.
അച്ഛനും അമ്മയും പിന്നാലെ ചെന്ന് റൂം കാട്ടിക്കൊടുത്തു. ഈ റൂമിൽ പിന്നെ ആരെങ്കിലും കയറുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിരുന്നോ? ഗിരീഷ് അല്പം താഴ്ന്ന സ്വരത്തിൽ അവരോട് ചോദിച്ചു. ഇല്ലെന്ന് ദേവികയുടെ അമ്മ നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി കാണിച്ചു. ഒരുപക്ഷെ ഒന്ന് സംസാരിക്കാനുള്ള ധൈര്യം പോലും അവർക്ക് നഷ്ടപ്പെട്ടു കാണും എന്ന് ജേക്കബിന് തോന്നി. റൂം മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ച ശേഷം അവിടെ നിന്നും സന്ദർഭം മനസ്സിലാക്കിയ ജേക്കബ് ഇതൊരു ആത്മഹത്യ തന്നെയാവുമെന്നും അത് നടന്നത് ഇവിടെ വെച്ച് തന്നെ ആവാമെന്നും നേരത്തെ എത്തിയ നിഗമനത്തെ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ചു. കാരണം മറ്റൊരാളുമായി പിടിവലിയോ ബലപ്രയോഗമോ നടന്നതിന്റെ ഒരു തെളിവുകളും അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല. എങ്കിലും ജേക്കബ് സൂക്ഷ്മ പരിശോധനയ്ക്കായി ഫോറൻസിക്കിനോട് വരാൻ പറഞ്ഞു. ഇനി എന്ത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ജേക്കബിന് ആത്മഹത്യാക്കുറിപ്പിന്റെ കാര്യം ഓർമ്മ വന്നത്. ദേവികയുടെ അച്ഛനമ്മമാർ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് അവളുടെ കൈയക്ഷരം തന്നെയാണെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ജേക്കബ് ഗിരീഷിന്റെ കയ്യിൽ നിന്നും ദേവികയുടെ ആത്മഹത്യാക്കുറിപ്പ് വാങ്ങി. വായിക്കാനായി അവൻ ആ കടലാസു കഷ്ണം തുറന്നു. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, ഞാൻ പോവാണ്. ഇനിയും ഞാൻ ജീവിച്ചിരുന്നാൽ അത് നിങ്ങൾക്ക് മാനക്കേടുണ്ടാക്കും. ഒരിക്കലും നിങ്ങളല്ല എൻ്റെ ആത്മഹത്യക്ക് കാരണം. എൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് എല്ലാം വരുത്തിവെച്ചത്. നിങ്ങൾ എന്നെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്. പക്ഷേ തെറ്റും ശരിയും തിരിച്ചറിയുന്നതിൽ എനിക്ക് പിഴവ് സംഭവിച്ചു. നിങ്ങൾ പകർന്നു തന്ന സംസ്കാരം എനിക്ക് നഷ്ടമായി. അതിനെല്ലാം കാരണം അവനാണ്, അജിത്. അവൻ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു. എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ നിങ്ങളെക്കാളേറെ ഞാൻ അവനെ സ്നേഹിച്ചു. അതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിത്. അവന്റെ സ്നേഹം സത്യമാണെന്ന് കരുതി ഞാൻ അവൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു. അവൻ പറഞ്ഞിടത്തെല്ലാം കൂടെ പോയി. ഒരുപാട് തവണ അവന്റെ കൂടെ. അവനെന്നെ മടുത്തുപോയത്രേ. ഇതുവരെ അവൻ പറഞ്ഞതെല്ലാം അനുസരിച്ച ഞാൻ ഇനിയും അവൻ പറയുന്നത് അനുസരിക്കണം പോലും. അവനെന്നെ ഇഷ്ടമാണെന്ന് കരുതിയാണ് ഞാൻ അവൻ വിളിച്ചെടുത്തെല്ലാം പോയത്. ഇനി അവൻ പറയുന്നവരുടെ കൂടെയും കിടക്കണമെന്ന് പറഞ്ഞാൽ... ജേക്കബിന് അവസാന വരികളിലെ വാക്കുകൾ വായിച്ചെടുക്കാൻ പ്രയാസമുള്ളതുപോലെ തോന്നി. തുറന്നിട്ടിരിക്കുന്ന ജനാലയിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. കണ്ണുകൾ അമർത്തി ചിമ്മിയ ശേഷം വീണ്ടും വായന തുടർന്നു. അച്ഛാ, ഞാൻ ചീത്തയായിപ്പോയി. അമ്മേ, ഇനി നിങ്ങളുടെ മകളായിരിക്കാൻ എനിക്ക് അർഹതയില്ല. അതുകൊണ്ട് ഞാൻ പോവാ. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടെന്നല്ലേ? അവനുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുക്കട്ടെ. ആത്മഹത്യാക്കുറിപ്പ് വായിച്ചു തീർന്നപ്പോഴേക്കും ജേക്കബിന്റെ ഉള്ളിൽ സങ്കടത്തിന്റെ തിരയിളകുന്നത് അവനറിഞ്ഞു. അവനെത്ര ശ്രമിച്ചിട്ടും സ്വന്തം കണ്ണുകളെ നിയന്ത്രിക്കാനായില്ല. ജനാലക്കരികിൽ ചാരി നിന്നുകൊണ്ട് ജേക്കബ് പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. ഒരു ഇളം കാറ്റ് ജേക്കബിനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ തഴുകിപ്പോയി. അത് ചിലപ്പോൾ ദേവികയുടെ ആത്മാവായിരിക്കാമെന്ന് ജേക്കബിന്റെ മനസ്സ് മന്ത്രിച്ചു. വായനയ്ക്കിടയിൽ എപ്പോഴോ ജേക്കബിന്റെ തൊണ്ട ഇടറിയിരുന്നു. അവന്റെ മനസ്സിൽ ആ പെൺകുട്ടിയോട് സഹതാപം തോന്നി. തളർന്നിരിക്കുന്ന ദേവികയുടെ അച്ഛനോടും അമ്മയോടും എന്തു പറയണമെന്നറിയാതെ അവൻ കുഴഞ്ഞു. ജേക്കബിന്റെ കയ്യിൽ നിന്നും കുറിപ്പ് വാങ്ങി വായിച്ച ഗിരീഷാവട്ടെ വായനയ്ക്ക് ശേഷം ഒന്നും മിണ്ടാതെയായി. അതുകൂടി കണ്ടപ്പോൾ ചായ എടുക്കാമെന്ന് പറഞ്ഞ് ദേവികയുടെ അമ്മ അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയി. അതൊരു രക്ഷപ്പെടലായിരുന്നിരിക്കണം. അത് തിരിച്ചറിഞ്ഞെന്ന പോലെ അച്ഛനും അമ്മയുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി. സാറേ, ഈ കുട്ടിയുടേത് വല്ലാത്തൊരു ജാതകം തന്നെയാണല്ലേ? ഒന്ന് നിർത്തിയ ശേഷം ഗിരീഷ് കൂട്ടിച്ചേർത്തു. ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും ഒരുപോലെ ചൂഷണത്തിന് ഇരയാവാനാണല്ലോ വിധി. അല്പം ഇടറിയ ശബ്ദത്തോടെയാണത് ഗിരീഷ് പറഞ്ഞു തീർത്തത്. എങ്കിലും ജേക്കബ് ഒന്നും മിണ്ടിയില്ല. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അങ്ങനെ നിന്നു. ഗിരീഷ് തുടർന്നു. ഒരുപക്ഷെ നമ്മൾ മുൻപേ ആ കഴുകനെ പിടിച്ചിരുന്നുവെങ്കിൽ മരണശേഷം ഈ കുട്ടിയുടെ ശരീരത്തിനെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു, അല്ലേ? ആ അച്ഛനും അമ്മയ്ക്കും ഇത്രയും വിഷമം സഹിക്കേണ്ടി വരില്ലായിരുന്നു. അത് കേട്ടപ്പോൾ ജേക്കബിന് തോന്നി ഗിരീഷിന്റെ ഉള്ളിൽ എന്തുകൊണ്ടോ കുറ്റബോധം ഉടലെടുക്കുന്നുണ്ടെന്ന്. അതിൽ നിന്നും അവന് ഇത്തിരി ആശ്വാസം നൽകാനെന്നോണം ജേക്കബ് പറഞ്ഞു. ഒന്ന് നിർത്തടോ. എന്തായാലും മരിച്ചിട്ടല്ലേ, താനത് വിട്. അവനെ നമ്മൾ എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ പോക്കും. പക്ഷേ അതിനു മുന്നേ അവനുണ്ടല്ലോ, അജിത്. അവനില്ലായിരുന്നെങ്കിൽ അവള് ആത്മഹത്യ ചെയ്യുമായിരുന്നോ? ആദ്യം അവനെ പൊക്കണം. അവന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഒപ്പിക്കണം. സർ. ജേക്കബ് സങ്കടത്തിൽ നിന്നുമെല്ലാം പെട്ടെന്ന് തന്നെ മോചിതനായി.
ജേക്കബിന്റെ സങ്കടം മുഴുവൻ ദേഷ്യമായി മാറി. ആത്മഹത്യക്ക് കാരണക്കാരനായവനെയാണ് ആദ്യം പിടിക്കേണ്ടതെന്നായിരുന്നു ജേക്കബിന്റെ പക്ഷം. അത് ഗിരീഷിന്റെ ഉള്ളിലും ആശ്വാസത്തിന്റെയും ദേഷ്യത്തിന്റെയും വിത്ത് പാകി. അവരുടെ രണ്ടുപേരുടെയും ഉള്ളിൽ അത് ആവേശം നിറച്ചു. വൈകാതെ തന്നെ ഫോറൻസിക് അവിടെ എത്തുകയും മുറി വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തു. പുസ്തകങ്ങളും അലമാരയിലെ വസ്ത്രങ്ങളും അടുക്കി വെച്ചിരിക്കുകയാണ്. വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു ചെറിയ മുറിയായിരുന്നു അത്. മുറിയിലെ ലഭ്യമായ സൂചനകൾ പ്രകാരം ഇത് ഇവിടെ വെച്ച് തന്നെ നടന്ന ആത്മഹത്യയാണെന്ന നിഗമനം ജേക്കബ് ഉറപ്പിച്ചു. ശേഷം മുറിയിൽ നിന്നും ആദ്യമേ കണ്ടെടുത്ത ആത്മഹത്യക്ക് ഉപയോഗിച്ചതെന്ന് കരുതുന്ന കയർ മുറുകി തന്നെയാണോ ദേവിക മരിച്ചതെന്നും കഴുത്തിൽ കാണപ്പെടുന്ന പാടുകൾ ഈ കയർ മുറുകി തന്നെ ഉണ്ടായതാണോ എന്നും കൂടി പരിശോധിച്ചുറപ്പിക്കാനും ഒപ്പം റിപ്പോർട്ട് പരമാവധി വേഗത്തിൽ സമർപ്പിക്കാനും ജേക്കബ് ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ദേവികയുടെ അമ്മയുണ്ടാക്കി കൊണ്ടുവന്ന ചായയും കുടിച്ച് ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഗിരീഷ് ദേവികയുടെ അച്ഛനമ്മമാരോട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനായി നമ്പർ കൊടുക്കുന്നത് ജേക്കബ് ശ്രദ്ധിച്ചു. അത് അവനിലെ നിലയ്ക്കാത്ത മനുഷ്യത്വം കൊണ്ടോ അതോ ഒടുങ്ങാത്ത കുറ്റബോധം കൊണ്ടോ ജേക്കബിന് അതിന്റെ കാരണം മനസ്സിലാക്കാനായില്ല. മടക്കയാത്രയിൽ ജേക്കബിന്റെ മനസ്സിൽ പലതും മിന്നിമറിഞ്ഞു. എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ജേക്കബ് ചിന്തകളിൽ അലിഞ്ഞു. ഇപ്പോൾ ആ കഴുകൻ ഇവിടെയായിരിക്കും. ഇനി അവൻ പുതിയ ഇരയെ തേടുകയായിരിക്കുമോ? ജേക്കബിന്റെ മനസ്സ് വീണ്ടും വഴിതെറ്റി. ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞ മനസ്സിനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ജേക്കബ് കാമ്പുള്ള ചിന്തകളിലേക്ക് മനസ്സിനെ ആട്ടിപ്പായിച്ചു. ഇപ്പോൾ സംശയിക്കാൻ രണ്ടുപേരുണ്ട്. ആ കിഴവനും പിന്നെ ഭ്രാന്തൻ വക്കച്ചനും. അവരിൽ ആരെങ്കിലും ആവുമോ കുറ്റവാളി? കിഴവൻ. അയാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ പണി എന്തായാലും നടക്കില്ല. അയാളെ സംശയിക്കാൻ മറ്റു പ്രത്യേക കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലതാനും. അതുകൊണ്ട് തന്നെയാണ് മറ്റു ബോഡിയിൽ നിന്നും കിട്ടിയ സാമ്പിളുകൾ അയാളുമായി ഇതുവരെയും ചെക്ക് ചെയ്യാത്തതും. ഇനിയും അയാളെ മാറ്റി നിർത്താനാകില്ല. ഒരുപക്ഷെ അയാൾ പ്രതിയല്ലെങ്കിൽ അയാൾക്ക് പ്രതി ആരാണെന്ന് അറിയുമായിരിക്കും. അതുമല്ലെങ്കിൽ അയാൾ പ്രതിയുടെ സഹായിയാവാൻ സാധ്യതയുണ്ട്. പിന്നെ ആ വട്ടൻ. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും അയാൾക്കെതിരാണ്. അതുപ്രകാരം വേണമെങ്കിൽ അയാളെ പ്രതിയാക്കാവുന്നതേയുള്ളൂ. പക്ഷേ അയാൾ ആവുമോ പ്രതി? അയാൾ പ്രതിയല്ലെങ്കിൽ ഉറപ്പായും സഹായിയാവും. അല്ലെങ്കിൽ അയാൾ എന്തിന് രാത്രികളിൽ സിമിത്തേരിയിൽ പോകണം? ഇനിയൊരു പക്ഷേ ആ വട്ടന് ഇതിലൊന്നും യാതൊരു പങ്കും ഇല്ലെന്നാണെങ്കിൽ ഉറപ്പായും അവൻ കുറ്റവാളിയെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതെ, അവരെ ഉടൻ അറസ്റ്റ് ചെയ്യണം. ജേക്കബ് പരിസരം മറന്ന് അലറി. ജേക്കബിന്റെ മനസ്സ് ചിന്തകളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് ഡ്രൈവിംഗിനിടയിലും ഗിരീഷ് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ജേക്കബ് അലറിയത് എന്തിനാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. സത്യത്തിൽ ജേക്കബിന്റെ പെട്ടെന്നുണ്ടായ അലർച്ച കേട്ട് ഗിരീഷ് ഞെട്ടിയിരുന്നു. സാർ, എന്തുപറ്റി സാർ? വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. അപ്പോഴേക്കും ജേക്കബിന് പരിസരബോധം വീണ്ടും കിട്ടിയിരുന്നു. ചിന്തകളിൽ നിന്നുണർന്ന ജേക്കബ് എന്തോ കണ്ടുപിടിച്ച സന്തോഷത്തോടെ ഗിരീഷിനോട് പറഞ്ഞു, അതെ, നമുക്കവരെ പൊക്കണം. ആരെയാണ് സാർ? ഒന്നും മനസ്സിലാകാതെ അത്ഭുതത്തോടെ ഗിരീഷ് ചോദിച്ചു. എടാ, നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടുപേരില്ലേ, ആ കിഴവനും വട്ടനും. രണ്ടിനെയും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൊക്കിയിരിക്കണം. അത് നമുക്ക് പൊക്കാം സാർ. പക്ഷേ പെട്ടെന്നിപ്പോ ഇങ്ങനെ തോന്നാൻ എന്താ കാരണം? അതൊക്കെ പിന്നെ പറയാം. നീ സമയം കളയാതെ വൈകുന്നേരത്തിന് മുന്നേ അവരെ പൊക്കാനുള്ള വഴി നോക്ക്. ശരി സാർ. ഗിരീഷിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരെ പൊക്കുക എന്നത് അത്ര പാടുള്ള കാര്യമല്ല. അതറിയാവുന്നത് കൊണ്ടാണ് ഇത്ര കുറഞ്ഞ സമയമായിട്ടും ഗിരീഷിനോട് അത് പറയാനുള്ള ധൈര്യം ജേക്കബ് കാണിച്ചത്. ജേക്കബിനെ സ്റ്റേഷനിലിറക്കി പോലീസുകാരെയും കൂട്ടി വേഗത്തിൽ ഗിരീഷ് എങ്ങോട്ടോ പറന്നു. സ്റ്റേഷനിലെ മുറിയിൽ ഇരുന്നു കൊണ്ട് ജേക്കബ് പിന്നെയും ചിന്തിച്ചുകൂട്ടി. സമയം മണിക്കൂറുകൾ താണ്ടി. മൊബൈലടിക്കുന്ന ശബ്ദം കേട്ടാണ് ജേക്കബ് ചിന്തകളെ വിട്ടുണർന്നത്. ഗിരീഷാണ് വിളിച്ചത്. ആ വിളി ജേക്കബ് പ്രതീക്ഷിച്ചതുമാണ്. ഫോൺ എടുത്തപ്പോൾ നല്ല ഉഷാറിൽ തന്നെയായിരുന്നു ഗിരീഷിന്റെ സംസാരം. രണ്ടുപേരെയും പോലീസ് ക്ലബിൽ എത്തിച്ച വിവരം അറിയിക്കാനാണ് ഗിരീഷ് വിളിച്ചത്. അത് കേട്ടതും ജേക്കബ് വണ്ടിയെടുത്ത് നേരെ ക്ലബിലേക്ക് കുതിച്ചു. ജേക്കബ് വളരെ ആവേശത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ വേഗതയും കൂടുതലായിരുന്നു. യാത്രക്കിടയിൽ ഒരു കാര്യം മാത്രമേ ജേക്കബിന്റെ മനസ്സിൽ വന്നുള്ളൂ. ഈ രണ്ടു പേരിലൂടെ കഴുകനിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ആ നൂൽപാലത്തിലൂടെ എങ്ങനെയെങ്കിലും അവന്റെ അടുത്തെത്തണം. ക്ലബിലെത്തിയതും ജേക്കബ് ഗിരീഷിനെ കാണാനായി ധൃതിയിൽ നടന്നു. ജേക്കബിനെ കണ്ടതും ഗിരീഷ് സല്യൂട്ട് അടിച്ചുകൊണ്ട് പറഞ്ഞു,
സർ, ഒരു സർപ്രൈസ് കൂടിയുണ്ട്. അവനുണ്ടല്ലോ, ആ അജിത്, അവനെ കൂടി പൊക്കിയിട്ടുണ്ട്. ഓ, അതെന്തായാലും നന്നായി. ഗിരീഷിന്റെ വാക്കുകൾ കേട്ടതും ജേക്കബ് തെളിഞ്ഞ മുഖത്തോടെ പറഞ്ഞു. പിന്നെ സന്തോഷത്തോടെ ഗിരീഷിനെ ഒന്ന് നോക്കി. ആ സമയത്ത് ഗിരീഷിന്റെ മുഖം കണ്ടാൽ എന്തോ വലിയ കാര്യം സാധിച്ച മട്ടായിരുന്നു. അതേ ഭാവത്തോടെ ഗിരീഷ് തുടർന്നു. ആ എസ് ഐ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഉഴപ്പനല്ലെന്ന് തോന്നുന്നു. ആത്മഹത്യയാണെന്ന് അറിഞ്ഞപ്പോഴേ കത്തിൽ നിന്ന് കിട്ടിയ വിവരവും ദേവികയുടെ കോൾ ഹിസ്റ്ററിയും ചാറ്റ് ഹിസ്റ്ററിയും പരിശോധിച്ച എസ് ഐ അവനെ അങ്ങ് പൊക്കി. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ അവനെ കൂട്ടിയിങ്ങു കൊണ്ടുവന്നു. പിന്നെ എന്റെ സാറേ, ആ കിഴവനെ പൊക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ വട്ടനെ ഒന്ന് കയ്യിൽ കിട്ടാൻ നമ്മുടെ ഉഴപ്പൻ എസ് ഐയുടെ കൂടെ സിറ്റി മുഴുവൻ തപ്പേണ്ടി വന്നു. അവസാനം സിറ്റിയിലെ ഒരു രൂപക്കൂടിന്റെ ചോട്ടിൽ നിന്നാണ് ആളെ കണ്ടുകിട്ടിയത്. ചോദിച്ചപ്പോൾ ഞാനിവിടെ മാലാഖയ്ക്ക് കാവലിരിക്കുകയാണ് എന്നൊരു ഡയലോഗ്. അങ്ങനെ ഒരു വിധത്തിലങ്ങ് പൊക്കിയെടുത്തു. ശേഷം തികഞ്ഞ സംശയത്തോടെ തന്നെ ഗിരീഷ് ചോദിച്ചു, അല്ല സാർ, ഇനിയെങ്കിലും ഒന്ന് പറയണം. എന്തിനാ ഇത്ര പെട്ടെന്ന് ഇവരെ പൊക്കാൻ പറഞ്ഞത്? ഗിരീഷിന്റെ ജിജ്ഞാസ നിറഞ്ഞ ചോദ്യം കേട്ട് അതുവരെയും പറയാത്ത ആ കാരണം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ജേക്കബ് പറഞ്ഞു, എടോ, നമുക്കിന്നലെ ത്രേസ്യാമ്മയുടെ കല്ലറയിൽ നിന്നും കിട്ടിയ തെളിവുകൾ പ്രകാരം അത് പ്രതിയുടെയോ പ്രതിയുടെ സഹായിയുടെയോ ആവാനാണ് സാധ്യത. അതുമല്ലെങ്കിൽ ആ തെളിവിന്റെ ഉറവിടം ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുള്ളവരുടേതാകണം. ഓ, അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത്? ഒന്ന് ചിന്തിച്ച ശേഷം എന്തോ മനസ്സിലായതുപോലെ ഗിരീഷ് പറഞ്ഞു. പക്ഷേ അത് മുഴുവിപ്പിക്കും മുന്നേ ജേക്കബ് തന്നെ തുടർന്നു. എടോ ഗിരീഷേ, താൻ പിടിച്ചുകൊണ്ടുവന്നവരുടെ കോലം ശ്രദ്ധിച്ചോ? ഉവ് സാർ, അതിലാ കിഴവൻ നോർമൽ കോലം തന്നെയാണ്. വീട്ടിൽ ധരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ വട്ടൻ ആകെ മുഷിഞ്ഞൊരു കോലമാണ്. അത് കേട്ടതും ജേക്കബ് നാവുമടക്കി കടിച്ചുകൊണ്ട് ഗിരീഷിനെ ഒന്ന് നോക്കി. ശേഷം പല്ലുകൾ കടിച്ച് ജേക്കബ് പറഞ്ഞു, എന്റെ പൊന്നു ഗിരീഷേ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ തെളിവുകൾക്ക് അവരുമായുള്ള സാദൃശ്യമാണ്. ഓ, ഗിരീഷിന് അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഉടനെ അവനൊന്ന് ഇരുത്തി ചിന്തിച്ചു. പിന്നെ നിറഞ്ഞു കവിഞ്ഞ ആവേശത്തോടെ ജേക്കബിനോട് പറഞ്ഞു, യെസ് യെസ് സാർ, കിട്ടി. അവരുടെ മുടി, നമ്മുടെ 3 മുടിനാരുകൾ. അതേടോ, അത് തന്നെ. ആ കിഴവന് കറുപ്പും വെളുപ്പും നിറഞ്ഞ മുടികളാണുള്ളത്. എങ്കിലും കൂടുതലും നരച്ച മുടികൾ തന്നെ. പിന്നെ പിന്നെ ആ വട്ടൻ, അവന് നീണ്ട മുടിയാണ് സാർ. കുളിയും നനയും ഇല്ലാഞ്ഞിട്ടാണോ അതോ ചെളി പിടിച്ചതാണോ എന്നറിയില്ല. അവന്റെ മുടിക്ക് ചെമ്പിച്ച നിറം തന്നെയാണ്. അപ്പോ അപ്പോ ഇവർ തന്നെയാകുമല്ലേ പ്രതി? ഗിരീഷിന്റെ ആവേശം നിറഞ്ഞ വാക്കുകളും സംശയത്തിന്റെ കൂർത്ത മുനിയുള്ള ചോദ്യവും കേട്ടപ്പോൾ ജേക്കബ് അവനെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പെട്ടെന്നങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല. കിട്ടിയ തെളിവുകളൊക്കെ ഇവരുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഫോറൻസിക്കിനെ വിവരം അറിയിക്കണം. പിന്നെ എത്രയും പെട്ടെന്ന് ഫുൾ റിപ്പോർട്ട് റെഡിയാക്കാൻ പറയണം. ഓക്കെ സർ. പക്ഷേ എനിക്കൊരു സംശയം കൂടിയുണ്ട് സർ. ഇനിയെന്ത്? അപ്പോ ആ മൂന്നാമത്തെ മുടിയോ? കറുത്ത നീളം കുറഞ്ഞ മുടി. ആ മുടി ജേക്കബിന്റെ ഉള്ളിലും ഒരു കരടായി കിടന്നു. പിന്നെ ഒന്ന് ചിന്തിച്ച ശേഷം ജേക്കബ് പറഞ്ഞു തുടങ്ങി, അത് അതൊരു പക്ഷേ ആ കഴുകന്റേതായിരിക്കാം സർ. പിന്നെ അജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ ദേവിക ആത്മഹത്യ ചെയ്ത അതേ ദിവസം തന്നെ അവൻ കാണാൻ ചെന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവൻ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചപ്പോൾ ദേവിക അവന്റെ കരണത്തൊന്ന് പൊട്ടിച്ചിട്ടാണ് അവിടെ നിന്ന് പോയതെന്ന് അവൻ പറയുന്നത്. ഓ, എങ്കിൽ തെളിവുകൾ വല്ലതും അവനുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കണം. ഗിരീഷ് അതനുസരിച്ച് ഫോറൻസിക് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. അവർ വന്ന് പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ ശേഖരിച്ചു മടങ്ങി. അടുത്ത ദിവസം രാവിലെ ഗിരീഷ് വന്ന പാടെ ഒരു സല്യൂട്ട് അടിച്ചു. സർ, ഫിംഗർ പ്രിന്റ് അനലിസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതും പറഞ്ഞ് ഗിരീഷ് കയ്യിലുണ്ടായിരുന്ന ഫോറൻസിക് ഫയൽ ജേക്കബിന് നൽകി. ജേക്കബ് ആകാംക്ഷയോടെ അത് തുറന്നു നോക്കി. അവർ അവിടെ നിന്നും നേരെ പോലീസ് ക്ലബിലേക്ക് പാഞ്ഞു. അവിടെ കിടക്കുന്നവരെ ഇതുവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നില്ല. കാര്യമായി എന്തെങ്കിലും ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയിട്ട് മതി ചോദ്യം ചെയ്യൽ എന്ന നിലപാടിലായിരുന്നു ജേക്കബ്. കുറെ നേരം ഒറ്റയ്ക്കിരുത്തി അവരുടെ ചിന്തകളെ വഴിതെറ്റിച്ച് വേണ്ട വിവരങ്ങൾ ചോദിച്ചറിയുകയെന്ന പോലീസ് തന്ത്രവും ഇതിനു പിന്നിൽ ഉണ്ടെന്നതാണ് സത്യം. അവിടെ എത്തിയതും അവർ നേരെ ചെന്നത് ആ കിഴവന്റെ അടുത്തേക്കാണ്. ജേക്കബിനെയും ഗിരീഷിനെയും കണ്ടതും കസേരയിൽ ഇരിക്കുകയായിരുന്ന അയാൾ എണീറ്റു നിന്നു. സാറേ,
ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കണം. അയാൾ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞൊപ്പിച്ചു. അതിനുള്ള മറുപടി അത്യാവശ്യം പോലീസ് ഗൗരവത്തോടെ തന്നെ ജേക്കബ് ചോദിച്ചു. ആ, അതൊക്കെ വിശ്വസിക്കാം. പക്ഷെ താൻ പറയണം ആ കുറ്റവാളി ആരാണെന്ന്. അതാരാണെന്ന് എനിക്കറിയില്ല സാറുമാരെ. അത് കേട്ടതും അയാൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നിസ്സഹായാവസ്ഥയിൽ പറഞ്ഞു. ഉം, അങ്ങനെയാണെങ്കിൽ താൻ ശരിക്ക് ഒന്നുകൂടി ഇരുന്ന് ആലോചിക്ക്. അതും പറഞ്ഞ് ജേക്കബ് അയാളുടെ അടുത്ത് നിന്നും അടുത്ത മുറിയിലായി പൂട്ടിയിട്ട അജിത്തിനടുത്തേക്ക് നടന്നു. അവിടെ എത്തിയതും അവന്റെ കോലം കണ്ടപ്പോൾ പിന്നെ ജേക്കബിനൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. ഗിരീഷ് അയാളുടെ ഉള്ളിൽ തളം കെട്ടിക്കിടന്നിരുന്ന കുറ്റബോധം ഒരു പരിധിവരെ അവന്റെ ദേഹത്ത് തീർത്തെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി. ഇന്നലെ രാത്രി അവരവിടെ നിന്ന് പോയതിനു ശേഷം എപ്പോഴോ ഗിരീഷ് തിരികെ വന്ന് കണ്ടുകാണുമെന്ന് ജേക്കബ് ഊഹിച്ചു. ആ പരുവത്തിലാണ് അജിത്തിന്റെ ഇരിപ്പ്. തലയുടെ ഭാരം താങ്ങാനാവാത്ത പോലെ തല കുനിച്ച് കസേരയിൽ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന അജിത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കല്ലിച്ച പാടും നീലച്ച പാടും തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ആ കോലം കണ്ടതും ജേക്കബ് ഗിരീഷിനെ ഒന്ന് നോക്കി. ജേക്കബിന്റെ നോട്ടം പതിക്കുമ്പോൾ ഗിരീഷ് തല താഴ്ത്തി തറയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഇതൊക്കെ താൻ എപ്പോഴാടോ വന്ന് സാധിക്കുന്നത്? അത്ഭുതത്തോടെ ജേക്കബ് ഗിരീഷിനോട് ചോദിച്ചു. പക്ഷേ ഗിരീഷിന്റെ പ്രവൃത്തിയിൽ ജേക്കബിനൊട്ടും ദേഷ്യമില്ലായിരുന്നു. കാരണം അവന് രണ്ട് കൊടുക്കുക തന്നെയായിരുന്നു ജേക്കബിന്റെ ഉദ്ദേശ്യം. പിന്നെ അവിടെ നിൽക്കാതെ അവർ നേരെ ഭ്രാന്തൻ വക്കച്ചന്റെ അടുത്തേക്ക് പോയി. അവരെ കണ്ടതും അയാൾ അലറിക്കൊണ്ട് അടുത്തേക്ക് ഓടി വന്നു. അത് കണ്ടപ്പോൾ അവർ തെല്ലൊന്ന് ഭയന്നെന്നത് നേരാണ്. നീണ്ട മുഖമാണ് അയാൾക്ക്. എങ്കിലും അതിന്റെ ആകൃതിയും രൂപവും മുഖഭാവവും ആ ജടപിടിച്ച രോമക്കാടുകൾക്കിടയിൽ നിന്നും കണ്ടുപിടിക്കുകയാവട്ടെ അത്യധികം ദുഷ്കരവും. നീണ്ടു വളർന്ന ജടപിടിച്ച താടി രോമം കൊണ്ട് അയാളുടെ കഴുത്ത് കാണുന്നുണ്ടായിരുന്നില്ല. ഒരു സിംഹത്തിന്റെ സടയെന്ന പോലെ നീണ്ട ജടപിടിച്ച് ചെമ്പിച്ച മുടിയിഴകൾ മുഖത്തേക്കും വശങ്ങളിലേക്കും പിന്നിലേക്കുമായി വീണു കിടക്കുകയാണ്. പരുക്കൻ മീശരോമങ്ങളാവട്ടെ മേൽചുണ്ട് മറക്കുവിധം നീണ്ടിട്ടുണ്ട്. ആർക്കും അയാളുടെ മുഖം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പേടി തോന്നും. എന്നു മാത്രമല്ല, അയാളുടെ മുഖത്തേക്ക് കുറച്ചുനേരം നോക്കി നിൽക്കുക എന്നത് പ്രയാസകരമായിരിക്കും. മെലിഞ്ഞ ശരീരത്തിൽ ലൂസായ മുഷിഞ്ഞ അവിടെവിടെയായി ചെറിയ കീറലുകളുള്ള ഒരു ഓറഞ്ച് ഷർട്ടും പലയിടങ്ങളിലായി കീറലുകളും തുന്നലുകളുമുള്ള മുഷിഞ്ഞ ചെളിപിടിച്ച ഒരു കറുത്ത പാൻറ്റുമായിരുന്നു അയാളുടെ വേഷം. അയാൾ അപ്പോഴേക്കും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ സാത്താന്റെ സേവകനാണ്, ശവങ്ങളുടെ കാവൽക്കാരൻ, ആത്മാക്കളെ സാത്താനിങ്കിൽ എത്തിക്കേണ്ടവൻ. എന്നെ തടഞ്ഞു വെക്കാൻ ആർക്കും അധികാരമില്ല. സാത്താനോടുള്ള യുദ്ധം നിർത്തുന്നതാണ് നിനക്കൊക്കെ നല്ലത്. നിങ്ങൾ ദൈവത്തിന്റെ പടയാളികളാണ്. നിങ്ങളോട് എനിക്ക് സന്ധിയില്ല. എന്നെ തുറന്നുവിടൂ. നീ ഇതിനെല്ലാം സാത്താനോട് സമാധാനം പറയേണ്ടി വരും. അയാൾ അപ്പോഴും അട്ടഹസിച്ചുകൊണ്ടേയിരുന്നു. ആ അട്ടഹാസം അവിടെയാകെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒന്നും മനസ്സിലാവാതെ ജേക്കബ് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വരാന്തയിലെത്തി. പുറകെ തന്നെ ഗിരീഷും അവിടേക്കെത്തി. അവനിപ്പോൾ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. നമുക്ക് കുറച്ചു കഴിഞ്ഞ് നോക്കാം സാർ. ഗിരീഷ് പറഞ്ഞപ്പോൾ ജേക്കബ് ഒന്ന് തലയാട്ടിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. കല്ലറയിലെ വിരലടയാളം അവന്റെയാണെങ്കിൽ നമുക്കവനെ അറസ്റ്റ് ചെയ്തൂടെ? അവനാവില്ലേ സാർ പ്രതി? ആവാം. പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ ബാക്കി ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി വരണം. അത് കിട്ടുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. ഉള്ളിലെ സംശയങ്ങൾ പലതും മനസ്സിലടക്കി വെച്ചുകൊണ്ട് ജേക്കബ് അത് പറഞ്ഞു തീർത്തു. സ്ഥിരബുദ്ധിയില്ലാത്ത ആ വട്ടനെ കൊണ്ട് ഇത്ര കൃത്യമായി ഇതെല്ലാം ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കാൻ ജേക്കബിനെ കൊണ്ട് ആവുമായിരുന്നില്ല. ടെസ്റ്റ് റിസൾട്ട് വരുമ്പോഴേക്കും അവസാന 6 ദിവസങ്ങളിലെ കുറച്ചു ദിവസങ്ങൾ അതിനുവേണ്ടി നഷ്ടപ്പെട്ടു പോകുമെന്നത് ജേക്കബിനെ അസ്വസ്ഥനാക്കി. എത്രയും വേഗം റിപ്പോർട്ട് റെഡിയാക്കിയാലും വ്യാഴാഴ്ചയാവും അത് കയ്യിൽ കിട്ടാൻ. അതാണ് ഒരു വലിയ പ്രശ്നമായി ജേക്കബിന് തോന്നിയത്. അപ്പോഴും ഭ്രാന്തൻ വക്കച്ചന്റെ അട്ടഹാസവും ആർപ്പുവിളികളും ആ ക്ലബിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇനി ആർക്കും സംശയം തോന്നാതിരിക്കാനായി അവനുപയോഗിക്കുന്ന ആ മറ, അത് അതൊരു ഭ്രാന്തന്റേതാകുമോ? കുറെ ദിവസമായില്ലേ ഇതിന്റെ പിന്നാലെ. ഇനി നമുക്ക് പോയി 2 ദിവസം റെസ്റ്റ് എടുക്കാം. അല്ല സാർ, അപ്പൊ കേസോ? എടോ, ഇനി ഫോറൻസിക്കിന്റെ മുഴുവൻ ടെസ്റ്റ് റിസൾട്ടും കയ്യിൽ കിട്ടിയാൽ മാത്രമേ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല.
താൻ സുഖമായി പോയി റിലാക്സ് ചെയ്തു. ഇടയ്ക്ക് ഇവിടെ വന്നൊന്ന് നോക്കണം എന്ന് മാത്രം. ഗിരീഷിന്റെ സംശയത്തിന് ജേക്കബിന്റെ മറുപടി വളരെ മടുപ്പ് നിറഞ്ഞ സ്വരത്തിലായിരുന്നു. പക്ഷേ പൂർണ്ണ ഉത്സാഹത്തോടെയായിരുന്നു ഗിരീഷിന്റെ അടുത്ത മറുപടി. ആ, അത് ഞാൻ നോക്കിക്കോളാം. അത് കേട്ടതും ജേക്കബിന് കാര്യം മനസ്സിലായി. ഗൗരവത്തിൽ ഒരു താക്കീതെന്ന മട്ടിൽ തന്നെ ജേക്കബ് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് താനിനി അജിത്തിന്റെ അടുത്തേക്ക് പോകണ്ട. തന്റെ ഉത്സാഹം എന്താന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവനെങ്ങാനും ഇവിടെ കിടന്ന് ചത്തുപോയാൽ നമ്മൾ കുടുങ്ങും. അതും മറക്കണ്ട. അവന്റെ ഉള്ളിലെ മനുഷ്യത്വപരമായ വികാരം തിളച്ചുമറിയുന്നത് മനസ്സിലാക്കാൻ ജേക്കബിന് കഴിഞ്ഞു. പക്ഷേ ജേക്കബിന്റെ മനസ്സ് മേലുദ്യോഗസ്ഥനായ മനോജിനോ കൂടെ നടക്കുന്ന ഗിരീഷിനോ തിരിച്ചറിയാൻ സാധിച്ചില്ല. ജേക്കബിന്റെ മനസ്സിലെ സംശയക്കടലിലെ തിരമാലകൾക്കൊരിക്കലും അവസാനമുണ്ടായിരുന്നില്ല. അതുതന്നെയാണ് അയാളെ ഒരു നല്ല പോലീസുകാരനാക്കി മാറ്റിയതും. ആ സ്വഭാവം അയാൾ ഇന്നും കെടാതെ കാത്തുസൂക്ഷിക്കുന്നുമുണ്ട്. അധിക സമയം ക്ലബിൽ നിൽക്കാതെ ഗിരീഷ് പോയതിനു പുറകെ തന്നെ ജേക്കബും അവിടെ നിന്നിറങ്ങി. ജേക്കബ് വീട്ടിലെത്തി. ആവശ്യത്തിലേറെ ദൈവവിശ്വാസവും പള്ളിക്കാര്യങ്ങളുമായി കഴിയുന്ന ഒരു കുടുംബത്തിലായിരുന്നു അവന്റെ അമ്മച്ചി ജനിച്ചു വളർന്നത്. ഒരു തനി നാട്ടിൻപുറത്തുകാരി. അതുകൊണ്ട് തന്നെ ജേക്കബിന്റെ ഇപ്പോഴത്തെ ഈ പണിയൊന്നും അവന്റെ അമ്മച്ചിക്ക് അത്ര പിടിക്കുന്നില്ലെന്നതാണ് സത്യം. ജേക്കബിനടുത്തായി ഇരുന്നിരുന്ന അമ്മച്ചി കട്ടിലിൽ നിന്നെണീറ്റ് അടുക്കളയിലേക്ക് തിരികെ പോകാനായി നടന്നു തുടങ്ങി. അടുക്കളയിലേക്കുള്ള നടത്തത്തിനിടയിൽ അമ്മച്ചി ജേക്കബ് കേൾക്കാനായി പറയാനുള്ള കാര്യങ്ങൾ സാമാന്യം ഉച്ചത്തിൽ തന്നെ പിറുപിറുത്തുകൊണ്ടിരുന്നു. പാസ്റ്റർ ജോസഫ് അടക്കുമുറിയുടെ ധ്യാനം ഇവിടെ അടുത്തെവിടെയോ നടക്കുന്നുണ്ടെന്ന് നിന്റെ പെങ്ങള് വിളിച്ചു പറഞ്ഞിരുന്നു. അവള് തന്നെ അവിടെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുമുണ്ട്. അവളുടെ കെട്ടിയോൻ കൂടെയില്ലാത്തതാണ്. അതുകൊണ്ട് എന്നോടും കൂടെ ചെല്ലാൻ വിളിച്ചിട്ടുണ്ട്. ആര്, ജിൻസിയോ? അത്ഭുതം നിറഞ്ഞ ആ ചോദ്യം കിടക്കയിൽ കൊണ്ട് തന്നെ ജേക്കബ് അമ്മച്ചിയോട് ചോദിച്ചു. അവനത് വിശ്വസിക്കാനായില്ല. അല്ലാതെ നിനക്ക് വേറെ പെങ്ങളുണ്ടോ? അമ്മച്ചി അല്പം ചൂടിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇതുവരെ ഇത്തരം കാര്യങ്ങളിൽ അത്ര വിശ്വാസമില്ലാതിരുന്ന പെണ്ണായിരുന്നല്ലോ. ഇപ്പോഴെന്തു പറ്റി? ചിലപ്പോൾ ഈയടുത്ത് സിറ്റിയിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടു പേടിച്ചു കാണും. അല്ലേലും അത് മുതലെടുക്കാൻ ഇങ്ങനെയും കുറച്ചെണ്ണം ഉണ്ടല്ലോ. അപ്പോ പിന്നെ പേടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇപ്പോൾ അവൾക്ക് മാസം ഇത് 5 ജേക്കബ് ഉള്ളിൽ മന്ത്രിച്ചു. പിന്നെ അവന്റെ ഉള്ളിലെ ആകുലതകൾ അമ്മച്ചിയോടവൻ തുറന്നു ചോദിച്ചു. റെസ്റ്റ് വേണ്ട സമയമാണ്. എന്നിട്ടും അവളിതെന്തിനുള്ള പുറപ്പാടാണാവോ? അതുകൊണ്ടല്ലേ അവൾ എന്നെ വിളിച്ചത്. കൂടെ നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടെ വരാനോ? അമ്മച്ചിയുടെ മറുപടി കേട്ടതും ജേക്കബിന്റെ ശബ്ദം ഉയർന്നു. ഞാനൊന്നുമില്ലേലും ഒരു പോലീസ് ഓഫീസറല്ലേ. അതും പോരാത്തതിന് ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനല്ലേ. അങ്ങനെയുള്ള ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയെന്നറിഞ്ഞാൽ എന്റെ നിലയും വിലയും എന്താകും? സ്വന്തം അമ്മച്ചിയുടെയും പെങ്ങളുടെയും കൂടെ എവിടെയും പോയെന്ന് കരുതി പോകുന്ന നിലയും വിലയുമാണെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ. അമ്മച്ചി ഒരു താക്കീതെന്ന മട്ടിൽ തന്നെ പറഞ്ഞു. എന്തായാലും കൂടെ പോവാതെ തരമില്ലെന്ന് അവൻ ഉറപ്പായി. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മുതലേ അവൾക്ക് ഇക്കാര്യത്തിലൊക്കെ അല്പം വിശ്വാസം കൂടുതലാ. അതുകൊണ്ട് ഇനി നീയായിട്ട് അവളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കണ്ട. അളിയൻ കൂടെ ഇല്ലേൽ പിന്നെ ഈ അവസ്ഥയിൽ അവളെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലല്ലോ. അവന്റെ മനസ്സ് മന്ത്രിച്ചു. പിന്നെ അമ്മച്ചിയോടായി പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം. എനിക്ക് അത്യാവശ്യമായി സ്റ്റേഷനിലൊന്ന് പോവണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്നിങ്ങ് വരാം. 1 മണിക്കൂറിന്റെ കാര്യമുള്ളൂ. ഞാൻ സ്റ്റേഷനിലൊന്ന് പോയിട്ട് പെട്ടെന്നിങ്ങ് വന്നേക്കാം. എന്നിട്ട് ഒരുമിച്ച് പോവാം. അതും പറഞ്ഞ് ജേക്കബ് അരമണിക്കൂർ കൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. വണ്ടി സ്റ്റേഷൻ ലക്ഷ്യമാക്കി പറന്നു. യാത്രക്കിടയിൽ അവന്റെ മനസ്സ് ഒന്ന് തിരിഞ്ഞു നോക്കി. ഈ കഴിഞ്ഞ 2 ദിവസം എങ്ങനെയാണ് പോയത്? ഒരു പിടിയുമില്ല. ടെസ്റ്റ് റിസൾട്ട് വരുന്നതുവരെയുള്ള കാത്തിരിപ്പ് നന്നേ മടുപ്പ് നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം പോയി കിട്ടാൻ പോലും വളരെ പ്രയാസമായിരുന്നു. ചൊവ്വാഴ്ചയാണ് ഫിംഗർ പ്രിന്റ് അനലിസ്റ്റിന്റെ ടെസ്റ്റ് റിസൾട്ട് വന്നത്. അത് ആ വട്ടന്റെ വിരലടയാളം തന്നെയാണെന്നറിഞ്ഞപ്പോൾ മുതലുള്ള കാത്തിരിപ്പാണ്. ആ നെക്രോഫീലിയ ഭ്രാന്തൻ വക്കച്ചൻ തന്നെയാണോ അതോ വക്കച്ചൻ വെറും സഹായി മാത്രമാണോ എന്നറിയാനുള്ള കാത്തിരിപ്പ്. അല്ലെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ജേക്കബിന് ഇഷ്ടം. ശേഷം റിസൾട്ട് കിട്ടാൻ ബാക്കിയുള്ള വിലപ്പെട്ട 6 ദിവസങ്ങളിലെ ഒരു ദിവസം വെറുതെ പാഴായിരിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ടാവണം. അതാണ് ഇനി ഈ കേസിന്റെ വിധി തീരുമാനിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ നാളെ വെള്ളിയാഴ്ച ആ കഴുകൻ ഇനിയൊരു കല്ലറ തുറക്കില്ല. അല്ലെങ്കിൽ ഇനിയുള്ള വെള്ളിയാഴ്ചകളിലെ അവന്റെ പ്രവൃത്തികൾ പുറം ലോകം അറിയാതെ നോക്കേണ്ടി വരും. അവന്റെ സംശയത്തിന്റെ നിഴലിൽ നിന്നും ഒളിച്ചിരിക്കാൻ സഹായിക്കുന്ന ആ മറ
എന്താണെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിലും കസ്റ്റഡിയിലുള്ള 3 പേരെയല്ലാതെ ഇനി ആരെ സംശയിക്കണം എന്നുപോലും അറിയാത്ത അവസ്ഥയിലും 4 ദിവസം കൊണ്ട് കേസ് തെളിയിക്കുക എന്നത് അത്ര എളുപ്പമാവില്ല എന്നും ജേക്കബ് കണക്കുകൂട്ടി. സർ, ഗിരീഷ് ആയിരുന്നു അത്. എന്തായടോ, റിപ്പോർട്ട് കിട്ടിയോ? യെസ് സർ. ഗിരീഷ് കയ്യിലുണ്ടായിരുന്ന ഫയൽ ജേക്കബിന് നേരെ നീട്ടി. ആവേശത്തോടെ ആ ഫയൽ വാങ്ങി ജേക്കബ് അത് തുറന്നു നോക്കി. ഫയലിലെ ഓരോ റിപ്പോർട്ട് നോക്കുമ്പോഴും തന്റെ കണക്കുകൂട്ടലുകൾ ശരിയായതിന്റെയും ഇതുവരെയുള്ള അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് അറിഞ്ഞതിന്റെയും സന്തോഷം ജേക്കബിന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ റിസൾട്ടുകൾ ജേക്കബിനെ അടിമുടി തകർത്തു കളഞ്ഞു. ജേക്കബ് മുഷ്ടി ചുരുട്ടി അയാളുടെ മുന്നിലുള്ള മേശപ്പുറത്ത് ആഞ്ഞുകുത്തി. എന്തുപറ്റി സർ? ഒന്നും മനസ്സിലാകാതെ ഗിരീഷ് ചോദിച്ചു. ഇനി എന്തു പറ്റാൻ? ദേവികയുടെ കഴുത്തിൽ കണ്ട പാടുണ്ടായത് വീട്ടിൽ നിന്നും കിട്ടിയ കയർമുറുകി തന്നെയാണ്. മുടിയുടെ കാര്യങ്ങളെല്ലാം കൃത്യം തന്നെ. നരച്ച മുടി കിഴവന്റെയും നീണ്ടു ചെമ്പിച്ച മുടി ആ വട്ടന്റെയും ചെറിയ കറുത്ത മുടി അജിത്തിന്റെയുമാണ്. പക്ഷേ എന്താ സാർ? ഗിരീഷ് ആകാംക്ഷയോടെ ചോദിച്ചു. എടോ ഗിരീഷേ, സെമൻ ടെസ്റ്റ് ചെയ്തതിൽ ആരുടേതുമായും മാച്ച് ചെയ്യുന്നില്ല. തികഞ്ഞ നിസ്സഹായ അവസ്ഥയിലായിരുന്നു ജേക്കബ് അത് പറഞ്ഞു തീർത്തത്. അപ്പോ ഇവരാരുമല്ലേ പ്രതി? അപ്പോഴാ വട്ടനോ? ഗിരീഷ് ഒന്നിനുമേലെ ഒന്നായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ജേക്കബിന് എല്ലാം കൂടി ചിന്തിച്ചപ്പോൾ തല പുകയാൻ തുടങ്ങി. ഇനി നമുക്കൊന്നും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ആ കഴുകനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലായിരിക്കും. ജേക്കബിന്റെ ഉള്ളിലെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നു. ഡിവൈഎസ്പി മനോജ് പറഞ്ഞതുപോലെ ഞായറാഴ്ച കേസ് അവസാനിപ്പിക്കാൻ മനസ്സാൽ ജേക്കബ് തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ ഗിരീഷിന്റെ ചിന്തകളിൽ അപ്പോഴും കഴുകൻ വട്ടമിട്ട് പറക്കുകയായിരുന്നു. അവന്റെ ചോദ്യത്തിനുള്ള ഉത്തരവും അവൻ തന്നെ കണ്ടെത്തി. സാർ, അന്ന് പറഞ്ഞില്ലായിരുന്നു ആ വട്ടൻ പ്രതിയല്ലെങ്കിൽ തീർച്ചയായും സഹായിയോ സാക്ഷിയോ ആവുമെന്ന്? അവനെയാണെങ്കിൽ ശരിക്കൊന്ന് ചോദ്യം ചെയ്തിട്ടുമില്ല. നമുക്കൊന്നുകൂടി നോക്കാം സാർ. ജേക്കബിന്റെ ഉള്ളിലേക്ക് ആത്മവിശ്വാസം കുത്തിനിറയ്ക്കാൻ ഗിരീഷ് പരമാവധി ശ്രമിച്ചു. ഗിരീഷിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന സംശയങ്ങൾ വീണ്ടും ഉടലെടുത്തു. ഇത്രയും കുറ്റങ്ങൾ പിഴവുകളില്ലാതെ ചെയ്തൊരാൾ ഇത്തവണ എങ്ങനെ തെളിവ് നശിപ്പിക്കാൻ വിട്ടുപോകും? അതെ, ആ സംശയം അവൻ ഉറപ്പിച്ചു. അത് ശരിയാണ്. നമ്മളെ പറ്റിക്കാൻ മനഃപൂർവ്വം തെളിവുകൾ ഉണ്ടാക്കി സംശയിക്കാൻ പ്രതികളെ ഇട്ടു തന്ന് കേസ് വഴിതെറ്റിക്കാനുള്ള അവന്റെ ശ്രമമായിരുന്നു ഇതെല്ലാം. അതിലവൻ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ജേക്കബ് പറഞ്ഞു തീർക്കും മുന്നേ ഗിരീഷ് അടുത്ത ചോദ്യം ചോദിച്ചു. അപ്പോൾ അജിത്തോ? അവനിതിനിടയിൽ വന്ന് പെട്ടതാവാനേ വഴിയുള്ളൂ. മരിക്കുന്നതിനു മുന്നേ ദേവികയുമായുള്ള സമ്പർക്കത്തിനിടയിൽ എങ്ങനെയെങ്കിലും അവന്റെ ഒരു മുടി അവളുടെ ദേഹത്ത് വന്നു കാണും. അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് മുൻകൂട്ടി അറിഞ്ഞു. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവളുടെ മരണവിവരം ആദ്യം അറിഞ്ഞു. അവളുടെ വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യം മുതലെടുത്ത് ദേവികയുടെ ശരീരം കഴുകൻ അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോയി കാണും. ശേഷം അത് കല്ലറയിൽ കൊണ്ടുപോയി ഭോഗിച്ചിരിക്കും. ഇതിനിടയിൽ എപ്പോഴോ അവൻ ആ വട്ടനെയും സഹായത്തിന് ഒപ്പം കൂട്ടി. അവനെതിരെയും ആ കിഴവനെതിരെയുമുള്ള തെളിവുകളും കല്ലറയിൽ നിക്ഷേപിച്ച് മടങ്ങിക്കാണും. ഇതിനിടയിൽ അജിത്തിന്റെ മുടിയും കല്ലറയിൽ വന്നു കാണണം. അത് ആ കഴുകൻ ശ്രദ്ധിച്ചു കാണില്ല. കൂട്ടത്തിൽ ദേവിക ആത്മഹത്യാക്കുറിപ്പ് എഴുതിയതും അവനത് അറിഞ്ഞു കാണില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അവരെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ കിഴവൻ പറഞ്ഞതെല്ലാം സത്യമാവും. ഒരു കാര്യം ചെയ്യേ, അയാളെ വിട്ടേക്ക്. അജിത്തിനെതിരെ ചേർക്കാൻ പറ്റിയ വകുപ്പൊക്കെ ചേർത്ത് ദേവികയുടെ ആത്മഹത്യാ പ്രേരണയ്ക്ക് അവന്റെ പേരിൽ കേസെടുത്തേക്ക്. അപ്പോ വക്കച്ചനോ? ഗിരീഷ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി എന്തു പറയണമെന്ന് ജേക്കബിനറിയില്ലായിരുന്നു. അവൻ നമുക്ക് ഉപകാരപ്പെടുമോ എന്ന് ആദ്യം നോക്കാം. ഇല്ലേൽ ബാക്കി അപ്പോൾ നോക്കാം. എന്തായാലും ഈ വെള്ളിയാഴ്ച കഴിയും വരെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു. ഫോണെടുത്ത് നോക്കിയപ്പോൾ ജേക്കബ് ഒന്ന് ഞെട്ടിപ്പോയി. അമ്മച്ചിയാണ് വിളിക്കുന്നത്. അവരെയും കൂട്ടി പോവേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ജേക്കബിന്റെ ചിന്തയിൽ നിന്നും എപ്പോഴോ മാഞ്ഞു പോയിരുന്നു. പിന്നെ നിമിഷ നേരം കൊണ്ട് ജേക്കബ് ക്ലബിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പറന്നു. ജേക്കബ് വീട്ടിലെത്തിയപ്പോഴേക്കും തന്നെ ഒരുപാട് നേരം വൈകിയിരുന്നു. അവിടെ നിന്നും അമ്മച്ചിയെയും പോവും വഴി ജിൻസിയെയും കൂട്ടി. അവരെത്തുമ്പോഴേക്കും ധ്യാനം തുടങ്ങി ഏറെ നേരം ആയി കാണുമെന്നും പറഞ്ഞ് മുഖം വീർപ്പിച്ചാണ് അവിടെ എത്തും വരെ രണ്ടുപേരും വണ്ടിയിലിരുന്നത്. ജിൻസി ഗർഭിണിയായതുകൊണ്ട് വാഹനം പതുക്കെ ഓടിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. എങ്കിലും അധികം താമസിക്കാതെ അവർ ധ്യാനകേന്ദ്രത്തിന്റെ ഗേറ്റ് കടന്നിരുന്നു.
അവർ അവിടെ എത്തിയതും രണ്ടുപേരും വണ്ടിയിറങ്ങി ധ്യാനകേന്ദ്രത്തിന്റെ അകത്തേക്ക് നടന്നു. ജേക്കബിനോട് നല്ല ദേഷ്യത്തിലായിരുന്നു രണ്ടുപേരും. അവരെയും തെറ്റു പറയാൻ സാധിക്കില്ല. 10 മണിക്ക് തുടങ്ങിയ ധ്യാനത്തിന് 11 മണിക്കാണ് അവർ എത്തിയത്. അവരെത്തിയപ്പോഴേക്കും അകത്തു നിന്നും പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. ജേക്കബിനെ അകത്തേക്ക് വിളിച്ചപ്പോൾ വരുന്നില്ലെന്നായിരുന്നു മറുപടി. അവരധികം നിർബന്ധിച്ച് സമയം കളയാതെ അകത്തേക്ക് കയറി. അവൻ പുറത്തിറങ്ങി വണ്ടിയുടെ അരികിൽ ചാരി നിന്നു. ഇന്ന് വ്യാഴം. ഇനി 3 ദിനങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിനുള്ളിൽ അവനെ പിടിക്കാൻ സാധിക്കില്ലെന്ന ചിന്ത അവന്റെ മനസ്സിനെ വല്ലാതെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. അവന്റെ ചിന്തകൾ കാടുകയറാൻ തുടങ്ങിയപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ നിന്നും പാസ്റ്ററുടെ പ്രസംഗം മൈക്കിലൂടെ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങിയിരുന്നു. ഏതോ നിമിഷത്തിൽ അവന്റെ തലയിൽ നിന്നും കേസിനെക്കുറിച്ചുള്ള ചിന്തകൾ പടിയിറങ്ങിപ്പോയി. അവിടെ നിന്നാൽ ഒന്ന് സ്വതന്ത്രമായി ചിന്തിക്കാൻ പോലും സാധിക്കില്ലെന്ന് അവനുറപ്പായി. ധ്യാനം കഴിയും വരെ അവിടെ നിൽക്കാതെ, ധ്യാനം കഴിഞ്ഞ് അവർ വിളിക്കുമ്പോൾ അവരെ തിരികെ കൊണ്ടുപോവാൻ വരാമെന്ന് പറഞ്ഞു പോകാനായിരുന്നു ജേക്കബ് മനസ്സിൽ കരുതിയത്. അവരോടത് പറയാനായി ജേക്കബ് പ്രാർത്ഥനാ കേന്ദ്രത്തിന്റെ അകത്തേക്ക് കയറി. അകത്തു ചെന്നപ്പോൾ കണ്ട കാഴ്ച ജേക്കബിനെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു വലിയ ഹാൾ നിറച്ചും ആളുകൾ കൂടിയിരിക്കുന്നു. പാസ്റ്റർ പറയുന്നതിനൊക്കെ അവർ ഉച്ചത്തിൽ അലറി വിളിച്ച് പറയുന്നു. അതിനിടയിൽ തന്റെ അമ്മയെയും സഹോദരിയെയും കണ്ടെത്തുക ദുഷ്കരമാവുമെന്നതിന് അവന് സംശയമുണ്ടായിരുന്നില്ല. അവൻ ആ ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങി വരാന്തയിലെ തൂണിൽ ചാരി നിന്നു. അപ്പോഴാണ് അകത്തുനിന്നും ഉയരുന്ന പ്രാർത്ഥനകൾ ജേക്കബ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിൽ അവൻ തേടുന്ന കഴുകനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കേണ്ട കഷ്ടതകളെക്കുറിച്ചും മറ്റും പരാമർശിക്കുന്നുണ്ടായിരുന്നു. കേസിനെക്കുറിച്ചുള്ള കാര്യമായതിനാൽ അവന് അതിൽ ശ്രദ്ധ കൂടി. ആ വരാന്തയിൽ നിന്നുകൊണ്ട് അവൻ കാതോർത്തു. ആ പ്രസംഗത്തിന്റെയും പ്രാർത്ഥനയുടെയും കരുത്ത് അവനിൽ ആഴ്ന്നിറങ്ങി. അവന്റെ തലച്ചോറിലൂടെ വീണ്ടും കേസിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സംഭവങ്ങൾ മിന്നിമറഞ്ഞു. എത്ര തവണ ആലോചിച്ചിട്ടും കിട്ടാത്ത ഉത്തരങ്ങൾ അവന് ആ ഒറ്റ നോട്ടത്തിലൂടെ തെളിഞ്ഞു കാണാൻ സാധിച്ചു. പ്രസംഗം കേട്ടപ്പോൾ കേസിൽ അവൻ വിട്ടുപോയ ചില ചോദ്യങ്ങൾ ഉത്തരത്തോടുകൂടി അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. പിന്നെ ക്ഷണനേരം കൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി. എങ്ങോട്ടെന്നില്ലാതെ അവൻ വണ്ടിയിൽ പറന്നു. ആ യാത്രക്കിടയിൽ ഗിരീഷിനെ വിളിച്ച് തന്റെ അമ്മച്ചിയെയും സഹോദരിയെയും വീട്ടിൽ കൊണ്ടു ചെന്നാക്കാനുള്ള ജോലി ഏൽപ്പിച്ചിട്ടാണ് അവൻ പോയത്. പിന്നെ ഏറെ നേരം കഴിഞ്ഞാണ് ജേക്കബ് തിരിച്ചെത്തിയത്. രാത്രിയേറെ ഇരുട്ടിയിരുന്നു. ഗിരീഷിന്റെ മിസ്ഡ് കോളുകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഫോൺ എടുത്ത് ഗിരീഷിന്റെ ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ മറുപടിയൊന്നും ഇല്ലാത്തതിനാൽ അവൻ ഫോൺ എടുത്തില്ല. അന്നത്തെ ദിവസം അവൻ എവിടെ പോയെന്നോ എന്തു ചെയ്തെന്നോ ആരും അറിഞ്ഞില്ല. ഗിരീഷ് ആവട്ടെ ആ യാത്രയുടെ രഹസ്യം അറിയാതെ ഒരു ദിവസം മുഴുവനും എരിപിരി കൊള്ളുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ജേക്കബിന്റെ മൊബൈൽ ബെല്ലടിച്ചു. അതെടുത്തതും ജേക്കബിന്റെ മുഖത്ത് കൂടുതൽ സന്തോഷം വിടർന്നു. ആ വിളിക്ക് വേണ്ടിയാണ് ജേക്കബ് ഇന്നലെ രാത്രി മുതൽ കാത്തിരുന്നത്. ആ കഴുകനെക്കുറിച്ചുള്ള സൂചനകൾ ശരിയാണെന്ന് ഉറപ്പിക്കാനുള്ളതായിരുന്നു ആ ഫോൺ കോൾ. മൊബൈലിലെ സംസാരം കഴിഞ്ഞതും ജേക്കബ് ഒട്ടും താമസിച്ചില്ല. അരമണിക്കൂർ കൊണ്ട് ജേക്കബ് റെഡിയായി പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ഗിരീഷ് അക്ഷമനായി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ സാർ, ഇന്നലെ എന്തുണ്ടായി? എടോ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? അതെ സാർ. യൂണിഫോം ശരിയാക്കിക്കൊണ്ട് ജേക്കബ് ഗിരീഷിന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എന്നാൽ ഇന്നു മുതൽ രാത്രികാലങ്ങളിലെ സെക്യൂരിറ്റി കുറച്ച് പഴയതുപോലെ ആക്കിക്കൊള്ളാൻ എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്തേക്ക്. പിന്നെ സിമിത്തേരിയിലെ ഡ്യൂട്ടിക്ക് പോലീസുകാരെ നിർത്തണ്ട. സിറ്റിയിൽ എല്ലായിടത്തും സാധാ പെട്രോളിംഗ് മതി. ജേക്കബിന്റെ നിർദ്ദേശം കേട്ടതും ഗിരീഷിന്റെ തല ആകെ പുകഞ്ഞു. തീർത്തും ഒരു ഞെട്ടലോടെ തന്നെ അവൻ ജേക്കബിനോട് ചോദിച്ചു. സാർ, അപ്പോൾ ആ കഴുകൻ അവനിന്ന് കല്ലറ തുറക്കില്ലേ? ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അതിനുള്ളിൽ അവനെ പിടിക്കാൻ കഴിയുമോ? ആ സാഹചര്യത്തിൽ ഇന്നവൻ ഒരു കല്ലറ കൂടി തുറന്നാൽ നമ്മളെന്തു ചെയ്യും? എന്തു ചെയ്യാൻ? അവൻ തുറക്കട്ടേടോ. ഇന്നവൻ തുറക്കുന്നത് ഈ സിറ്റിയിലെ അവന്റെ അവസാനത്തെ കല്ലറയാവും. അതെങ്ങനെയാണ് സാർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഗിരീഷേ, നമ്മൾ ഇന്ന് അവനെ പിടിക്കുന്നു. ആ ശവന്തീനി കഴുകനെ. അതെങ്ങനെ സാർ? ആ കഴുകൻ ആരാണെന്ന് സാറിന് വല്ല സൂചനയും കിട്ടിയോ? ജേക്കബിന്റെ വാക്കുകൾ കേട്ടതും ഗിരീഷ് അമ്പരന്നിരുന്നു. ആ അമ്പരപ്പിൽ തന്നെയാണ് ഗിരീഷ് ജേക്കബിനോട് ചോദിച്ചത്. ഉം, ചില സംശയങ്ങളൊക്കെയുണ്ട്. അത്രമാത്രം പറഞ്ഞ് ജേക്കബ് നിർത്തി. സാറേ, ആരാ ആ കഴുകൻ? അതൊക്കെ കണ്ടറിഞ്ഞാൽ പോരെ ഗിരീഷേ.
എന്നാലും പറ സാറേ. ഗിരീഷ് ആരാണ് കഴുകനെന്നറിയാൻ കെഞ്ചി. ജേക്കബിന് എന്തുകൊണ്ടോ അത് വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടായില്ല. അതൊക്കെ പറയാടോ. സാറേ, നമ്മുടെ ആ പ്രാന്തൻ വക്കച്ചൻ പറഞ്ഞ എന്തെങ്കിലും സത്യമുണ്ടോ? എടോ, തനിക്കെന്താ വട്ടുണ്ടോ? കണ്ണിൽ കണ്ട പ്രാന്തനൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ. ഒന്നുമില്ലേലും അയാളൊരു വട്ടനാണെന്ന ബോധമെങ്കിലും വേണ്ടേ? അതും കണക്കിലെടുത്ത് പോയാൽ കോടതിയിൽ കിടന്ന് വിയർക്കും. ജേക്കബിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗിരീഷ് ഒന്ന് ചമ്മിയെങ്കിലും ആ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, സോറി സാർ. ഞാൻ കരുതി അയാളുടെ മൊഴിയിൽ നിന്നാവും സാറിന് എന്തെങ്കിലും തുമ്പ് കിട്ടിയതെന്ന്. ഒന്ന് പോടോ. ഗിരീഷിന്റെ ചോദ്യങ്ങളെ ജേക്കബ് പാടെ തള്ളിക്കളഞ്ഞു. ഇനി എന്തു ചെയ്യണമെന്ന് ജേക്കബിന് വ്യക്തമായ ബോധമുണ്ടായിരുന്നു. ഗിരീഷിന്റെ നിരന്തരമായ ചോദ്യങ്ങളാവട്ടെ സ്റ്റേഷനിലെത്തും വരെയും നീണ്ടു. പക്ഷേ അവക്കൊന്നും തന്റെ കണ്ടെത്തലുമായി യാതൊരു ബന്ധവുമില്ലെന്ന ഭാവത്തിൽ തന്നെയായിരുന്നു ജേക്കബ്. എടോ ഗിരീഷേ, എല്ലാ സ്റ്റേഷനിലും വിവരം അറിയിച്ചില്ലേ? യെസ് സാർ. പിന്നെ ഒരു കാര്യം, നമ്മുടെ യൂണിറ്റിലെ സ്പെഷ്യൽ ടീമിനോട് റെഡിയായിരിക്കാൻ പറയണം കേട്ടോ. ഇന്ന് രാത്രി ഒരു മിഷനുണ്ട്. മിഷൻ വൾച്ചർ. സാർ, ഞാൻ അറിയിക്കാം സാർ. കുറച്ചു കഴിഞ്ഞ് ഗിരീഷ് ജേക്കബിന്റെ മുറിയിലേക്ക് ഓടിക്കയറി. പക്ഷേ ഇത്തവണ അവൻ സല്യൂട്ട് അടിച്ചില്ല. ആവേശത്തിൽ അവനെല്ലാം മറന്നിരുന്നു. സാർ, എനിക്ക് മനസ്സിലായി. സാർ ഇന്നലെ ആ ധ്യാനകേന്ദ്രത്തിൽ പോയ ശേഷമല്ലേ എന്തൊക്കെയോ തെളിവും തുമ്പുമെല്ലാം കിട്ടിയത്? അതെ, ശരിയാണ്ടോ? എല്ലാം ആ പാസ്റ്ററുടെ കഴിവാണ്. ദൈവാംശമുള്ള ആളാണ് അയാളെന്നൊക്കെ അമ്മച്ചി തന്നോട് പറഞ്ഞു കാണുമല്ലേ? ജേക്കബ് ഒരു ദീർഘവീക്ഷണം നടത്തി. കുറച്ചൊക്കെ പറഞ്ഞു സാർ. എന്നാൽ അത് ഏറെക്കുറെ ശരിയാടോ. ആ പാസ്റ്റർ ആള് കൊള്ളാം. അയാളുടെ പ്രസംഗത്തിന് എന്തോ കഴിവുണ്ട്. ഈ കേസിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചതോ വിട്ടുപോയതോ ആയ കുറച്ചു കാര്യങ്ങൾ അയാളുടെ പ്രസംഗം കേട്ടപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതെല്ലാം ഒരു പരിധിവരെ ശരിയുമായി. ഇന്ന് രാത്രി ആ കഴുകനെ പിടിച്ചിട്ട് വേണം എനിക്ക് പാസ്റ്ററെ കണ്ടെന്ന് സംസാരിക്കാൻ. അപ്പോ അയാൾ വിചാരിച്ച പോലെ പറ്റിപ്പല്ലല്ലേ? അല്ലടോ, അയാളാള് കൊള്ളാം. അതുകൂടി കേട്ടതും ഗിരീഷിന്റെ ഉള്ളിലെ സംശയങ്ങളുടെ തിരതല്ലൽ ഒരു പരിധിവരെ കെട്ടടങ്ങി. എങ്കിലും അവന്റെ ഉള്ളിൽ സംശയത്തിന്റെ നെരിപ്പോട് അണയാതെ കിടന്നു. രാത്രിയായി. അവർക്ക് പാതിരാത്രിയായിട്ടേ കാര്യമുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവർ സ്പെഷ്യൽ ടീമിനോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ട് ജേക്കബ് ഗിരീഷിനെയും കൂട്ടി പുറപ്പെട്ടു. പക്ഷേ എവിടേക്കാണ് പോകുന്നതെന്ന് അവിടെ എത്തും വരെ ഗിരീഷിന് മനസ്സിലായില്ല. അവൻ എത്ര ചോദിച്ചിട്ടും ജേക്കബ് ഒന്നും പറഞ്ഞതുമില്ല. അവർ എത്തിച്ചേർന്നതാവട്ടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് മുന്നിലും. സാർ, നമ്മളെന്താ ഇവിടെ? അതിശയത്തോടെ ഗിരീഷ് ചോദിച്ചു. ജേക്കബിന്റെ മറുപടി കേട്ട ഗിരീഷ് ആകെ അന്തം വിട്ടുപോയി. എടോ, ഈ ഹോട്ടലിലാണ് ആ കഴുകന്റെ താമസം. സാർ എന്തായി പറയുന്നത്? ഉള്ളിൽ നിറഞ്ഞ മുഴുവൻ ആകാംക്ഷയും ഞെട്ടലും അവന്റെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെയാണ് ആ കഴുകന്റെ ഒളിത്താവളം. എന്താ സാർ, അവനിവിടുത്തെ ജോലിക്കാരനാണോ? ഷേ, അവനിവിടെയുള്ള വലിയ പുള്ളിയല്ലേ? ഇതൊരു തരം വട്ടാണ്. വട്ടിനെന്ത് പണവും പ്രതാപവും. ആ, അതും ശരിയാ. ഒരാശ്വാസത്തിൽ ഗിരീഷാണ് പറഞ്ഞു നിർത്തിയതെങ്കിലും പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്ന പോലെ അവൻ ജേക്കബിനോട് ചോദിച്ചു. സാർ, എങ്കിൽ നമുക്കവനെ ഇപ്പോൾ തന്നെ അകത്തു കയറി അങ്ങ് അറസ്റ്റ് ചെയ്തൂടെ? ജേക്കബ് അതിന് മറുപടിയായി ഒരു പുഞ്ചിരി മാത്രം സമ്മാനിച്ചു. ശേഷം അവർ വന്ന കറുത്ത കാർ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് കയറ്റി പാർക്ക് ചെയ്തു. പിന്നെ എന്തിനോ വേണ്ടി കാത്തുനിന്നു. ഗിരീഷിന് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ചോദിച്ചില്ല. സമയം 11:30. അവർ രണ്ടുപേരും ഒരുപോലെ കണ്ണടക്കാതെ കാത്തിരുന്നു. അധിക നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും ഒരു മൂലയിൽ നിന്നും ലിഫ്റ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. അക്ഷമരായി രണ്ടുപേരും അവിടേക്ക് നോക്കി. അവർക്ക് തെല്ലും സംശയമുണ്ടായിരുന്നില്ല. കാരണം ഈ നേരത്ത് ആ കഴുകനല്ലാതെ ഇവിടെ നിന്നും ഇപ്പോൾ ആര് പോവാനാണ്? അതെ, അവർ പ്രതീക്ഷിച്ചതുപോലെ അത് അവൻ തന്നെയായിരുന്നു. പക്ഷേ അവരുടെ വാഹനം കുറച്ചു ദൂരെയായതിനാൽ അവന്റെ മുഖവും മറ്റും അവർക്ക് വ്യക്തമായില്ല. പക്ഷേ അതൊരു കറുത്ത രൂപമാണെന്നും അത് അവരുദ്ദേശിച്ച കഴുകൻ തന്നെയാണെന്നും അവർ ഉറപ്പിച്ചു. വലിയ ഉയരമില്ലാത്ത ശരീരം. ശരീരം മുഴുവൻ കറുത്ത വസ്ത്രത്തിൽ മറച്ച അവന്റെ രൂപം ദൂരെ കണ്ടതും ഗിരീഷ് വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ജേക്കബ് അവനെ തടഞ്ഞു. എടോ, ഇവിടെയിട്ട് പിടിക്കാനാണെങ്കിൽ നമുക്ക് നേരത്തെ ആവായിരുന്നല്ലോ. അവനെ നമുക്ക് തെളിവ് സഹിതം പിടിക്കണം. അതും അവനെ സ്ഥിരം കലാപരിപാടിയിൽ ഏർപ്പെടുമ്പോൾ സിമിത്തേരിയിൽ വെച്ച് തന്നെ വേണം. എങ്കിലേ അവനെ നമുക്ക് ശരിക്കും പൂട്ടാൻ പറ്റൂ.
ജേക്കബിന്റെ വാക്കുകളിൽ കാര്യമുണ്ടെന്നും അതുതന്നെയാണ് നല്ലതെന്നും ഗിരീഷിന് മനസ്സിലായി. ഗിരീഷേ, താൻ മൊബൈലിൽ ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യേ. അത് കേട്ടതും ഗിരീഷ് ധൃതിയിൽ മൊബൈൽ എടുത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങി. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതും അവനെ കാണാനില്ലാതായി. എങ്ങോട്ട് പോയെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ നിശബ്ദരായി കാത്തിരുന്നു. പെട്ടെന്ന് ഒരു വാഹനം സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ട് അവർ അങ്ങോട്ടേക്ക് കണ്ണുകൾ പായിച്ചു. ഒരു കറുത്ത കാർ പുറത്തേക്ക് പോകുന്നു. അതു കണ്ടതും അവരും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറകെ. അവൻ കാണാത്ത വിധത്തിൽ വണ്ടിയെടുത്തു. അവന് സംശയം തോന്നാത്ത ദൂരത്തിൽ അവർ പിന്തുടർന്നു. അപ്പോഴേക്കും ജേക്കബ് സ്പെഷ്യൽ ടീമിനെ വിളിച്ച് സ്റ്റേഷനിൽ നിന്നിറങ്ങാൻ നിർദ്ദേശം കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ആ കഴുകന്റെ കാറും അവരുടെ കാറും മെയിൻ റോഡിലേക്ക് കയറിയിരുന്നു. കഴുകന്റെ കറുത്ത കാറിന് ഒരു 500 മീറ്റർ പുറകിലായി അവരുടെ കറുത്ത കാറും യാത്ര തുടർന്നു. ഒരുപക്ഷെ ജേക്കബ് അവനെ പിന്തുടരേണ്ടി വരുമെന്നത് മുൻകൂട്ടി തീരുമാനിച്ചതുകൊണ്ടാകും പോലീസ് വാഹനം ഒഴിവാക്കിയത് എന്ന് ഗിരീഷ് മനസ്സിലോർത്തു. ഇനി ഈ കറുത്ത കാറ് തന്നെ എടുക്കാൻ കാരണം അവന്റെ കാറിന്റെ നിറവും സാറിന് അറിയുമായിരിക്കുമോ? അവൻ മനസ്സിൽ ചിന്തിച്ചതാണെങ്കിലും അറിയാതെ വാക്കുകൾ വായിൽ നിന്നും പുറത്തു ചാടി. ഏയ്, അതൊന്നുമല്ലടോ. അവനെ പിന്തുടരുമ്പോൾ രാത്രിയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടെന്ന് കരുതിയാണ് ഈ കാർ എടുത്തത്. അത്രയേ ഉള്ളൂ. അതും പറഞ്ഞ് ജേക്കബ് ഗിരീഷിന്റെ മൊബൈൽ വാങ്ങി പരിശോധിക്കാൻ തുടങ്ങി. അതിൽ ആ വീഡിയോ അനങ്ങുന്നില്ല. അത് കണ്ടപ്പോൾ തന്നെ അക്കാര്യം ഗിരീഷിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി. ഗിരീഷിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ജേക്കബ് തന്നെ അതിനുള്ള ഉത്തരവും പറഞ്ഞു. ഒരുപക്ഷെ അവനൊരു ജാമർ ഉപയോഗിക്കുന്നുണ്ടാവും. അതൊരു പക്ഷേ സ്പെഷ്യൽ ടൈപ്പ് ജാമർ ആവും. എന്തെന്നാൽ ജാമർ ഉപയോഗിക്കപ്പെട്ടുവെന്ന് ഒരിക്കലും ആ ദൃശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ വിദേശത്തു നിന്നും കൊണ്ടുവന്നതാവാം. അത് കേട്ടപ്പോൾ ഗിരീഷ് സ്വയം ചോദിക്കാൻ തുടങ്ങി. താൻ അറിയാതെ ജേക്കബ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് കേസിലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുമെന്ന് അവൻ മനസ്സിൽ കണക്കുകൂട്ടി. മനസ്സിലെ ചിന്തകൾ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്താതെ ഗിരീഷ് ശ്രദ്ധിച്ചു. അതേസമയം ജേക്കബ് ആവട്ടെ അപ്പോഴും തന്റെ നിഗമനത്തിലുള്ള വ്യക്തി തന്നെയാവണേ ആ കഴുകനെന്ന പ്രാർത്ഥനയിലായിരുന്നു. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. ഒരു 10-15 കിലോമീറ്ററുകൾ അവർ ആ കഴുകന്റെ കാറിനെ പിന്തുടർന്നു പോയി. ചുറ്റും വനാന്തരമുള്ള ഏതോ വഴിയിലൂടെ അവർ കുറച്ചു ദൂരം പിന്നിട്ടതെല്ലാം അവർ തിരിച്ചറിഞ്ഞു. അവിടെ ഇരുവശവും കാടായിരുന്നു. അതൊരു കുറുക്കുവഴിയായേക്കുമെന്നായിരുന്നു ഗിരീഷിന്റെ നിഗമനം. അത് ശരിയായിരുന്നു താനും. എവിടെ എത്തിയെന്ന് തിരിച്ചറിയാനുള്ള ഒരു സൂചനയും അവർക്ക് ലഭിച്ചില്ല. അവർ കൊടുത്ത വിവരം പ്രകാരം സ്പെഷ്യൽ ടീം വരും എന്ന് തന്നെയായിരുന്നു ജേക്കബിന്റെ വിശ്വാസം. അവരുടെ വണ്ടി ചെന്നു കയറിയത് ഒരു ഇടുങ്ങിയ റോഡിലായിരുന്നു. വഴി അവസാനിച്ചത് മനസ്സിലാക്കിയ ജേക്കബും ഗിരീഷും വണ്ടിയിൽ നിന്നിറങ്ങി കുറച്ചു മുന്നോട്ട് നടന്നു. അപ്പോൾ സമയം 1 മണിയോടടുത്തിരുന്നു. ചുറ്റും ചീവീടിന്റെയും വവ്വാൽ പറക്കുന്നതിന്റെയും ശബ്ദം മാത്രം മുഴങ്ങി നിന്നിരുന്നു. ആ ഏകാന്തത അവരുടെ മനസ്സിനെ തെല്ലൊന്ന് ഭയപ്പെടുത്തി. എങ്കിലും ധൈര്യം സ്വരൂപിച്ചവർ മുന്നോട്ട് നടന്നു. ഒരു നീണ്ട വഴിയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. ആ വഴിയുടെ തുടക്കത്തിലായി കഴുകന്റെ കാറും. അവർ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. അവൻ കാറിലില്ല. വണ്ടി അവിടെ നിർത്തിയിട്ട് പോയതാണ്. അതവർക്ക് കുറച്ച് ആശ്വാസമേകി. അവർ ഇരുട്ടിനും നിശബ്ദതയ്ക്കും ഭംഗം വരുത്താതെ മുന്നോട്ട് നടന്നു. വളരെ ഇടുങ്ങിയതും ചെറുതും ഇളകിയ ഉരുളൻ കല്ലുകൾ നിറഞ്ഞതും ഇരുട്ടിൽ നടക്കുന്നത് ദുർഘടവുമായിരുന്നു. അതിനു ചുറ്റും കാടും മരങ്ങളുമാണ്. മൊത്തത്തിൽ അതൊരു വനമേഖലയാണെന്നവർക്ക് മനസ്സിലായി. ഗിരീഷ് നടത്തത്തിനിടയിൽ പിറുപിറുത്തു. ഏതവനാണാവോ ഈ കാട്ടുമുക്കിൽ കൊണ്ടുപോയി പള്ളി പണിഞ്ഞത്? ഗിരീഷിന്റെ ആ വാക്കുകൾ ജേക്കബിൽ ചെറിയൊരു പുഞ്ചിരിക്ക് തിരികൊളുത്തി. അവർ ഇടുങ്ങിയ വഴിയിലൂടെ ഒരു ടോർച്ച് പോലുമില്ലാതെ നടന്നു മുന്നോട്ട് നീങ്ങി. നടന്ന് നടന്ന് അവർ ഒരു ചെറിയ പള്ളിയുടെ മുന്നിലെത്തപ്പെട്ടു. അവിടെ ആരെയും കണ്ടില്ല. വളരെ ശ്രദ്ധയോടെ അവർ മുന്നോട്ട് നീങ്ങി. കാടിനിടയിലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ പള്ളിയുടെ ഒരു വശത്തിലൂടെ അവർ പമ്മി പമ്മി നടന്നു. പുറകിലായി സിമിത്തേരി കണ്ടെത്തിയ ഗിരീഷ് ജേക്കബിനെ അത് കാണിച്ചു കൊടുത്ത് കൂടുതൽ ജാഗരൂകനാക്കി. അവർ ആ സിമിത്തേരിക്കടുത്തുള്ള കാടിന്റെ അരികു പിടിച്ചു നടന്നു. സിമിത്തേരിയും കാടിനാൽ ചുറ്റപ്പെട്ടായിരുന്നു കിടന്നിരുന്നത്. ചെറുതെങ്കിലും കല്ലറകൾ കൊണ്ട് നിറഞ്ഞ സിമിത്തേരിയുടെ മുൻഭാഗത്തെങ്ങും അവനെ കാണാൻ സാധിച്ചില്ല. കഴുകൻ കറുത്ത ശരീരം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രം ധരിച്ചതിനാൽ ഇരുട്ടിലാ രൂപത്തെ കണ്ടെത്തുക വളരെ പ്രയാസമായിരുന്നു. അത് മനസ്സിലാക്കിയ ഗിരീഷ് ഉള്ളിലെ ഭയം അറിയാതെ ജേക്കബിനോട് പങ്കുവച്ചു. സാർ, ഇനിയത് ശരിക്കും വല്ല സാത്താനോ മറ്റോ ആവുമോ?
പെട്ടെന്നൊരു ശബ്ദം കേട്ടു. രാത്രി സിമിത്തേരിയിൽ നിൽക്കുന്നതിന്റെ എല്ലാ ഭയവും അവർ രണ്ടുപേരിലും വ്യക്തമായി പ്രകടമായിരുന്നു. ആ നിമിഷത്തിൽ അവർ ഭയന്ന് മുന്നിലുണ്ടായിരുന്ന പൊന്തക്കാട്ടിൽ ഊനിയിരുന്നു പോയി. ഭയത്താൽ ഗിരീഷ് ജേക്കബിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വീണ്ടും ആ ശബ്ദം കേട്ടു. അവർ വീണ്ടും ഭയന്നു. അപ്പോഴേക്കും ജേക്കബിന്റെ മനസ്സിൽ ആ ശബ്ദം കല്ലറ തുറക്കുന്നതിൻ്റെതാവുമോ എന്ന ചിന്ത സ്ഥാനമുറപ്പിച്ചിരുന്നു. അടുത്ത ഒരു ശബ്ദം വന്നപ്പോഴേക്കും അതൊരു സ്ലാബ് നീക്കുന്ന ശബ്ദമാണെന്ന് ജേക്കബ് മനസ്സിലാക്കിയിരുന്നു. അല്പസമയം ശബ്ദമൊന്നും കേട്ടില്ല. സാർ, നമുക്ക് ചെന്നവനെ അറസ്റ്റ് ചെയ്താലോ? ഗിരീഷ് ഈ സാഹചര്യം അവസാനിപ്പിക്കാനായി ജേക്കബിനോട് പറഞ്ഞു. നോ, കുറച്ചു നേരം കൂടി ക്ഷമിക്കണം, ജേക്കബ് കടുത്ത സ്വരത്തിൽ തന്നെ പറഞ്ഞു. അപ്പോഴേക്കും ഗിരീഷ് ഒരു പരിവമായിരുന്നു. പക്ഷേ ഗിരീഷിന്റെ ഉള്ളിലേക്ക് ധൈര്യത്തിന്റെ വെളിച്ചം പടരാൻ അധിക സമയം വേണ്ടിവന്നില്ല. ആ കഴുകൻ തന്റെ സ്ഥിരം രീതികൾ തുടർന്നുകൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായി സിമിത്തേരിയിൽ നടുഭാഗത്ത് നിന്നും ഒരു തീജ്വാല പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ വെളിച്ചം ആ സിമിത്തേരി മുഴുവൻ പടർന്നു പിടിച്ചു. കഴുകൻ കുത്തി തുറന്ന കല്ലറയിലെ പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ കല്ലറയ്ക്ക് പുറത്ത് ഒരു വശത്ത് കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ പ്രകാശമായിരുന്നു അത്. അവന്റെ സ്ഥിരം കലാപരിപാടി തന്നെ. അതും ജേക്കബിന്റെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ നടന്നു. അതിനുശേഷം ആർത്തിയോടെ കല്ലറയിലേക്ക് ചാടിയിറങ്ങുന്ന ഒരു രൂപത്തെ ഞൊടിയിടയിൽ അവർ കണ്ടു. ആ കാഴ്ചയിൽ തന്നെ അത് അവരുടെ ഉള്ളിൽ തെല്ലൊരു ഭയം ജനിപ്പിക്കുകയും ചെയ്തു. സാർ, നമുക്കവനെ പോയി പിടിക്കാം. അതും പറഞ്ഞ് ജേക്കബിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഗിരീഷ് സിമിത്തേരിയുടെ ചുറ്റുമുള്ള കാടിനിടയിലൂടെ പമ്മി പമ്മി നടക്കാൻ തുടങ്ങി. ആ സമയം ജേക്കബ് പോക്കറ്റിൽ നിന്നും മൊബൈൽ എടുത്ത് സ്പെഷ്യൽ ടീമിന് മെസ്സേജ് അയച്ചു. പിന്നെ വേഗം ഗിരീഷിനൊപ്പം മറപറ്റി നടന്നു. ഗിരീഷിനെ നയിക്കുന്നത് മുഴുവനും അവന്റെ ഉള്ളിലെ ആകാംക്ഷയാണെന്ന് ജേക്കബ് മനസ്സിലോർത്തു. പൊടുന്നനെ കഴുകനൊന്ന് തലയുയർത്തി ചുറ്റും നോക്കി. അത് കണ്ടതും അവർ രണ്ടുപേരും നിശ്ചലമായി നിന്നു. കഴുകൻ കല്ലറയ്ക്കുള്ളിലേക്ക് വീണ്ടും താഴ്ന്നുപോയി. അവർ രണ്ടുപേരും വളരെ സൂക്ഷിച്ച് മുന്നോട്ട് നടന്നു. സിമിത്തേരിയുടെ നടുവിലെ കഴുകൻ കുത്തിത്തുറന്ന കല്ലറയുടെ നേരെ മുന്നിലെത്തി. ഒരു 50 മീറ്റർ അകലെയായി കഴുകനും അവന്റെ അവസാന കല്ലറയും. ജേക്കബ് ഇനി എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോഴേക്കും ഗിരീഷിന്റെ കാലടിയൊന്ന് പിഴച്ചു. അവൻ വീഴാൻ പോയതും ജേക്കബ് അവനെ താങ്ങിപ്പിടിച്ചു. ഗിരീഷ് വീഴാൻ പോയപ്പോൾ മുന്നിൽ കണ്ട ചെടിയുടെ കൊമ്പിൽ അറിയാതെ കൈകൊണ്ട് പിടിച്ചതും അവരൊളിച്ചിരുന്ന ആ കാടിന്റെ മറ മുഴുവൻ ആടിയുലഞ്ഞു. ശബ്ദം കേട്ട് കഴുകൻ തല ഉയർത്തി നോക്കി. അത് കണ്ട ഗിരീഷ് പിന്നെ ഒന്നും നോക്കാതെ കാടിനെ കീറിമുറിച്ച് പുറത്തു ചാടി. അവൻ വസ്ത്രങ്ങൾ കത്തുന്ന തീയുടെ വെളിച്ചം പരന്നു കിടക്കുന്ന സിമിത്തേരിയിലൂടെ കഴുകന്റെ നേരെ ഓടി. ആ ഓട്ടം കല്ലറയുടെ മുന്നിൽ ചെന്നവസാനിച്ചു. കാരണം ആ സമയം കൊണ്ട് കല്ലറക്കുഴിയിൽ നിന്നും കഴുകൻ മുഖമുയർത്തിയിരുന്നു. അവന്റെ മുഖം കണ്ടതും ഗിരീഷ് ആകെയൊന്ന് ഭയന്നു. അത്രയും വിരൂപവും ഭയാനകവുമായിരുന്നു അയാളുടെ മുഖം. തൊട്ടു പിന്നാലെ ഓടിവന്ന ജേക്കബും ആ മുഖം കണ്ട് ഒരു നിമിഷം ഒന്ന് അറച്ചു നിന്നു. ആ മുഖം അപ്പോഴേക്കും ജേക്കബിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. കറുത്തു ചുരുങ്ങിയ പാടുകളും അവിടെവിടായി അറപ്പ് തോന്നിക്കും വിധം ഉയർന്നു നിൽക്കുന്ന ഇറച്ചിയും ചുവന്നു കുഴിഞ്ഞ കണ്ണുകളും കരിവാളിച്ച ചുണ്ടുകൾക്കിടയിലൂടെ നീണ്ടിറങ്ങി നിൽക്കുന്ന നാവും കൂർത്ത നീളൻ പല്ലുകളും ആ മുഖത്തെ അറപ്പു നിറഞ്ഞതാക്കി. അറച്ചു നിൽക്കുന്ന ഗിരീഷിനോട് സെക്കൻഡുകൾ കൊണ്ട് കാര്യം മനസ്സിലാക്കിയ ജേക്കബ് അലറി. അതവന്റെ വെറും മുഖം മൂടിയാണ്, പിടിക്കവനെ. അത് കേട്ടതും ഗിരീഷിന് പോയ ധൈര്യം തിരിച്ചു വന്നു. അവൻ നോക്കുമ്പോൾ കല്ലറയിൽ നിന്നുമിറങ്ങിയ കഴുകൻ വെല്ലുവിളിച്ചു കൊണ്ടെന്ന പോലെ അവരെ നോക്കി തന്നെ നിൽപ്പാണ്. അത് കണ്ടതും ഗിരീഷ് അവനെ പിടിക്കാനായി മുന്നോട്ട് കുതിച്ചു. ആ കുതിപ്പിൽ അവനെ അടിച്ചിടാനായി കഴുകൻ കൈവീശി. പക്ഷേ ഗിരീഷ് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അവന്റെ കൈ തടയുകയും അതിൽ പിടുത്തമിടുകയും ചെയ്തു. കൈ പുറകിലേക്ക് തിരിച്ച് അവനെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൻ സമർത്ഥമായി ഒഴിഞ്ഞുമാറി. അത് ഗിരീഷിനെ ചൊടിപ്പിച്ചു. അവൻ ആഞ്ഞ് കൈ വീശിയടിച്ചു. ആ അടികൊണ്ട് കഴുകൻ നിലത്ത് വീണു. ഗിരീഷിന്റെ മുഴുവൻ ദേഷ്യവും ശക്തിയും ആ അടിയിൽ വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു. ജേക്കബ് ഗിരീഷിനെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. ഇവരോട് ഏറ്റുമുട്ടുന്നത് എളുപ്പമല്ലെന്ന് മനസ്സിലാക്കി കഴുകൻ തിരിഞ്ഞോടി. അവർ രണ്ടുപേരും നിൽക്കുന്നതിന്റെ എതിർവശത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ നിന്നും പോലീസുകാർ അവന്റെ മുന്നിലേക്ക് ചാടി വീണു. അതുകണ്ട് രണ്ടടി പുറകോട്ട് വെച്ച കഴുകൻ അമ്പരന്ന് ചുറ്റും നോക്കി. ചുറ്റും നിന്നും പോലീസ് വളഞ്ഞിരിക്കുന്നു. ആ സിമിത്തേരിയിൽ കഴുകനെയും ജേക്കബിനെയും ഗിരീഷിനെയും അടക്കം 3 പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വട്ടം പോലെ.
പോലീസ് ചുറ്റും നിന്നും അടുത്തേക്ക് അടുത്തേക്ക് വരുന്നു. ആ പോലീസിന്റെ ചക്രവ്യൂഹം തന്നെ പിടികൂടുമെന്ന് മനസ്സിലായി. അതെ, താൻ അസാധ്യമെന്ന് കരുതിയത് അവർ സാധ്യമാക്കിയിരിക്കുന്നു. പക്ഷേ എങ്ങനെ? കഴുകൻ ആശ്ചര്യത്തോടെ അവനോട് തന്നെ ചോദിച്ചു. അപ്പോഴേക്കും ഗിരീഷ് പാഞ്ഞടുത്തിരുന്നു. അവൻ കാലുയർത്തി കഴുകന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ആ ചവിട്ടേറ്റ് കഴുകൻ മണ്ണിൽ മലർന്നടിച്ച് വീണു. എഴുന്നേൽക്കാൻ തുടങ്ങും മുമ്പേ വളഞ്ഞു നിന്ന പോലീസുകാരിൽ രണ്ടുപേർ വന്ന് അവന്റെ കൈകൾ പിന്നോട്ട് പിടിച്ച് വിലങ്ങണിയിച്ചു. അവനെ മുട്ടിലിരുത്തി. ജേക്കബും ഗിരീഷും അവന്റെ മുന്നിൽ വന്നു നിന്നു. ജേക്കബ് എന്തോ പറയാൻ തുടങ്ങും മുന്നേ തന്നെ ഗിരീഷ് കഴുകന്റെ മുഖം മൂടി വലിച്ചൂരി. അല്പം ദേഷ്യത്തോടെയുള്ള ഗിരീഷിന്റെ ആ പ്രവൃത്തി കഴുകനെ വേദനിപ്പിച്ചു. മുഖംമൂടി മാറ്റിയതും ആ മുഖം കണ്ട് ഗിരീഷ് ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു. ഇയാളോ? ഗിരീഷിന്റെ വായിൽ നിന്നും വാക്കുകൾ അനുവാദമില്ലാതെ പുറത്തു ചാടി. അതിനുള്ള മറുപടി പോലെ ജേക്കബ് പറഞ്ഞു. നിന്റെ ഈയൊരു ഫീൽ കളയേണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇതിനു മുന്നേ പറയാഞ്ഞത്. എല്ലാം ആദ്യമേ അറിഞ്ഞാൽ പിന്നെ എന്താ ഒരു ത്രില്ലുള്ളത്? പിന്നെ ആരാണ് കഴുകനെന്നറിഞ്ഞാൽ ഇത്രയും നേരമൊന്നും നീ കാത്തു നിൽക്കില്ലെന്ന് എനിക്കുറപ്പായിരുന്നു. ഇവനെ ഇന്നലെയെ നീ പൊക്കുമായിരുന്നു. നിന്നെ അത്രയും നേരമൊന്നും തടഞ്ഞു നിർത്താൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതാ. അല്ലാതെ നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ട് ഒന്നുമല്ല. നിന്റെ ആവേശം കുറച്ചു കൂടുതലായതുകൊണ്ടാണ്. പിന്നെ അവനൊന്നും നോക്കിയില്ല. കഴുകന്റെ മുഖത്തേക്ക് കൈ വീശിയടിച്ചു. ആ അടി കൊണ്ടതും അയാൾ ചിരിച്ചു. നിർത്തടാ, നിന്റെ ഒരു കൊലച്ചിരി. അയാൾ വീണ്ടും ചിരിച്ചുകൊണ്ടിരുന്നു. ഗിരീഷിന് അവന്റെ ദേഷ്യത്തെ പിടിച്ചു നിർത്താനായില്ല. അവൻ വീണ്ടും കഴുകന്റെ മുഖത്തടിച്ചു. മുട്ടുകുത്തിയിരിക്കുന്ന ആ കഴുകൻ ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു. ഗിരീഷ് അവനെ അവിടെയിട്ട് പലവട്ടം കാലുകൊണ്ട് തൊഴിച്ചു. എന്നിട്ടും അവന്റെ ദേഷ്യം തീർന്നില്ല. അപ്പോഴേക്കും ജേക്കബ് പതിവ് പോലെ ഗിരീഷിനെ തടഞ്ഞു. പിന്നെ കഴുകന്റെ മുന്നിൽ ഒരു മുട്ടുമാത്രം കുത്തിനിന്ന് ജേക്കബ് പറഞ്ഞു. നീയാണ് കഴുകൻ. നീയാണ് കുറ്റവാളിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാലും അതെല്ലാം നീ തന്നെ പറയണം. അതല്ലേ അതിന്റെ ഒരു രീതി. നിങ്ങൾ എനിക്കിട്ട പേരെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. കഴുകൻ, ദി വൾച്ചർ, ശവന്തീനി. അതേടാ, ഞാൻ ശവന്തീനി തന്നെയാ. ശവശരീരത്തിനെ ഭോഗിക്കുന്ന അത്രയും സുഖം ഈ ലോകത്ത് മറ്റൊരു രതിഭോഗത്തിനില്ല. അതറിയുമോ നിനക്ക്? എന്റെ ശവത്തിനെ മാത്രമേ നിനക്ക് തൊടാൻ പറ്റൂ എന്ന വാക്കുകൾ 19 വയസ്സുള്ള എന്റെ പഴയ അയൽവക്കക്കാരിയിൽ നിന്നും കേട്ടപ്പോഴാണ് ഞാൻ ആദ്യമായി അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അവളുടെ മരണം. അതുവരെ ഞാൻ കാത്തിരുന്നു. 8 വർഷം കഴിഞ്ഞും അവൾ ചത്തില്ല. അവസാനം അവളെ ഞാൻ തന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊന്നു. അവളുടെ ശരീരത്തിൽ നിന്നാണ് ആ ലഹരി ഞാൻ ആദ്യമായി അറിഞ്ഞത്. പിന്നെ അങ്ങോട്ട് ഞാൻ പല പെണ്ണുങ്ങളുടെയും ശരീരങ്ങൾ അവർ മരിച്ച അന്നേ ദിവസം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ അപൂർവമായേ കന്യകകളെ കിട്ടാറുള്ളൂ. അതും പറഞ്ഞവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പിന്നെ സ്വയം അത് നിർത്തി വീണ്ടും തുടർന്നു. അപ്പോഴേക്കും ഗിരീഷ് ദേഷ്യം കടിച്ചു പിടിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ സംസാരം തുടങ്ങിയതും കഥ കേൾക്കാനെന്ന പോലെ പോലീസുകാർ അവന് ചുറ്റും കൂടി. നിങ്ങൾ എന്ത് കരുതി? എനിക്ക് എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണ്. പക്ഷേ അതിനവർ മരിക്കണമെന്ന് മാത്രം. ഞാനുമായി ബന്ധമുള്ള ഒരു പെണ്ണിനെ പോലും മരണശേഷം ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. എനിക്കതിഷ്ടമല്ല. പിന്നെ നിങ്ങൾ സംശയിക്കും പോലെ ഇതൊരിക്കലും സാത്താൻ സേവയല്ല കേട്ടോ. അതൊക്കെ മനുഷ്യന്മാർ വിശ്വസിക്കുമോ? ഇത് അതിനേക്കാളും എത്രയോ വലിയ ലഹരി തരുന്ന ഒന്നാണ്. നിങ്ങൾ ആ വട്ടന്റെ വാക്കും വിശ്വസിച്ചിരിക്കുവാണോ? എന്തു പറയണമെന്ന് വരെ പഠിപ്പിച്ചാണ് ഞാനവനെ പറഞ്ഞയച്ചത്. അതും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര പ്രതികളെ ഞാൻ മുന്നിലിട്ട് തന്നു, എത്ര തെളിവുകൾ തന്നു. എന്നിട്ടും വഴിതെറ്റാതെ നിങ്ങൾ എന്റെ അടുത്ത് തന്നെ വന്നെത്തിയില്ലേ? സമ്മതിക്കണം. ഗിരീഷ് ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് തന്നെ ചോദിച്ചു. പറയടാ, ദേവികയുടെ ആത്മഹത്യയിൽ നിനക്ക് പങ്കില്ലേ? അതു കേട്ടതും ആശ്ചര്യഭാവത്തിൽ കഴുകൻ ചോദിച്ചു. ദേവികയോ? അതാരാ? ആത്മഹത്യ ചെയ്ത ഒരു പെണ്ണിനെ നീ കല്ലറയിൽ കൊണ്ടുപോയി ഉപയോഗിച്ചില്ലേ? അവളെ പറ്റിയാണ് ചോദിക്കുന്നത്. ആ, ഇപ്പോ പിടികിട്ടി. ആ മരണത്തിൽ എനിക്കൊരു പങ്കുമില്ല. എന്റെ അയൽക്കാരിയല്ലാതെ അറിഞ്ഞും അറിയാതെയും ഞാൻ ഇന്നുവരെയും ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എങ്കിലും അവൾ ആളൊരു ഒന്നൊന്നര മുതലായിരുന്നു കേട്ടോ. കഴുകൻ തന്റെ പഴയ ചിന്തകളിലൂടെ സഞ്ചരിക്കും പോലെ തോന്നിയതും ഗിരീഷ് അവന്റെ താടിക്ക് കാലുമടക്കി ഒരു തൊഴി കൊടുത്തു. ജേക്കബ് അത്തവണ മാത്രം ഗിരീഷിനെ വിലക്കിയില്ല. അത് കൊടുക്കണമെന്ന് ജേക്കബിനും തോന്നിയിരുന്നു. ആ കഴുകൻ അവിടെ കിടന്ന് ആകാശവും നോക്കി പറയാൻ തുടങ്ങി. അന്നത്തെ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 8 മണിയായി കാണും. എനിക്കപ്പോഴും ഇടവഴിയും കുറുക്കുവഴിയുമാണിഷ്ടം.
അങ്ങനെ അവളുടെ വീടിന്റെ മുന്നിലുള്ള വഴി പോയപ്പോൾ തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ അവളുടെ തൂങ്ങിക്കിടക്കുന്ന കാലുകൾ കണ്ട് ഞാൻ വണ്ടി നിർത്തി. ആരും വീട്ടിലില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മെല്ലെ വാതിൽ തള്ളി തുറന്ന് അകത്തു കയറി. പിന്നെ അവളുടെ ബോഡിയെടുത്ത് നേരെ കുന്നിൻ മുകളിലെ ആളൊഴിഞ്ഞ പള്ളിയിലേക്ക് പോയി. പിന്നെ വീണ്ടും അവൻ ചിരി തുടർന്നു. ആ അട്ടഹാസം സിമിത്തേരിയിലും പള്ളി പരിസരത്തും മുഴങ്ങിക്കേട്ടു. അവിടെ നിന്ന എല്ലാ പോലീസുകാർക്കും അതൊരു അരോചകമായി തോന്നി. ഗിരീഷ് കൈ ചുരുട്ടിയതും ജേക്കബ് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എടോ, നേരം വെളുക്കാറായി. ഇവനെ ചുരുട്ടി വണ്ടിയിൽ കയറ്റാൻ നോക്ക്. സാർ, നമുക്കിവനെ ഈ കല്ലറയിൽ തന്നെ ഇങ്ങിട്ട് മൂടിയാലോ? എന്തിനാ വെറുതെ? ഒന്ന് പോടോ. അതിനൊന്നും മാത്രം അവൻ ചെയ്തിട്ടില്ല. നാളെ ഇയാളുടെ മിസ്സിംഗ് കേസ് വന്നാൽ കൊലക്കുറ്റം താൻ ഏൽക്കുമോ? ഇവൻ പറയുന്നത് താൻ കേട്ടില്ലേ? ഇവനൊക്കെ നല്ല മുഴുത്ത വട്ടാണ്. കഞ്ചാവിനടിമയാണെന്ന് ഇവന്റെ സംസാരത്തിൽ തന്നെയുണ്ട്. എങ്ങനെ നോക്കിയാലും മാനസികാരോഗ്യ കേന്ദ്രത്തിലെ 1-2 വർഷത്തെയോ അല്ലെങ്കിൽ അസുഖം മാറും വരെയുള്ള ചികിത്സ മാത്രമേ ഇവനൊക്കെ കോടതിക്ക് കൊടുക്കാൻ കഴിയൂ. പിന്നെ ഇവനെ കൊണ്ടുപോയി നമ്മളെന്ത് കാണിക്കാനാ? ആദ്യം നാറ്റിക്കാം, പിന്നെ ഭ്രാന്താശുപത്രിയിലിട്ട് നരകിപ്പിക്കാം. അത്രയുള്ളൂ. എടോ, നമ്മൾ നിയമപാലകരാണ്. നമ്മുടെ ജോലി നമ്മൾ ചെയ്തു. ഇനി നീതി നൽകേണ്ടതും ശിക്ഷ വിധിക്കേണ്ടതും കോടതിയാണ്. ജേക്കബിന്റെ നിർദ്ദേശമനുസരിച്ച് ഗിരീഷ് കഴുകനെ പൊക്കിയെടുത്തു. അപ്പോഴേക്കും അവൻ അലറാൻ തുടങ്ങി. എന്നെ വിടടോ. എന്നെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കാവില്ല. തെളിവില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ബലാത്സംഗം ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എന്നെ എന്തു ചെയ്യാൻ പറ്റും? എനിക്ക് പണമുണ്ട്, പവറുണ്ട്. ഞാൻ പുറത്തു വരുമ്പടോ, നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാനാവില്ല. സാറേ, അവന്റെ ദേഹത്തൊക്കെ നല്ല അത്തറിന്റെയും സ്പ്രേയുടെയും മണമുണ്ടായിരുന്നു. ഗിരീഷിന്റെ വാക്കിൽ നിന്നും ജേക്കബ് ഒന്ന് ഓർത്തിട്ടെന്ന പോലെ പറഞ്ഞു. ആ, ശരിയാ. അതുകൊണ്ടാവാം ഡോഗ് സ്ക്വാഡിന്റെയും സഹായമൊന്നും നമുക്ക് കിട്ടാതെ പോയത്. ജേക്കബ് നീട്ടിയൊന്നു മൂളി. അപ്പോ സാറേ, നമ്മുടെ വക്കച്ചന്റെ മൊഴിയോ? അതിന്റെ കാരണം സാക്ഷാൽ കഴുകൻ തന്നെ പറഞ്ഞു തന്നില്ലേ? അല്ലേലും ഏതെങ്കിലും കോടതി വട്ടന്റെ മൊഴി കണക്കിലെടുക്കുവോ? അതിന്റെ പിന്നാലെ പോയിരുന്നേൽ നമുക്കും വട്ടുപിടിച്ചേനെ. അല്ല സാർ, ഇവനാണ് പ്രതിയെന്ന് സാറിനെങ്ങനെ മനസ്സിലായി? ജേക്കബ് അതുവരെ ഗിരീഷിൽ നിന്ന് മറച്ചുവെച്ച സംഭവങ്ങളുടെ കെട്ടഴിച്ചു. അവന്റെ ചിന്തകൾ പിറകോട്ടോടി. ആ ഓട്ടം ചെന്നെത്തിയത് ധ്യാനകേന്ദ്രത്തിന്റെ വരാന്തയിലായിരുന്നു. വരാന്തയിൽ തൂണും ചാരി നിന്ന ജേക്കബ് അവിടെ നിന്നും യാത്ര തിരിച്ചത് മനസ്സിൽ തെളിഞ്ഞ കഴുകന്റെ ആൾരൂപത്തിന്റെ വിവരങ്ങൾ അറിയുന്നതിനും തെളിവ് സഹിതം അവനെ കൂട്ടുന്നതിനു വേണ്ടിയായിരുന്നു. ആ യാത്രയിൽ അവന്റെ വഴിത്തിരിവായതാവട്ടെ അവന്റെ താമസ സ്ഥലമായ ആ പഞ്ചനക്ഷത്ര ഹോട്ടലും. 1 മാസത്തിലേറെയായി അവൻ അവിടെ താമസിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലെ അവന്റെ പ്രവൃത്തികൾ അന്വേഷിക്കുന്നതിനായി ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ നിന്നും വെള്ളിയാഴ്ച രാത്രിയിലെ ദൃശ്യങ്ങൾ 10-20 സെക്കൻഡ് വരെ നിശ്ചലമായ രീതിയിലാണ് കാണാൻ കഴിഞ്ഞത്. അവരത് അത്ര കാര്യമാക്കിയില്ല. പക്ഷേ അതിൽ നിന്നും അവനൊരു സ്പെഷ്യൽ ടൈപ്പ് ഇലക്ട്രോണിക് ജാമർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ജേക്കബ് മനസ്സിലാക്കി. ജാമർ ഉപയോഗിച്ചെന്ന് വീഡിയോ കണ്ടാൽ അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നതാണ് അതിന്റെ പ്രത്യേകത. അത് വിദേശ നിർമ്മിതമാവാൻ സാധ്യതയുള്ളൂ എന്ന് തോന്നിയപ്പോൾ അവിടെ താമസം തുടങ്ങുന്നതിന് മുമ്പുള്ള കഴുകന്റെ വിവരം കൂടി അന്വേഷിച്ചു. അതിൽ നിന്നും മനസ്സിലായി അവൻ അമേരിക്കയിൽ നിന്നും വന്നതാണെന്ന്. അങ്ങനെയെങ്കിൽ ആ ജാമർ വന്ന വഴിയും വ്യക്തം. അമേരിക്കയിലുള്ള ഒരു പരിചയക്കാരന്റെ സഹായത്താൽ അവന്റെ കൂടുതൽ വിവരങ്ങൾ ജേക്കബ് അന്വേഷിച്ചറിഞ്ഞു. അവിടെ ഒരു മൃതദേഹത്തോട് എന്തോ അപമര്യാദ കാണിച്ചെന്ന കാരണം കൊണ്ടാണ് അവിടെ നിന്ന് അവൻ നാട്ടിലേക്ക് പോന്നത്. ആ വിവരം ലഭിക്കാൻ അല്പം സമയമെടുത്തു. വെള്ളിയാഴ്ച രാവിലെ വന്ന ഫോൺ കോൾ അതായിരുന്നു. ഇക്കാര്യം അറിഞ്ഞപ്പോഴേ താൻ ഉദ്ദേശിച്ച ആള് തന്നെയാണ് പ്രതിയെന്നും ജേക്കബ് ഉറപ്പിച്ചു. ഒപ്പം അവിടെ കാണിച്ച അപമര്യാദ തന്നെയാണ് ഇവിടെ കല്ലറയിലും അവൻ കാണിക്കുന്ന അപമര്യാദയെന്ന് ജേക്കബ് തിരിച്ചറിഞ്ഞു. ഇങ്ങോട്ട് നോക്കടാ ജേക്കബേ. എടാ ജേക്കബേ, ആരെയാടാ നീയൊക്കെ കൂടി ഇന്നലെ അറസ്റ്റ് ചെയ്തത്? അമ്മച്ചിയുടെ വിളി കേട്ടാണ് ജേക്കബ് കണ്ണു തുറന്നത്. നീ ഇന്നലെ അറസ്റ്റ് ചെയ്തത് ആ പാസ്റ്ററെയാണോ? ഉം. ജേക്കബ് കണ്ണുകൾ തുറക്കാതെ തന്നെ ഉറക്കച്ചടവിൽ ഒന്ന് മൂളി. എന്താടാ, നിന്നോട് ഞാൻ ധ്യാനത്തിന് വരാൻ പറഞ്ഞ ദേഷ്യം കൊണ്ടാണോ അയാളെ അറസ്റ്റ് ചെയ്തത്? ഒന്ന് പോവാ അമ്മച്ചി. എന്നതാണേലും നല്ല ഒന്നാന്തരം പ്രസംഗമായിരുന്നു കേട്ടോ. അതും പറഞ്ഞ് അമ്മച്ചി അടുക്കളയിലേക്ക് നടന്നു. ജേക്കബ് കണ്ണു തുറക്കാതെ മനസ്സിൽ ഓർത്തു. ഇതിനെല്ലാം കാരണം അവന്റെ അമിതമായ ആത്മവിശ്വാസവും അവന്റെ ആ ഒന്നാന്തരം പ്രസംഗവുമാണ്.
വരാന്തയുടെ തൂണുകളിൽ ചാരി നിന്നപ്പോൾ കരഘോഷങ്ങൾക്കിടയിൽ മൈക്കിൽ ഉച്ചത്തിൽ കേട്ടത് വിശ്വാസികളുടെ ഉള്ളിൽ ഭയത്തിന്റെ വിത്ത് വിതയ്ക്കാനുള്ള വാക്കുകളായിരുന്നു. അവൻ നിങ്ങളുടെ മേൽ പല്ലുകൾ കൊണ്ട് അടയാളമുണ്ടാക്കും. നഖങ്ങൾ നിങ്ങൾക്കുമേൽ ചുറ്റും കുത്തിയിറക്കും. നഖങ്ങളാൽ നിങ്ങളുടെ സുന്ദരമേനിയിൽ അവൻ ചിത്രം വരയ്ക്കും. ചെറുപ്പക്കാരികളാണെങ്കിൽ അവൻ നിങ്ങളുടെ കീഴ്ച്ചുണ്ട് കടിച്ചുപറിക്കും. അത്രയും ആവുമ്പോഴേക്കും സ്വർഗത്തിലെ നിങ്ങളുടെ സ്ഥാനം നഷ്ടമായിരിക്കും. നിങ്ങൾ കരങ്ങൾ കൊട്ടി പ്രാർത്ഥിക്കുവിൻ. അവനിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ കർത്താവിങ്കിൽ പ്രാർത്ഥിക്കുവിൻ. കരങ്ങൾ ചേർത്ത് ഉറക്കി അടിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുവിൻ. അത്രയും കേട്ടപ്പോൾ അന്ന് ജേക്കബിന്റെ മനസ്സിലെ സംശയക്കടലിലെ തിരകൾ ഒരു സുനാമിയായി മാറുകയായിരുന്നു. അതിൽ നിന്നും കഴുകന് രക്ഷപ്പെടാനായില്ല. ജേക്കബ് അവിടെ നിന്നും സുഹൃത്തിന്റെ പത്ര ഏജൻസിയുടെ സഹായത്തോടെ ശരീരത്തിലെ മുറിവുകളും അവയെക്കുറിച്ചുള്ള വാർത്തകളും വന്നിട്ടില്ലെന്ന് ഉറപ്പാക്കി. പിന്നെ ഓരോ കേസുമായി ബന്ധപ്പെട്ടും അവിടെയുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരെയും വിളിച്ച് അത്തരമൊരു വാർത്ത പുറത്തു പോയിട്ടില്ലെന്ന് ഉറപ്പാക്കി. ആ സൂചനകളെല്ലാം അവനിലേക്ക് വിരൽ ചൂണ്ടി. പാസ്റ്റർ ജോസഫ് വടക്കുംമുറി മനഃപൂർവ്വമല്ലെങ്കിലും തന്റെ പ്രവൃത്തികൾ ജനങ്ങൾ അറിഞ്ഞു. എങ്കിലും അത് നിർത്താതെ അതേ പ്രവൃത്തിയുടെ പേരിൽ ജനങ്ങളെ പറ്റിച്ച് കൊള്ളലാഭം കൊയ്യാൻ നോക്കി. അതാണ് അവൻ ചെയ്ത തെറ്റ്. അതിനു പുറമെ പോലീസ് പോലും രഹസ്യമാക്കി വെച്ച കാര്യങ്ങൾ പ്രസംഗത്തിലൂടെ വിളിച്ചു പറയുകയും ചെയ്തതാണ് അവനെ പിടിക്കാനുള്ള പ്രധാന കാരണമായത്. അവന്റെ ആരും സംശയിക്കാത്ത ഇരതേടാൻ പറ്റിയ സംശയത്തിന്റെ നിഴലിൽ നിന്നും അയാളെ സംരക്ഷിച്ചു നിർത്തുന്ന ആ മറ, അതൊരു പാസ്റ്ററുടേതായിരുന്നു. അവൻ ഒളിച്ചിരുന്നതല്ല, പകരം അവന്റെ തൊഴിൽ ഭംഗിയായി നടത്തുകയായിരുന്നു. പ്രാർത്ഥനാ കേന്ദ്രവും പഞ്ചനക്ഷത്ര ഹോട്ടലുമായിരുന്നു അവന്റെ താവളങ്ങൾ. ടെസ്റ്റ് റിസൾട്ടുകൾ എന്തായാലും ഒത്തുവരും. പിന്നെ അവനാ ഭ്രാന്താശുപത്രിയിൽ കിടന്ന് നരകിക്കും. ഹോ, അങ്ങനെയെങ്കിലും തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആത്മാക്കൾക്ക് ആത്മശാന്തി കിട്ടുമായിരിക്കും. മനസ്സിനെ സമാധാനപ്പെടുത്തി ജേക്കബ് തിരിഞ്ഞു നടന്നു. ഫോൺ ബെല്ലടിച്ചു. ജേക്കബ് മടുപ്പോടെ ഫോണെടുത്ത് ചെവിയിൽ വച്ചു. ഹലോ, എന്താ ഗിരീഷേ? ഏ, പുതിയ കേസോ? ഇതുപോലെ വല്ല വള്ളിക്കെട്ട് കേസോ ആവോ? ആ, ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. ശരി. അതേ മടുപ്പിൽ കിടക്കയിൽ എണീറ്റിരുന്ന് ജേക്കബ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇനിയും ഇതുപോലത്തെ വള്ളിക്കേസൊന്നും വന്നു പെടാഞ്ഞാൽ മതിയായിരുന്നു. എന്നെ നീ തന്നെ കാത്തോണേ എന്റെ കർത്താവേ. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.